യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം ഇവിടെ കർത്താവിൻ്റെ ദാസൻ ഉദ്ഘാടന പ്രസംഗത്തിന് എടുത്തപ്പോൾ ഞാൻ ആ ഭാഗം ഒന്ന് ശ്രദ്ധിച്ചു. അതിൻ്റെ 5-ാം അധ്യായം 3-ാം വാക്യം ഇപ്പോൾ മൈക്കിൽ കൂടെ ഒന്ന് വായിച്ച് കേൾപ്പിക്കും. ചിന്താ വിഷയം അതല്ല, എന്നാലും അതൊന്ന് വായിക്കാം. ഉറക്കെ 5-ാം അധ്യായം 3-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നതല്ലോ ദൈവത്തോടുള്ള സ്നേഹം. അവന്റെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല. മതി 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 മതി. ആ 3-ാം വാക്യം ഇവര് ഒന്നുകൂടെ കേട്ടോട്ടെ, ഒന്നുകൂടെ വായിച്ചേ. അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നതല്ലോ. അവന്റെ എന്നുള്ള സ്ഥാനത്ത് ദൈവത്തിന്റെ എന്ന് ചേർത്തൊന്ന് വായിച്ചവന്. ദൈവത്തിന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നതല്ലോ ദൈവത്തോടുള്ള സ്നേഹം. മതി മതി മതി. ഇപ്പൊ നേരത്തെ ആ കരം ഉയർത്തിയവരോട് ഞാൻ വീണ്ടും ചോദിക്കുകയാണ്, ഈ പറഞ്ഞ തിരുവെഴുത്തിന്റെ അടിസ്ഥാനത്തിൽ എത്ര പേർ കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടോ? ഒന്നുകൂടെ. നേരത്തെ പൊങ്ങിയ കൈയൊന്നും ഇപ്പോൾ പൊങ്ങുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, എല്ലാവരും വാഗൊണ്ട് പറയുക എനിക്ക് യേശുവിനെ ഭയങ്കര ഇഷ്ടമാണ്, യേശുപ്പ ഐ ലവ് യു എന്നൊക്കെയാണ് പറയുക. പക്ഷെ തിരുവെഴുത്ത് പറയുന്നു കർത്താവിനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നത് കുപ്പി പൊട്ടിച്ചല്ല, നക്ഷത്രം തൂക്കിയല്ല, കുരിശുപള്ളി പണിതല്ല, പിന്നെ സാന്റാക്ലോസിനെ കൊണ്ട് കൊട്ടി നടന്നിട്ടുമല്ല, പിന്നെ അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നതാണ് ദൈവത്തോടുള്ള സ്നേഹം. അങ്ങനെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിൻ്റെ കൽപ്പനകളാകുന്ന തിരുവെഴുത്ത് ഒരു കുഞ്ഞിന് മനസ്സിലാകുന്ന പോലെ ശാന്തമായി ദേശത്ത് വിളംബരം ചെയ്യുമ്പോൾ, ആ കേൾക്കുന്ന ദൈവവചനം കേട്ടതിന് ശേഷം ഈ തിരുവെഴുത്ത് ഞാൻ അനുസരിക്കുന്നുണ്ടോ എന്ന മനസാക്ഷിയോടൊന്ന് ചോദിച്ചിട്ട് വേണം എനിക്ക് വാസ്തവമായി കർത്താവിനോട് സ്നേഹമുണ്ട് എന്ന് പറയുവാനായി. അതുകൊണ്ട് അല്പം തിരുവെഴുത്തുകൾ ശാന്തമായി ഒന്ന് ധ്യാനിക്കാം. ഈ രാത്രിയിലെ തിരുവചന ചിന്തയ്ക്ക് ആധാരമായിട്ട് ഒരു വാക്യം നമുക്ക് പരസ്യമായി വായിച്ച് കേൾക്കേണ്ടതുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 14-ാം അധ്യായം 15-ാമത്തെ തിരുവചന ഭാഗം ഇപ്പോൾ മൈക്കിൽ കൂടെ വായിച്ച് നമ്മെ കേൾപ്പിക്കും. പുരുഷന്മാരെ, നിങ്ങൾ ഈ ചെയ്യുന്നത് എന്ത്? ഈ പുരുഷന്മാരെ എന്നുള്ള പ്രയോഗം വേദപുസ്തകത്തിൽ പലയിടത്തുണ്ട്. അതിൻ്റെ അർത്ഥം ഇത് പറയുന്നത് ആണുങ്ങളോടാണ് എന്നല്ല, ആൾക്കൂട്ടം അധികമായി കൂടി വരുന്നിടത്തെല്ലാം ഉപയോഗിച്ചിരിക്കുന്ന ഒരു പ്രയോഗമാണ് പുരുഷാരം എന്നുള്ള പ്രയോഗം. അതുകൊണ്ട് ആ സ്ഥാനത്ത് ഞാൻ ഇങ്ങനെ വായിക്കാൻ ആശിക്കുന്നു, മനുഷ്യന്മാരെ നിങ്ങൾ ഈ ചെയ്യുന്നത് എന്ത്? മനുഷ്യന്മാരെ നിങ്ങൾ ഈ ചെയ്യുന്നത് എന്ത്? ഞങ്ങൾ നിങ്ങളോട് സമസ്വഭാവമുള്ള മനുഷ്യരത്രേ. ഞങ്ങൾ നിങ്ങളോട് സമസ്വഭാവമുള്ള മനുഷ്യന്മാരാണ്. അടുത്ത വാക്ക്, നിങ്ങൾ ഈ വ്യർത്ഥ കാര്യങ്ങളെ വിട്ട്, നിങ്ങൾ ഈ വ്യർത്ഥമായ കാര്യങ്ങളൊക്കെ വിട്ടിട്ട് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലത്തെയും ഉണ്ടാക്കിയ ജീവനുള്ള ദൈവത്തിങ്കലേക്ക് തിരിയണം എന്നുള്ള സുവിശേഷം ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. ഈ പ്രാരംഭ ദിനത്തിൽ ഞങ്ങൾ മുട്ടച്ചൽ ദേശത്തോട് വിളംബരം ചെയ്യുന്നു, മനുഷ്യന്മാരെ നിങ്ങൾ ഈ വ്യർത്ഥമായ മണ്ടത്തരങ്ങളൊക്കെ വിട്ടേച്ച് ഇന്ന് രാത്രി ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലത്തെ ഉണ്ടാക്കിയ ജീവനുള്ളൊരു ദൈവമുണ്ട്, ആ ജീവനുള്ള ദൈവത്തിങ്കലേക്ക് തിരിയുവീൻ എന്നുള്ള സുവിശേഷം ഞങ്ങൾ ദേശത്തോട് വിളംബരം ചെയ്യുന്നു. അതാണ് സുവിശേഷം. അത് പറയാനാണ് സുവിശേഷം. എന്ത് ചെയ്യാനാ? ഇന്ന് സുവിശേഷ യോഗം ഒന്ന് നോട്ടീസിൽ പേരുണ്ടെങ്കിലും സുവിശേഷം പറയാൻ ആളില്ല. ഇപ്പം കേരളത്തിൽ ഞാൻ പല കൺവെൻഷനിലും എന്നെ ഇപ്പോൾ പ്രസംഗിക്കാൻ വിളിക്കുമ്പം ഞാൻ പറയും, പാസ്റ്ററെ ആ ഡേറ്റ് ബുദ്ധിമുട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ദൈവദാസന്മാർ അടുത്ത ചോദ്യം ചോദിക്കുന്ന, പാസ്റ്ററെ ആരാ നമുക്കൊന്ന് വിളിക്കാൻ പറ്റുന്നതെന്ന് എന്നോട് ചോദിക്കും. ഇപ്പം ഞാൻ ചിരിച്ചോണ്ട് പറയും, ഈ കേരളത്തിൽ പാസ്റ്റർമാരെ തട്ടിയിട്ട് നടക്കാൻ മേല, എന്തോരം പാസ്റ്റർമാരുള്ളപ്പം ചുമ്മാ ആരെ വിളിക്കണമെന്ന്. ഉടനെ ദൈവദാസന്മാർ പറയുന്ന മറുപടി ഉണ്ട്, എൻ്റെ പൊന്നു പാസ്റ്ററെ വിളിക്കാനാണ് ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷേ സുവിശേഷം പറയണ്ടേ. ഈ വരുന്നതെല്ലാം പെന്തിക്കോസുകാരെ കൈയടിപ്പിച്ചു പോകുന്നതുകൊണ്ട് കാശ് മുടക്കിയിട്ട് എന്ത് പ്രയോജനം? ദേശം സുവിശേഷം കേൾക്കണ്ടേ. കഴിഞ്ഞ ദിവസം എൻ്റെ സ്നേഹിതൻ ഷെലിൻ ജോസ്, അദ്ദേഹവും വിളിച്ചൊരു പ്രതിസന്ധിയിലായി. രാജു മേത്രയെ പ്രസംഗിക്കാൻ വിളിച്ചു, പുള്ളി തേച്ചു അല്ലേ. ഞാൻ പറയും, നിങ്ങൾ പറയത്തില്ലെന്നേ ഉള്ളൂ, ഞാനിതൊക്കെ പറയും.
അവസാനം ഇന്നലെ രാത്രി വെപ്രാളപ്പെട്ട് പുള്ളി ആകെ വലിയ ബുദ്ധിമുട്ടായിപ്പോയി. പിന്നെ ദൈവം അയച്ചിട്ട് ദൈവദാസന്മാർ വന്നത് കവർ ചെയ്തു അല്ലേ, വളരെ അനുഗ്രഹമായി. ഞാൻ പറഞ്ഞത്, സുവിശേഷം അറിയിപ്പാൻ ആളില്ല എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലേക്ക് എത്തി. പ്രസംഗിക്കാൻ ഇഷ്ടം പോലെ ആളുകളുണ്ട്. എന്താണ് ഈ സുവിശേഷം? ജനം ജീവനുള്ള ദൈവത്തെ അറിയണം, അതാണ് സുവിശേഷം. ഈ വാക്യം ഞാൻ വായിച്ചപ്പോൾ എനിക്ക് സന്തോഷം തോന്നിയത് പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു ഗൈഡൻസ്. ഉദ്ഘാടക പ്രസംഗകനായിരുന്ന കർത്താവിൻ്റെ ദാസനും ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടൊന്നുമല്ല, എന്നാലും ദൈവദാസൻ എടുത്ത വേദഭാഗത്തിലും പറഞ്ഞൊരു കാര്യമുള്ളൂ, ഈ യോഗം നടത്തുന്നതിന് ഒരു ഉദ്ദേശമേ ഉള്ളൂ, ജനം സത്യദൈവത്തെ അറിയണം. അത് തന്നെയാണ് ഞാനും ഇവിടെ എടുത്തു വെച്ചുകൊണ്ടിരുന്ന വാക്യം. സത്യദൈവത്തെ ജനം തിരിച്ചറിയണം. അപ്പം ജനം ജീവനുള്ള ദൈവത്തിങ്കിലേക്ക് തിരിയണം. അതിനാണ് യോഗം നടത്തുന്നത്. അപ്പം നമ്മൾ ഈ ഉപദേശിമാരുടെ ഒരു സ്ഥിരം ഡയലോഗാണ് ജീവനുള്ള ദൈവം. അപ്പോൾ ഈ ആളുകൾ വിചാരിക്കുക ഈ വെന്തിക്കോസുകാർ ഇങ്ങനെ പുറപ്പിക്കും ജീവനുള്ള ദൈവം എന്നൊക്കെ പറയുമ്പോൾ ഇവന്മാരെന്നെ എപ്പോഴും ഈ ജീവനുള്ള ദൈവം എന്ന് പറയുന്നത് എന്നാ ജീവൻ ഇല്ലാത്ത ദൈവമുണ്ടോ എന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ ഉത്തരം പറഞ്ഞാൽ പലർക്കും വിഷമം ഉണ്ടാവും. അതുകൊണ്ട് നമ്മളത് പറയണ്ട, നമുക്കത് പറയാനുള്ള അതിൻ്റെ കാര്യമില്ല. കാര്യം വർഷങ്ങൾക്ക് മുമ്പേ ഇവിടെ യേശുദാസും ചിത്രയൊക്കെ പാടി ഇട്ടതാ. അത് കണ്ണു തുറക്കാത്ത നിങ്ങൾക്കെല്ലാം അറിയാം, എന്നാൽ പിന്നെ ഞാനത് പറയണ്ട. അപ്പം അതുകൊണ്ട് ജീവൻ ഇല്ലാത്തതിനെ കുറിച്ച് പറഞ്ഞ് നേരം കളയുന്നില്ല, ജീവനുള്ളൊരു ദൈവത്തെക്കുറിച്ച് പറയാൻ പോവാം. അപ്പം ഇവിടെ വായിച്ച തിരുവെടുത്ത് കൊണ്ട് അർത്ഥമാക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് ചിന്ത: ഒന്ന്, മനുഷ്യന്മാർ വ്യർത്ഥമായ കാര്യങ്ങൾ എന്ത് ചെയ്യണം? വിട്ടുകളയണം. രണ്ട്, ജീവനുള്ള ദൈവത്തെ അറിയണം. ഇതാണ് വേദഭാഗത്തിൻ്റെ ആപ്തവാക്യം. അപ്പം ഈ രണ്ട് ചിന്ത പറഞ്ഞ് നിശ്ചയിക്കപ്പെട്ട സമയത്ത് അവസാനിപ്പിക്കാം. 10 മണിക്ക് അപ്പുറം പോകരുതെന്നാണ് പറഞ്ഞത്. സ്തോത്രം. വിഷമിക്കേണ്ട, 10 മണി വരെ ഒന്നും പോകത്തില്ല, ചുമ്മാ പറഞ്ഞതാണ്. ഈ ഉദ്ഘാടന, അതായത് ഈ തുടക്ക ദിവസം, ഒന്നാമത്തെ ദിവസം നമ്മൾ എങ്ങനെയൊക്കെ ചവിട്ടിപ്പിടിച്ചാലും ഇച്ചിരി സമയം മുന്നോട്ട് പോകും. പിന്നെ ഇത്രയും മനോഹരമായൊരു ഉദ്ഘാടനമൊക്കെ കണ്ടതിൽ ഒത്തിരി സന്തോഷമുണ്ട്. കാര്യം ഉദ്ഘാടകൻ മൈക്കെടുക്കുമ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്ന് വിഷമിക്കും, പ്രസംഗകർ ഇനി എപ്പോഴാണ് നിർത്തുന്നത്. പിന്നെ ചിലരെ സ്വോത്രകാഴ്ചയ്ക്ക് പ്രാർത്ഥിക്കാൻ വിളിച്ചു കഴിഞ്ഞാൽ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ പറഞ്ഞൊരു പ്രാർത്ഥന സ്വോത്രകാഴ്ചയ്ക്കൊട്ട് പ്രാർത്ഥിക്കുകയില്ല. ഇങ്ങനെയുള്ള എന്തെല്ലാം അനുഭവങ്ങളാണ്. അതുകൊണ്ട് 10 പോവുകയല്ല, നമുക്ക് ചവിട്ടിപ്പിടിക്കാം. അപ്പോൾ ജനം വ്യർത്ഥമായ കാര്യങ്ങളെ വിട്ടുകളയണം, ജീവനുള്ള ദൈവത്തെ അറിയണം. അതാണ് യോഗത്തിൻ്റെ ഉദ്ദേശം. ഒറ്റ വാക്കിലൊന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ഇവിടെ ഓർപ്പിച്ച പോലെ ഷമീർ എന്നാണ്. പേര് കൊണ്ട് നിങ്ങൾക്കറിയാം, പാരമ്പര്യമായ ക്രൈസ്തവ കുടുംബത്തിലല്ല ജനിച്ചു വളർത്തപ്പെട്ടത്. ഇസ്ലാമിക പാരമ്പര്യത്തിൽ ബാപ്പയ്ക്കും ഉമ്മയ്ക്കും 2 പെങ്ങന്മാർക്കും വല്യമ്മായിക്കുമൊക്കെ ഒപ്പം ഒരു കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ടു. ഇസ്ലാമിക ചിട്ടയനുസരിച്ച് ചെറിയ പ്രായത്തിൽ തൊപ്പിയിട്ട് മദ്രസയിൽ മതപഠനത്തിനായി കടന്നുപോയി. അത്യാവശ്യം വലിയ മൊയ്ലിയാരാകാനുള്ള പഠനമൊന്നും നടത്തിയില്ല, അത്യാവശ്യം പ്രാഥമിക പഠനമൊക്കെ നടത്തി. ഇസ്ലാമിക ചിട്ടയനുസരിച്ച് നമസ്കാരവും നോമ്പും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു കാലം. അന്ന് യേശുവിനെ കുറിച്ചുള്ള അറിവ്, ഇത് ക്രിസ്ത്യാനിയുടെ ദൈവമാണ് എന്നുള്ള അറിവാണ് ആ കാലത്തുണ്ടായിരുന്നത്. കാരണം ഞങ്ങളുടെ നാട്ടിൻപുറത്ത് അന്ന് ക്രിസ്ത്യാനി എന്ന് പറയുമ്പോൾ കൊട്ടിപ്പാടി ഇങ്ങനെ കൈയടിച്ച് തുള്ളിച്ചാടുന്ന പെന്തക്കോസ്തു സമൂഹമൊന്നും ഇല്ല. എൻ്റെ ബാല്യകാലം ആ കാലങ്ങളിലില്ല. പിന്നെ ഇങ്ങനെയുള്ള ആളുകളെ അപൂർവമായിട്ട് വല്ലതും കാണുന്നത്, വല്ലതും സുഖമില്ലാതെ ആശുപത്രി ചെല്ലുമ്പോൾ കമ്മലുമാല ഇടാത്ത നേഴ്സിനെ കാണുമ്പം എന്തോ ഒരു കൗതുകം പോലെ, അന്യഗ്രഹ ജീവി വന്ന് നിൽക്കുന്ന പോലെയൊക്കെ തോന്നുമ്പോൾ ചോദിക്കും, ഇതന്നെ ഇവർ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ ആളുകൾ ഇച്ചിരി പുച്ഛത്തോടെ നമ്മുടെ ബാല്യകാലത്ത് പറഞ്ഞു തരും, ഓ അതെ അവരൊരു പ്രത്യേക കൂട്ടമാണ്, എന്നാ പ്രത്യേക കൂട്ടം. അപ്പം അവരിച്ചിരി പുച്ഛത്തോടെ പറയാൻ പാടില്ല. എന്നാലും ഞാൻ നിങ്ങളോട് എൻ്റെ വാക്കല്ലല്ലോ, നമ്മുടെ കുഞ്ഞു മനസ്സിൽ പറഞ്ഞു തന്ന വാക്കാ, അങ്ങനെ പറയാൻ പാടില്ല ആരും. എന്നാലും അന്നൊക്കെ പറഞ്ഞു തരും. അവരെ പിന്നെ ഈ കുറഞ്ഞ ആളുകളെല്ലാം കൂടി കൊട്ടിപ്പാടുന്ന ആളുകളാണെന്ന് പറയും. ഞാൻ അത്ര ഇച്ചിരി സോപ്പിട്ട് പറഞ്ഞതാ. അപ്പോൾ ആ നിലയിൽ ഒരു ഇച്ചിരി മധുരം പുരട്ടി പറയും. അപ്പോൾ ഇതൊരു പ്രത്യേക വിഭാഗത്തിൽ ഉള്ള ആളുകളാണെന്ന് പറയും. എന്നാൽ കാലം ഇന്ന് 2024 എത്തി നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്, എല്ലാ മേഖലകളിൽ നിന്നും, എല്ലാ വിഭാഗങ്ങളിൽ നിന്നും, എല്ലാ സംഘടനകളിൽ നിന്നും, എല്ലാ പ്രസ്ഥാനങ്ങളിൽ നിന്നും, എല്ലാ ഔദ്യോഗിക സ്ഥാനങ്ങളിൽ നിന്നും ജനം യേശു ക്രിസ്തുവിൻ്റെ പിന്നാലെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ ആളുകൾ യേശുക്രിസ്തുവിന് പിന്നാലെയാണ്. എന്നാൽ അന്ന് ഇത് അറിയാത്ത കാലഘട്ടത്തിൽ ജീവിച്ചു. 2002 വരെ ഇസ്ലാമിക പാരമ്പര്യത്തിൽ തുടർന്നു. 2002 ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ ജീവനുള്ളൊരു ദൈവമുണ്ട് എന്ന് തിരിച്ചറിയുവാൻ സ്വർഗത്തിലെ ദൈവം ഭാഗ്യം തന്നു. കൃപയാൽ കഴിഞ്ഞ 22 വർഷമായി വിശ്വാസ ജീവിതത്തിൽ നിലനിൽക്കുവാൻ കർത്താവ് സഹായിച്ചു. ഏതാണ്ട് 16-17 വർഷത്തോളമായി സുവിശേഷ വേലയിൽ തെരുക്കോണുകളിൽ കർത്താവിൻ്റെ വചനവുമായി നിൽപ്പാൻ ഇന്നയോളം ദൈവം സഹായിച്ചു. അപ്പം എന്തുകൊണ്ടാണ് നീ ക്രിസ്ത്യാനി ആയത് എന്ന് എൻ്റെ ആളുകൾ, ബാപ്പയുടെ ഉമ്മയുടെ ആളുകളൊക്കെ കാലങ്ങളായി ചോദിക്കാറുണ്ട്. ഇപ്പം ക്ലാസ് കൂടെ പഠിച്ച കൂട്ടുകാർ ചോദിക്കാറുണ്ട്. എല്ലാവരും ചോദിക്കേടാ, എന്തിനാണ് ക്രിസ്ത്യാനി, നിനക്ക് എന്തിൻ്റെ കാര്യമായിരുന്നു, എന്തിൻ്റെ പേരിലാണ് ഈ ക്രിസ്ത്യാനി ആയത് എന്ന് ചോദിക്കാറുണ്ട്. അത് ഞാൻ പറയാം. പക്ഷേ ഒരു ന്യൂനപക്ഷം വേറൊരു ചോദ്യം കൂടെ ചോദിക്കും. എന്തെന്നറിയാമോ? ക്രിസ്ത്യാനി ആയത് പോട്ടെ, എന്തിനായാലും പോയതോ പോയി, ഇച്ചിരി മര്യാദയുള്ള പള്ളിയിൽ പോയിക്കൂടായിരുന്നു എന്നാണ്. അപ്പോൾ എന്നാ ഈ മര്യാദയുള്ള പള്ളി അല്ല, ഈ പിന്നെ ഗോപുരം, ആകാശം മുട്ട നിൽക്കുന്ന ഗോപുരം, മുറ്റത്ത് 10-15 കാറ്, മാർബിള്, ടൈൽസ്, ഗ്രാനൈറ്റ്, ആരാധന കഴിഞ്ഞ് ആയിരങ്ങൾ ഇറങ്ങി വരുന്ന പള്ളി, ഇവിടെ എങ്ങും പോകാതെ ഈ 25-30 പേരിരുന്ന് കൊട്ടിപ്പാടി കലവില എന്ന് പറയുന്നിടത്ത് എന്തിനാ പോയത് എന്നാണ് ഈ ചോദിക്കുന്നതിൻ്റെ പിന്നിലെ ഗുട്ടൻസ്. അപ്പോൾ അങ്ങനെ ചോദിക്കാൻ കാരണം എന്താ? ഇന്ന് പല ആളുകളും പള്ളിയെക്കുറിച്ച് അഥവാ ദൈവത്തെ ആരാധിക്കാൻ പോകുന്ന സ്ഥലത്തെക്കുറിച്ച് ആളുകൾ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു മണ്ടത്തരം എന്ന് പറയുന്നത് ആള് കൂടുന്നതാണ് പള്ളിയെന്നാണ്, ആള് കൂടുന്നതാണ് ആത്മീയമെന്ന്. കഴിഞ്ഞ ദിവസം ഒരു പൊട്ടൻ സ്റ്റേജിൽ വിളിച്ച് പറയുന്നത് കേട്ടു, ശവം ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കുകയാണെന്നൊക്കെ പറയുന്നു. ഈ വളർച്ചയെന്ന് പുള്ളി പറയുന്നത് ഈ ആൾക്കൂട്ടത്തെ നോക്കിയിട്ടാണ് ഈ പറയുന്നത്. എന്നാൽ ദൈവവചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഏത് വിധത്തിലും ആൾ കൂടുന്നതല്ല ദൈവസഭ. അങ്ങനെയാണെങ്കിൽ ബിവറേജിൻ്റെ തിണ്ണയിൽ പോയാൽ അവിടെ ആൾക്കൂട്ടം. ഇപ്പോൾ ആൾ കൂടുന്ന ഒത്തിരി സ്ഥലം വേറെ ഉണ്ട്, ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, വേദപുസ്തകം പഠിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം ഇങ്ങനെ അരുളി ചെയ്തിരിക്കുന്നത് 2-3 പേര്, ഒത്തിരി ഒന്നും വേണ്ട, 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുമ്പോൾ അവരുടെ മധ്യേ ഞാൻ ഇറങ്ങി വരാമെന്ന് വാക്ക് പറഞ്ഞൊരു ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് വിശുദ്ധ വേദപുസ്തകം പറയുന്നത്. അതുകൊണ്ട് സകല മഹത്വത്തോടും കൂടെ സ്വർഗത്തിലിരിക്കുന്ന കർത്താവിന് ഇറങ്ങി വരാൻ വലിയ ആൾക്കൂട്ടമൊന്നും വേണ്ട. 2-3 പേരോ ഉണ്ടെങ്കിൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരും. അപ്പോൾ ഞാൻ ഒന്നുകൂടി ഇച്ചിരി കയറ്റി പറയുക, ഇവിടുത്തെ പ്രസംഗകർക്ക് പ്രസംഗിക്കാൻ വരണമെങ്കിൽ മിനിമം 100 പേര് കൂടുതൽ വേണം. നാളെ ഒരുത്തൻ നെയ്യാറ്റിങ്കര വന്നിട്ട് 50 ഉള്ളെന്ന് പറഞ്ഞ് തിരിച്ചു പോയി. അപ്പോൾ 2-3 പേരുണ്ടെങ്കിൽ സ്വർഗത്തിരിക്കുന്ന കർത്താവിന് വരാം. പക്ഷേ കർത്താവിനേക്കാളും വലിയ പുള്ളികളാണ് ഇവിടുത്തെ പ്രസംഗകർ. എന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ട് ഈ ആൾ കൂടുന്നതാണ് ആത്മീയമെന്ന് ചിന്തിച്ച് വെറുതെ മണ്ടത്തരമൊന്നും കാണിക്കണ്ട. 1000 പന്നിയം വലിച്ചുകൊണ്ട് നരകത്തിൽ പോകുന്നതിനേക്കാൾ നല്ലത് നല്ല 5 ആടുകളെയും കൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുന്നതാണ്. അതുകൊണ്ട് ചിലർ പറയും, നാളൊരുത്തൻ പിന്നെ ഞങ്ങളുടെ ഒരു പാസ്റ്ററോട് പറഞ്ഞു, നിങ്ങളൊക്കെ ഇങ്ങനെ വിമർശിച്ചുകൊണ്ട് നടന്നോ, നിങ്ങളുടെ സഭയിൽ 50-100 ഉള്ളൂ, ഞങ്ങളുടെ ബ്രദറിൻ്റെ അടുത്തൊന്ന് വന്ന് നോക്ക്, 1000 വന്ന് മറിയുന്നത്. അപ്പോൾ പുള്ളി പറഞ്ഞു, ലഗ്യോൻ 6000 ഉണ്ട്, ശിഷ്യന്മാർ 12 ഉള്ളത്. പിന്നെന്താ, 6000 ലഗ്യോനം വലിച്ചുകൊണ്ട് പോകുന്നതിനേക്കാളും നല്ലത് 12 ഉള്ളെങ്കിലും അത് ശിഷ്യന്മാരാണല്ലോ, അവരെ കൊണ്ട് കർത്താവിൻ്റെ അടുക്ക പൊക്കോളാന്ന് പറഞ്ഞു. അതുകൊണ്ട് ഈ വലിയ ആൾക്കൂട്ടമൊന്നും പറഞ്ഞ് ആരും കോളർ പിടിക്കണ്ട. എന്തിനാ ക്രിസ്ത്യാനി ആയതെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം പറയാം. എന്തുകൊണ്ട് ക്രിസ്ത്യാനിയായി, എന്തുകൊണ്ട് ബൈബിൾ ചുമക്കുന്നു, ചോദ്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഇന്ന് രാത്രി അതിൻ്റെ മറുപടി പറയാനുള്ള നേരം അല്ലെങ്കിലും 1-2 വാചകങ്ങളിൽ പറഞ്ഞു വിടാം. ഷമീറെ, നീ എന്തുകൊണ്ട് ക്രിസ്ത്യാനിയായി, എന്തിനായി ബൈബിൾ ചുമക്കുന്നത് എന്നൊക്കെ ചോദിച്ചാൽ അഭിമാനത്തോടെ എനിക്ക് പറയാൻ ഒത്തിരി പ്രത്യേകത ഈ പുസ്തകത്തിനുണ്ട്. അതിൽ ഒന്നാമത്തെ പ്രത്യേകതയായിട്ട് ഞാൻ ഇങ്ങനെ പറയും, ഈ പുസ്തകം കഴിഞ്ഞ 22 വർഷമായി ചേർത്ത് പിടിച്ചുകൊണ്ട് നടക്കാൻ ഷമീർ അബ്ദുൽ സലാമിനെ പ്രേരിപ്പിച്ച ഒന്നാമത്തെ ഘടകമെന്ന് പറയുന്നത്, ഈ പുസ്തകത്തിൻ്റെ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള പുസ്തകം ഞാൻ വായിച്ചു നോക്കി. ഈ പുസ്തകത്തിൽ ഒരിടത്തും ഒരു പേപ്പറിലും ഒരൊറ്റ പേജിൽ പോലും ഈ പുസ്തകം മതം പഠിപ്പിക്കുന്നില്ല. ദൈവദാസന്മാർക്ക് ആമേൻ പറയാമോ? ഇതിനകത്ത് മതമുണ്ടോ ദൈവദാസന്മാരെ? ഇല്ല, ഇതിനകത്ത് മതം പഠിപ്പിക്കുന്നില്ല. ഇത് പരസ്യമായി ഈ ഉച്ചഭാഷണിയിലൂടെ ഈ മുട്ടച്ചൽ വെള്ളറുടെ ദേശം കേൾക്കുക പറയുന്നത്, ഈ പുസ്തകത്തിൽ എവിടെങ്കിലും ഒരു പേപ്പറിൻ്റെ അകത്ത് മതം പഠിപ്പിക്കുന്നുണ്ടെന്ന്, മതത്തിൽ ചേർക്കണമെന്ന് പഠിപ്പിക്കുന്നുണ്ടെന്ന്, മതം മാറ്റണമെന്ന് പഠിപ്പിക്കുന്നുണ്ട്, മതം സ്ഥാപിക്കണമെന്ന് പഠിപ്പിക്കുന്നുണ്ടെന്ന് ആരെങ്കിലും തെളിയിച്ചാൽ ഞങ്ങൾ ഈ പരിപാടി നിർത്താം. ഈ ഉലകത്തിൽ ഈ പുസ്തകത്തിൽ മതം പഠിപ്പിക്കാത്ത പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ. മതം പഠിപ്പിക്കുന്നില്ല. എന്നിട്ടും ചില ആളുകൾ പറയുന്നത് ഇത് മതം മാറ്റുന്ന പരിപാടിയാണ്. ഇന്നാളൊരു പെണ്ണുമ്പിള്ള പറഞ്ഞു,
ഇവിടെ കുറേ പെന്തിക്കോസ് ഉപദേശിമാരുണ്ട്, 500 രൂപയും കഞ്ഞിയും പയറും കൊടുത്ത് ഞങ്ങളുടെ ആളുകളെ മതം മാറ്റുന്നു ഒരു പെണ്ണുമ്പിള്ള പറഞ്ഞു. അങ്ങനെയാണ് ഇവർക്കൊരു 1000 രൂപയും ചിക്കൻ ഫ്രൈയും കൊടുത്ത് തിരിച്ചു കൊണ്ടുപോകൂടെ? എന്നാ വേണ്ടാത്ത? പിന്നല്ല, 500 രൂപയും കഞ്ഞിയും പയറും കൊടുത്ത് ഞങ്ങൾ ആരെങ്കിലും ഇങ്ങോട്ട് കൊണ്ടുവരുന്നെങ്കിൽ നിങ്ങളൊരു 1000 രൂപയും ചിക്കൻ ഫ്രൈയും കൊടുത്ത് കൊണ്ടുപോ. മുഴുത്ത ചിക്കൻ ജംഗ്ഷനിൽ ഇരിപ്പുണ്ടല്ലോ, നരകത്തിലെ കോഴി രാവും പകലും തീക്കകത്ത് കിടന്ന് ഇല്ലേ കറങ്ങുക. അപ്പോൾ നരകത്തിലെ കോഴി, മുഴുത്ത കോഴിയെ കാണിച്ച് 1000 രൂപ 2000, നിങ്ങളുടെ കയ്യിലല്ലോ പണമുള്ളത്, 2000 കൊടുത്ത് കൊണ്ടുപോക്കോ. വേണമെങ്കിൽ ഒരു സ്പെഷ്യൽ ഓഫർ ഞാൻ മുട്ടച്ചെലി കൊടുക്കാം, വിരോധമില്ലല്ലോ. ഒരു സ്പെഷ്യൽ ഓഫർ ഈ ഗ്രൗണ്ടിൻ്റെ അകത്ത് കുറച്ച് പേര് ഇരിപ്പുണ്ട്. നല്ല മുഴുത്തൊരു കോഴിയെയും 1000 രൂപയും കാണിച്ച് ഇതിൻ്റെ അകത്തുനിന്ന് നിങ്ങൾക്കൊരു 50 എണ്ണത്തെ കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ കൊണ്ടുപോക്കോ. പിണക്കമുണ്ടോ? കൊണ്ടുപോക്കോ 50 100 കൊണ്ടുപോക്കോ. അതിൻ്റെ പേരിൽ നാളെ മുട്ടച്ചലിൽ ഒറ്റ പാസ്റ്റർമാരും ട്രാൻസ്പോർട്ടിന് കല്ലെറിയത്തില്ല, ഹർത്താൽ പ്രഖ്യാപിക്കത്തില്ല, കൊടി പിടിക്കത്തില്ല, മുണ്ടും മടക്കി കുത്തി തെറി വിളിക്കത്തില്ല, ഗുണ്ടാപ്പണിക്ക് ഇറങ്ങത്തില്ല. ഞങ്ങൾ അഭിമാനത്തോടെ പറയുന്നു, കൊണ്ടുപോക്കോ. ഒരു 100 എണ്ണത്തെ ഇതിൻ്റെ അകത്തും നിങ്ങൾക്ക് കൊണ്ടുപോകാനൊക്കെ കൊണ്ടുപോക്കോന്ന് ഞങ്ങൾക്കൊരു പിണക്കവും ഇല്ല. പക്ഷേ അത് കഴിയുമ്പോൾ ഒരു ന്യൂനപക്ഷം ഇതിൻ്റെ അകത്ത് ശേഷിക്കും. ആ ന്യൂനപക്ഷത്തിൻ്റെ കഴുത്തേലോട്ട് കത്തി വെച്ചിട്ട് യേശുവിനെ തള്ളി പറയാൻ പറഞ്ഞാൽ അറുത്തിടുന്ന കഴുത്ത് നിലത്ത് കിടന്ന് 2 മിനിറ്റ് പ്രസംഗിക്കും. മറ്റൊരുത്തനും രക്ഷയില്ല. മാനവജാതിക്ക് രക്ഷ പ്രാപിപ്പാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശുക്രിസ്തു എന്ന ഏകനാമമല്ലാതെ മറ്റൊരു നാമമില്ലെന്ന് 2 മിനിറ്റ് പ്രസംഗിച്ചിട്ട് തല അവിടെ അവസാനിക്കത്തുള്ളൂ. അവരാരും കഞ്ഞിക്കും പയറിനും വേണ്ടി ഇറങ്ങി തിരിച്ചതല്ല, മരണത്തിൻ്റെ അപ്പുറത്തൊരു ജീവിതമുണ്ടെന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കി യേശുക്രിസ്തു എന്ന സത്യദൈവത്തെ വിശ്വസിച്ചിറങ്ങി വന്നവരാണ്. ആമേൻ. അതുകൊണ്ട് തെറ്റിദ്ധാരണകൾ മാറ്റണം. ഈ പുസ്തകം മതം പഠിപ്പിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ അഭിമാനത്തോടെ ഇത് പ്രസംഗിക്കുന്നത്. ഇനി ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഇഷ്ടം പോലുണ്ട്, നേരമില്ല, വിഷയം അതല്ലാത്തത് കൊണ്ട് കിടക്കുന്നില്ല. ഈ പുസ്തകം ഒരു പ്രവചന ഗ്രന്ഥമാണ് അല്ലേ? എന്ന് പറഞ്ഞാൽ ഈ പുസ്തകത്തിൽ എഴുതപ്പെടാത്തതൊന്നും ലോകത്തിൽ ഇന്നുവരെ സംഭവിച്ചിട്ടില്ല, ഇനി സംഭവിക്കത്തുമില്ല. സകലതും ഇതിൻ്റെ അകത്ത് ദൈവാത്മാവിൽ പ്രവചിക്കപ്പെട്ട് കിടക്കുക. അതുകൊണ്ടാണ് ചില ആളുകൾ പറഞ്ഞു 2018 ലോകാവസാനം. എല്ലാവരും പറഞ്ഞു വല്ലതൊക്കെ മേടിച്ച് തിന്നോ, തീരാൻ പോവാന്ന് പറഞ്ഞു. അവസാനിച്ചോ? ഇല്ല. അപ്പോൾ പറഞ്ഞു പിന്നെ 20 അവസാനിക്കും, അവസാനിച്ചില്ല. 22 അവസാനിക്കുമെന്ന് പറഞ്ഞു, ഇല്ല. പിന്നെ ഇപ്പോൾ 24 അല്ലേ? എന്നാൽ പ്രാർത്ഥിക്കുന്ന ദൈവ കുഞ്ഞുങ്ങൾക്കറിയാം ഇപ്പോഴൊന്നും ഇത് തീരത്തില്ല. അതിനു മുമ്പ് ഈ ലോകം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്തതും മേലാൽ കാണാത്തതുമായൊരു മഹാസംഭവം ഇവിടെ നടക്കും. ഈ വാനമേഘ കാഹളനാദം മുഴക്കിക്കൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവ് സംഭവിക്കും. പ്രാർത്ഥിക്കുന്ന ദൈവ കുഞ്ഞുങ്ങൾ കർത്താവിനോടുകൂടെ എടുക്കപ്പെടുന്ന ഒരു മഹാസംഭവം ഇവിടെ നടക്കണം. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ലോകാവസാനം. ഹല്ലേലൂയ. അങ്ങനെ സകലതും പ്രവചിക്കപ്പെട്ട പ്രവചന ഗ്രന്ഥമാണ് വിശുദ്ധ ബൈബിൾ. ആമേൻ. അതുകൊണ്ട് ദൈവകുഞ്ഞുങ്ങൾ ഈ പുസ്തകം ചേർത്ത് പിടിച്ച് നടക്കുന്നത്. നാളെ ഒരു പള്ളിയിൽ അച്ഛൻ പെന്തിക്കോസുകാരോട് വലിയ താല്പര്യമില്ലാത്ത അച്ഛനാണ്. അതുകൊണ്ട് പുള്ളി ദൈവകുഞ്ഞുങ്ങളെ ഒന്ന് കുത്താൻ വേണ്ടി പുള്ളി കുഞ്ഞാടുകളോട് പറഞ്ഞു, ഈ പെന്തിക്കോസുകാർ എന്തോ പറഞ്ഞാലും ഉടനെ എന്തെടുത്തോണ്ട് വരും? ബൈബിള് എടുത്തോണ്ട് വരും. ബൈബിളിലുണ്ടോ എന്ന് ചോദിച്ചോണ്ട് വരും. എന്നിട്ട് ഈ പുള്ളി ഇങ്ങനെ ചിരിച്ചോണ്ട് പറയുക, സത്യത്തിൽ യവന്മാർക്ക് ഈ ബൈബിള് കൊടുത്തതേ ഞങ്ങളാണ്. ആര്? ഞങ്ങളുടെ പിതാക്കന്മാർ. പുള്ളി ഉള്ള കാര്യമാണ് പറഞ്ഞേ, നിങ്ങളെന്നെ പിണങ്ങുന്ന ഉള്ളതാ പറഞ്ഞു. ഞങ്ങളുടെ പിതാക്കന്മാരാണ് ഇന്ന് കാണുന്ന നിലയിൽ ഈ പുസ്തകം അങ്ങോട്ട് കൊടുത്തതെന്ന്. അതിന് പുള്ളി പറഞ്ഞ ഒരല്പം ചരിത്രം ഞാൻ നിങ്ങളോടൊന്ന് ആവർത്തിക്കുക. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: പണ്ട് കാലത്ത് അപ്പോസ്തലന്മാരുടെ കാലം മുതൽ ഇങ്ങോട്ട് ആമേൻ ജനത്തിൻ്റെ ഇടയിൽ ഒരു ആശയക്കുഴപ്പങ്ങളുണ്ടായി. എന്താ ആശയക്കുഴപ്പം? ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ ചുരുളുകളൊക്കെ അപ്പോസ്തലന്മാരുടെ കരങ്ങളിൽ ലഭിച്ചു എങ്കിലും പരീശന്മാരുടെ കള്ളയെഴുത്തുകളും അതോടൊപ്പം ദുരുപദേശങ്ങളും അതോടൊപ്പം മാനുഷിക ഉപദേശങ്ങളും ഒക്കെ കൂടിക്കലർന്ന് ജനത്തിന് ദൈവത്തിൻ്റെ വചനം ഏതാ, മനുഷ്യൻ്റെ കൽപ്പന ഏതാ, ദുരുപദേശം ഏതാ, കള്ളയെഴുത്ത് ഏതാന്നൊക്കെ തിരിച്ചറിയാൻ കഴിയാതെ ഒരാശയക്കുഴപ്പമുണ്ടായ കാലഘട്ടത്തിൽ ഞങ്ങളുടെ പിതാക്കന്മാർ, സഭാപിതാക്കന്മാർ സുനഹദോസ് വിളിച്ചു കൂടി. ഉള്ളതല്ലേ? സുനഹദോസ് കൂടിയിട്ട് അവർ ചിന്തിച്ചു, പ്രാർത്ഥിച്ചു, ദൈവാത്മാവിനോട് നിയോഗം ചോദിച്ചിട്ട് ഈ കള്ളയെഴുത്തുകളും ദുരുപദേശങ്ങളും മാനുഷിക നിയമങ്ങളെല്ലാം എടുത്ത് കളഞ്ഞിട്ട് അങ്ങനെ തള്ളിക്കളയേണ്ടതെല്ലാം ഏതാണെന്നും
കൈക്കൊള്ളേണ്ടത് ഏതാണെന്നും അവർ പ്രാർത്ഥിച്ച് ദൈവാലോചന പ്രാപിച്ച് കള്ളത്തരങ്ങളും പൊള്ളത്തരങ്ങളും ദുരുപദേശങ്ങളും അങ്ങനെ മാനുഷിക നിയമങ്ങളെല്ലാം എന്ത് ചെയ്തു? തള്ളി. എന്ത് ചെയ്തു? പറഞ്ഞേ, തള്ളി. എന്നിട്ട് ദൈവത്തിൻ്റെ അരുളപ്പാട് മാത്രം അവർ കൊണ്ടു. അപ്പോൾ തള്ളേണ്ടത് തള്ളി, കൊള്ളേണ്ടത് കൊണ്ട് ഇന്ന് കാണുന്ന നിലവാരത്തിൽ ഈ ഒരു പുസ്തക രൂപത്തിൽ ഞങ്ങളുടെ പിതാക്കന്മാരാണ് കുത്തിക്കെട്ടി നിങ്ങളുടെ കയ്യിലോട്ട് ഈ പുസ്തകം തന്നത് എന്ന് അച്ഛൻ പറഞ്ഞു. ഇത് കേട്ട് കുഞ്ഞാടുകളെല്ലാം സന്തോഷത്തോടെ ഹല്ലേലൂയ പറഞ്ഞു. നമുക്കും ഒരു ഹല്ലേലൂയ പറയാം. പറഞ്ഞേ, സന്തോഷം. കാര്യം ഞങ്ങൾക്കും അതിൽ പിണക്കമൊന്നുമില്ല. പക്ഷേ അതിനോട് ചേർത്ത് ഞാൻ ഒരു കാര്യം കൂടെ അങ്ങ് പൂരിപ്പിക്കാൻ പോവുക. അങ്ങനെയാണെങ്കിൽ അച്ഛൻ്റെ ഭാഷയിൽ അച്ഛൻ്റെ വ്യാഖ്യാനം അനുസരിച്ച് ഒരു കാര്യം ഉറപ്പാണ്, ഇന്ന് ഈ പുസ്തകത്തിൽ തള്ളേണ്ടതൊന്നുമില്ല, കൊള്ളേണ്ടത് മാത്രമേ ഉള്ളൂ. ശരിയല്ലേ? ഞാനല്ല പറഞ്ഞ, അച്ഛൻ പറഞ്ഞ കാര്യമാണ് അല്ലേ? തള്ളേണ്ടതെല്ലാം അവരെന്ത് ചെയ്തു? തള്ളി. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തേ ഉള്ളൂ? കൊള്ളേണ്ടത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ദൈവമക്കൾ എന്ത് പറഞ്ഞാലും ഇത് എടുത്തുകൊണ്ട് വരുന്നത്. പിടികിട്ടിയോ? അപ്പം ഇനി ഇവിടെ സംസാരിക്കാൻ പോകുന്ന ദൈവവചനമെല്ലാം തള്ളേണ്ടതാണോ കൊള്ളേണ്ടതാണോ? പുസ്തകത്തിലുള്ളതാണെങ്കിൽ അത് തള്ളേണ്ടതല്ല, അത് കൊള്ളേണ്ടതാണ്. അതുകൊണ്ട് നമുക്ക് ആ വേദഭാഗം അല്പം ഒന്ന് ധ്യാനിക്കാം. ആ വേദഭാഗം ആരോട് ഏത് പശ്ചാത്തലത്തിൽ പറഞ്ഞതാണെന്ന് ഒന്ന് ധ്യാനിക്കാം. അതിന് 14-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. വേഗത്തിൽ കൊണ്ടുവന്നാട്ടെ. വായിച്ചേ കുഞ്ഞെ, ഉറക്കെ. അപ്പോസ്തലപ്രവൃത്തി 14:1 മുതൽ വായിച്ചാട്ടെ. ഇക്കോന്യയിൽ അവർ ഒരുമിച്ച് യഹൂദന്മാരുടെ പള്ളിയിൽ ചെന്ന്. ഒന്ന് ശ്രദ്ധിച്ചോണേ. ഞാൻ ഈ ഒത്തിരി ബഹളമുണ്ടാക്കി കാറി കൂവുന്ന ആളല്ല. ഒരു കൊച്ചു കുട്ടിക്ക് പോലും മനസ്സിലാകണമെന്ന നിലയിലാണ് ഞാൻ സംസാരിക്കുന്നത്. അതുകൊണ്ട് ഒന്ന് വിശദമാക്കി പറഞ്ഞു തരാം. നിങ്ങൾ തിരുവെഴുത്തിലുണ്ടോ എന്ന് നോക്കണം. ഒരു കാര്യം, ഞാൻ CSIക്കാരോ മർത്തോമാക്കാരോ യാക്കോബക്കാരോ ഓർത്തഡോക്സുകാരോ ഒക്കെ ഇത് കേൾക്കുന്നെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം, ഇനിയിപ്പം തിരുവെഴുത്തിൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പുസ്തകത്തിൽ ഇല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന പാസ്റ്റർമാർ പറഞ്ഞാലും ചെയ്യരുത്. മനസ്സിലായോ? പുസ്തകത്തിലുള്ളതാണോ എന്ന് പരിശോധിക്കണം, അങ്ങനെ തന്നെ ആണോ എന്നും പരിശോധിക്കണം, എന്നിട്ട് സ്വീകരിക്കാവൂ. അങ്ങനെ സ്വീകരിക്കാതെ ഇരിക്കുമ്പോഴാണ് ഈ പാസ്റ്റർമാരെന്ന ലേബലിൽ നിൽക്കുന്ന ചില വട്ടന്മാർ പല വിഡ്ഢിത്തരങ്ങളും വിളിച്ച് പറയുമ്പോൾ ജനം വിചാരിക്കും ഇതെല്ലാം പെന്തിക്കോസാന്ന്. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് ഇപ്പോൾ വല്ലാത്ത കാലത്താണ് നിൽക്കുന്നതെന്ന് സുവിശേഷം പറയാൻ ഒക്കുന്നില്ലെന്ന് ചില ക്ഷുദ്രജീവികൾ ഇറങ്ങിയിട്ടുണ്ട്. അത് ഞാൻ പിന്നാലെ പറയാം. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചു വായിക്കണം. പുസ്തകത്തിലുള്ളത് തന്നെയാണോ എന്ന് നോക്കിക്കോണം. വായിച്ചു. ഇക്കോന്യ എന്ന് പറഞ്ഞ ഒരു പട്ടണം, വെള്ളറടയെന്നോ തിരുവനന്തപുരം എന്നോ കാട്ടാക്കട എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ഇക്കോന്യ എന്ന് പറയുന്ന ഒരു പട്ടണത്തിൽ കർത്താവിൻ്റെ ശിഷ്യന്മാരാകുന്ന അപ്പോസ്തലന്മാർ ഒരുമിച്ച് കൂടി. എന്നിട്ട് ഞങ്ങളൊക്കെ ജനിച്ചതേ ക്രിസ്ത്യാനിയാണോ എന്ന് ഇവിടുത്തെ ക്രിസ്ത്യാനികളെ പോലെ പാരമ്പര്യം പറയുന്ന യഹൂദൻ്റെ പള്ളിക്കകത്ത് കയറി ഏകരക്ഷകൻ യേശുക്രിസ്തുവാണെന്ന് പ്രസംഗിച്ചു. അപ്പോൾ എന്ത് സംഭവിച്ചു? വായിച്ചോ. യഹൂദന്മാരിലും യവനന്മാരിലും വലിയൊരു പുരുഷാരം വിശ്വസിപ്പാൻ തക്കവണ്ണം സംസാരിച്ചു. അപ്പൊ എന്ത് സംഭവിച്ചു? വിശ്വസിക്കാത്ത യഹൂദന്മാരോ. അപ്പൊ ഇതൊന്നും വിശ്വസിക്കാൻ പറ്റാത്ത കുറച്ച് പാരമ്പര്യ യഹൂദന്മാർ അവിടെ നിൽപ്പുണ്ടായിരുന്നു. അവരെന്ത് ചെയ്തു? ജാതികളുടെ മനസ്സ് സഹോദരന്മാരുടെ നേരെ ഇളക്കി വഷളാക്കി. അപ്പൊ ഇതൊന്നും വിശ്വസിക്കാൻ പറ്റാത്ത കുറച്ച് പാരമ്പര്യക്കാർ അവിടെ ഉണ്ട്. അപ്പൊ അവർക്ക് നേരിട്ട് എതിർക്കാൻ വയ്യ. അപ്പൊ എന്ത് ചെയ്തു? മറ്റുള്ള ആളുകളെ ഇളക്കി മൂപ്പിച്ച് വിട്ടെന്ന്. അതാ ഇന്ന് നടക്കുന്ന പണി. നമ്മളെ കാണുമ്പോൾ പറയും, പാസ്റ്ററെ പ്രൈസ് ദി ലോർഡ്, നല്ല കൺവെൻഷൻ ആയിരുന്നു കേട്ടോ. എന്നിട്ട് അപ്പുറത്തോട്ട് മാറി ഇന്നല്ല കള്ള് കുടിച്ച് നിൽക്കുന്നവനെ മൂപ്പിക്കും. അവന്മാർ പറയുന്ന കേട്ടോടാ. അപ്പോൾ ഈ മൂപ്പിക്കൽ പണ്ടേ ഉള്ളതാ. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ വിശ്വസിക്കാൻ പറ്റാത്തവന്മാർ എന്ത് ചെയ്തു? അവിടെയുള്ള ജാതികളെ മൂപ്പിച്ചു ദൈവദാസന്മാരുടെ നേരെ ഇളക്കി വഷളാക്കി. അടുത്ത വാക്ക്. എന്നാൽ അവർ വളരെ കാലം അവിടെ പാർത്ത് കർത്താവിൽ ആശ്രയിച്ച് പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചുകൊണ്ടിരുന്നു. ഇന്ന് രാത്രി ദൈവദാസന്മാരോട് പറയാം, ആമേൻ, അങ്ങനെ മൂപ്പിക്കലൊന്നും കണ്ട് ഓടുന്നവരല്ല പരിശുദ്ധാത്മാവ് അകത്തുള്ള ദൈവദാസന്മാര്. അവർ വളരെ കാലം അവിടെ തന്നെ പാർത്ത് ആമേൻ പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചു. ദൈവദാസന്മാർ കേട്ടോണം, ഞാൻ ഈ ഉള്ള കാര്യം പറയുമ്പം ചിലർക്ക് ഇഷ്ടപ്പെടുകയില്ല. അതുകൊണ്ട് പിണങ്ങിയില്ലേലും പറയുന്നത് ഉള്ള കാര്യമായിരിക്കും. പരിശുദ്ധാത്മാവ് അകത്തുള്ളവൻ്റെ കാര്യമായി പറഞ്ഞ് അവർ ഈ മൂപ്പിക്കലും ഓലപ്പാമ്പും ഒന്നും കണ്ടു ഓടിയല്ല. അവരവിടെ തന്നെ പാർത്ത് വളരെ കാലം പ്രസംഗിച്ചു. അടുത്ത വാക്ക്. അവൻ തന്റെ കൃപയുടെ ദൈവം കൃപയുടെ വചനത്തിന് സാക്ഷി നിന്ന് അവരുടെ കയ്യാൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുവാൻ വരം നൽകി. ദൈവം അവരോട് കൂടെ ഇരുന്നു. അടുത്ത വാക്ക്.
എന്നാൽ പട്ടണത്തിലെ ജനസമൂഹം ഭിന്നിച്ചു. അവിടെ ഒരു ഭിന്നതയുണ്ടായി. എന്നിട്ട് ചിലർ യഹൂദന്മാരുടെ പക്ഷത്തിലും ചിലർ അപ്പോസ്തലന്മാരുടെ പക്ഷത്തിലുമായി. അപ്പൊ ജനം രണ്ടു പക്ഷമായി. ഒരു കൂട്ടം പറഞ്ഞു ഈ ദൈവദാസന്മാർ പ്രസംഗിക്കുന്നത് ശരിയാണ്, അവർ വിളിച്ചു പറയുന്നത് സത്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടം ആളുകൾ ദൈവദാസന്മാരുടെ പക്ഷത്ത് കയറി. മറ്റു ചില ആളുകൾ പറഞ്ഞു ഇതൊക്കെ ചുമ്മാ പറയുന്നതാണ്, അന്നും ഇന്നും ഉണ്ടല്ലോ രണ്ട് പക്ഷം, അമ്മയെ തല്ലിയാലും രണ്ട് പക്ഷം എന്ന് പറഞ്ഞ പോലെ ആമ രണ്ടു പക്ഷമായി തിരിഞ്ഞു. അടുത്ത വാക്ക്, അവരെ അപമാനിപ്പാനും ദൈവദാസന്മാരെ അപമാനിക്കാനും കല്ലെറിയുവാനും ജാതികളും യഹൂദന്മാരും ചേർന്ന് അവിടുത്തെ പ്രമാണിമാരും കൂടെ കൂട്ടി ഒരു അക്രമം ഭാവിച്ചപ്പോൾ, ഒരു അക്രമം ഭാവിച്ചപ്പോൾ ഞാൻ ഇവിടെ ഇരിക്കുന്ന ദൈവ കുഞ്ഞുങ്ങളോടും ദൈവദാസന്മാരോടും ചോദിക്കുന്നു, അവരെ അപമാനിക്കാനും കല്ലെറിയാനും ആക്രമിക്കാനും തുനിഞ്ഞു. ചോദിക്കട്ടെ, ആരെ? ഉത്തരം പറ. ആരെ? വല്ലോ മനസ്സിലാവുന്നുണ്ടോ എന്ന് നോക്കണമല്ലോ, ചുമ്മാ ഇരുന്നാൽ ഒക്കത്തില്ല. ആരെ? ഒന്നും പിടി കിട്ടിയില്ല, ഇങ്ങനെ ഇരിക്കുക. ആരെ അപമാനിക്കാൻ, ആരെ കല്ലെറിയാൻ? പറ. കർത്താവായ യേശു ക്രിസ്തുവിങ്കിൽ നിന്നും പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ച് സത്യവചനം യഥാർത്ഥമായിട്ട് പ്രസംഗിക്കുന്ന തൻ്റെ ശിഷ്യന്മാർക്ക് കിട്ടിയ ട്രോഫിയുടെ കാര്യമല്ലേ ഈ പറയുന്നത്? ആണോ? ദൈവദാസന്മാരെ ആണോ? എന്നാ ഉറപ്പിച്ചോ, കർത്താവിൻ്റെ വേല യഥാർത്ഥമായി ചെയ്യുന്ന ദൈവദാസന്മാർക്ക് അന്ന് ഇന്നും കിട്ടുന്ന ട്രോഫി ഇത് തന്നെയാ. അപമാനം, കല്ലേറ്, അക്രമം. അല്ലാതെ ഉടായ്പ് കാണിക്കുന്നവർക്ക് ഇതൊന്നുമില്ല. ഉണ്ടോ? തങ്കൂനുണ്ടോ? താരൂനുണ്ടോ? പറ. എന്നാ നിങ്ങൾക്ക് പേടി? ഇല്ല, പിന്നെ ഉണ്ടോ? ഉടായ്പ് കാണിക്കുന്നവന്മാർക്ക് അപമാനം. നിങ്ങൾ പറ, അപമാനം ഉണ്ടോ? ഇവിടെ സാധുക്കളായ ദൈവദാസന്മാരിരിപ്പുണ്ട്, എന്തോരം അപമാനവും നിന്നയും പരിഹാസവും സഹിച്ച് ഒരാത്മാവിനെ നേടാൻ ട്രാക്ടമെടുത്ത് സുവിശേഷം പറഞ്ഞ് റോഡ് നീളെ അലഞ്ഞ് കവലയിൽ പരസ്യയോഗം നടത്തി എന്തോരം കഷ്ടം അനുഭവിച്ച് വേല ചെയ്യുന്ന ദൈവദാസന്മാർ ഇവിടെ ഉണ്ട്. അവരാണ് അപമാനം സഹിക്കുന്നത്, അവരാണ് നിന്ന സഹിക്കുന്നത്, അവരാണ് തല്ലുകൊള്ളുന്നത്, അവരാണ് വേദനപ്പെടുന്നത്, അവരാണ് ഉപവസിക്കുന്നത്, അവരാണ് പ്രാർത്ഥിക്കുന്നത്, അവരാണ് ആത്മാക്കൾക്ക് വേണ്ടി കരയുന്നത്. മേടയിലിരുന്ന് വിഡ്ഢിത്തരം വിളിച്ചു പറയുന്ന ഒരുത്തനും ഈ പറയപ്പെട്ട ട്രോഫി ഒന്നും മേടിക്കുന്നില്ല. ഉണ്ടോ പാർഷേ? ഇതൊക്കെ സത്യസന്ധമായി നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന വസ്തുതകളാണ്. മേടയിലിരുന്ന് വിഡ്ഢിത്തരം വിളിച്ചു പറയുന്ന ചേച്ചിയുടെ മുടിയിൽ കഷണ്ടിയിൽ ഇപ്പോൾ മുടി കിളിർക്കുകയാണ്. യേശു ഇപ്പം ചേച്ചിയുടെ പല്ലിൻ്റെ പോടടയ്ക്കുക. ഇങ്ങനെ വിവരക്കേട് വിളിച്ചു പറയുന്ന ക്ഷുദ്രജീവികൾക്കൊക്കെ ഈ വിഷയങ്ങളുണ്ടോ? പറ. കർത്താവിനെ വെറും കൊട്ടൻ ചുക്കാതിക്കാരനാക്കി മാറ്റുന്നു. നടുവേദന, പല്ലുവേദന, ഉളുക്ക്, പിരിപ്പ്, തരിപ്പെന്ന് പറയുന്ന കൊട്ടൻ ചുക്കാതിക്കാരനാക്കി കർത്താവിനെ മാറ്റി ജനത്തിൻ്റെ മുമ്പിൽ വികലമാക്കി അവതരിപ്പിച്ച് സുവിശേഷത്തെ ജനങ്ങളുടെ ഇടയിൽ വെറുപ്പുളവാക്കി വിവരക്കേടുകൾ വിളിച്ചു പറയുന്ന ഈ ക്ഷുദ്രജീവികളൊന്നും പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ച കർത്താവിൻ്റെ ശിഷ്യന്മാരല്ല. ഞാൻ 10, 12, 15 വർഷമായി ഞാൻ ഈ തിരുവനന്തപുരത്ത് ഇതേപോലെ പ്രസംഗിക്കാൻ തുടങ്ങി. അന്ന് എന്നെ കൊല്ലാൻ നടന്ന പാഷന്മാരുണ്ട്, പാഷന്മാർ. ഇപ്പം വിളിച്ചിട്ട് പറയാം, നിങ്ങൾ പറഞ്ഞായിരുന്നു, ഇപ്പോഴാണോ ബോധം വന്നേ? ഞാൻ അന്നും പറഞ്ഞു, ഈ ദൈവമക്കളുടെ ഇടയിൽ നിന്ന് നെയ്യാറ്റിൻകര മുനിസിപ്പൽ സ്റ്റേഡിയത്തിലും പഞ്ചായത്ത് ഗ്രൗണ്ടിലും ഈ വെള്ളറടയ്ക്കകത്ത് യഹോവ ഇരേ സഭയുടെ കൺവെൻഷനും വന്ന് സഞ്ചിക്കകത്ത് സ്വോത്ര കാഴ്ച കെട്ടി പൊതിഞ്ഞ് വാരിക്കൊണ്ടോടി കൊണ്ടുവന്ന രോഗികളെ തിരിഞ്ഞു പോലും നോക്കാതെ പോയ സജിത്തിനെയൊക്കെ ഞാൻ പരസ്യമായി ഇതുപോലെ പറഞ്ഞ വേദി സുഗരാജ് ബ്രദർ ഉണ്ടായിരുന്നിട്ടില്ലേ? ഉണ്ട്. അന്നൊക്കെ പറയുക, അയ്യോ നിങ്ങൾ ദൈവദാസന്മാർ എന്ത് ചെയ്യരുത്, അയ്യോ ഒന്നും പറയരുത്. എടാ, യവൻ കള്ളനാന്ന് വർഷങ്ങളോളം പറഞ്ഞിട്ട് മനസ്സിലായില്ല. അവസാനം തിരുവനന്തപുരത്തുകാരെ പറ്റിച്ച് അവൻ കത്തോലിക്ക് പോയി. എന്നാ വേണ്ടാതെ? ഇപ്പം ഈ നിങ്ങളെ മനസ്സിൽ ഭരിക്കുന്ന ചിന്ത എന്തെന്നറിയാമോ? അയ്യോ പാസ്റ്ററെ, നമ്മളിതൊക്കെ പബ്ലിക്കിൽ, എൻ്റെ ദൈവമക്കളെ, ഇനിയുള്ള കാലം, പണ്ട് പെട്ടിക്കടയിലിരുന്ന് വിശേഷങ്ങൾ പറഞ്ഞ കാലമല്ലിത്. ഒരു മൊബൈലിൻ്റെ അകത്ത് ഒരു വിരൽ കുത്തിയാൽ ലോകത്ത് നടക്കുന്ന മുഴുവൻ കാര്യങ്ങളും പൊതുജനം കണ്ടും കേട്ടിരിക്കുന്ന കാലമാണ്. അപ്പം ഇനിയുള്ള കാലം ദൈവത്തിൻ്റെ അഭിഷിക്തന്മാരെ പരസ്യമായി പറയാനുള്ള ആർജവം കാണിക്കണം. ഇത്തരം ക്ഷുദ്രജീവികളുമായി ഞങ്ങൾക്കൊരു ബന്ധവുമില്ല. എന്നാലേ ഇനി സുവിശേഷ വേല നടക്കൂ. അത് പറയണ്ടേ? നിങ്ങൾ ഈ പറയുന്നവരുടെ വായടയ്ക്കാതെ തൻ്റെ ഇടത്തോടെ ദൈവദാസന്മാർ പറയണം. ഒരു വീട്ടിൽ സുവിശേഷം പറയാൻ അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ ഈ ക്ഷുദ്രജീവികളുടെ വീഡിയോ എടുത്ത് നമ്മളെ കാണിച്ചിട്ട്, കണ്ടോ ഇവന്മാരെല്ലാം കള്ളന്മാരെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പറയാൻ കഴിയണം, ഞങ്ങൾക്ക് ഇത്തരം കീടങ്ങളുമായി ഒരു ബന്ധവും. ആമേൻ. അതുകൊണ്ട് സത്യസന്ധമായി കർത്താവിൻ്റെ വേല ചെയ്യുന്ന അഭിഷിക്തന്മാരോട് ഞാൻ പറയാം, സുവിശേഷ വേല പട്ടുമെത്തയുടെ അനുഭവമല്ല.
നമുക്ക് കിട്ടുന്ന ട്രോഫി അപമാനവും കല്ലേറും അക്രമവും നിന്ദയും പരിഹാസമൊക്കെ ആയിരിക്കുമെങ്കിലും ഇതിനെല്ലാം കടന്ന് കർത്താവിൻ്റെ സന്നിധി നിൽക്കുന്ന ഒരു സമയമുണ്ട്. നാം കിരീടങ്ങളെ പ്രാപിക്കുന്ന ഒരു ദിവസമുണ്ട്. നാം പ്രതിഫലങ്ങളെ പ്രാപിക്കുന്ന ഒരു ദിവസമുണ്ട്. മാനത്തോടെ തല ഉയർത്തി നിൽക്കുന്ന ഒരു ദിനം മുന്നിലുണ്ട്. ദൈവദാസന്മാരെ, മടുത്തു പോകണ്ട. പ്രത്യാശയോടെ പ്രതീക്ഷയോടെ കർത്താവിൻ്റെ വേലയിൽ മുന്നോട്ട് പോവുക. ആമേൻ. അതുകൊണ്ട് ദൈവദാസന്മാരെ കല്ലെറിയുവാനും അപമാനിക്കാനും, കണ്ടോ, ഇന്ന് നിങ്ങൾ ഒന്ന് സെൻസർ ചെയ്ത് നോക്ക്. ഞാൻ ഈ പറയുന്ന കാര്യം ഒന്ന് സെൻസർ ചെയ്ത് നോക്ക്. ഇന്ന് കേരളത്തിൽ അപമാനമേൽക്കുന്ന ദൈവദാസന്മാരുടെ ലിസ്റ്റ് എടുത്ത് നോക്ക്. എല്ലാം കർത്താവിന് വേണ്ടി നെഞ്ചും നെറ്റിയും കൊടുത്തു നിൽക്കുന്ന ദൈവദാസന്മാരെ തെരഞ്ഞു പിടിച്ച, അല്ലേ? കാവാലത്ത് അനീഷ് കാവ ഒരു ആയുസ് മുഴുവൻ കർത്താവിൻ്റെ വേല ചെയ്യാൻ ഇറങ്ങിത്തിരിച്ച് ഒരു അന്യമതത്തിൽ നിന്ന് വന്ന് ഒരു ആയുസ് മുഴുവൻ അമ്പലത്തിൽ പാടി നടന്ന് കർത്താവിൻ്റെ വേല ചെയ്യാൻ ഇറങ്ങി നടക്കുമ്പോൾ കറ തീർത്ത് ധൈര്യത്തോടെ സുവിശേഷം പറയുന്ന ഇങ്ങനെയുള്ള ദൈവദാസന്മാരെ തെരഞ്ഞു പിടിച്ച് ആക്രമിക്കുക. നിങ്ങൾ മനസ്സിലാക്കണം, ഇതൊക്കെ കർത്താവിൻ്റെ പിന്നാലെ യഥാർത്ഥമായി ഇറങ്ങുന്നവർക്ക് കിട്ടുന്ന ട്രോഫി ഇതാ. എനിക്കിതൊന്നും വിഷയം, നിനക്ക് സൗകര്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി എന്ന് പറയും. ഞാൻ പ്രസംഗിക്കാൻ വേണ്ടി അയ്യോ എന്നെ ഒന്ന് വിളിക്കാച്ചാ. ജോസ് പാസ്റ്ററുമായിട്ട് വർഷങ്ങളുടെ ബന്ധം ഇന്ന് വരെ ഒരു കോള് വിളിച്ചിട്ട് നിങ്ങൾ നമ്മളെ ഒന്നും ഇപ്പോൾ ഓർക്കാറില്ലയോ, ഒരു മീറ്റിങ്ങിനൊന്നും അങ്ങനെ വല്ലതും ചോദിച്ചിട്ടുണ്ടോ? ഇവിടെ ഇരിക്കുന്ന ഒരാളെയും ഷെലിൻ ജോസ് പാസ്റ്ററൊക്കെ വർഷങ്ങളുടെ സാംപാസ്റ്റർ ഒട്ടുമിക്ക യോഗത്തിന് ഈ തിരുവനന്തപുരത്ത് തന്നെ പ്രസംഗിക്കാൻ വിളിച്ചിട്ടുള്ള ദൈവദാസനാ. കാണുമ്പോൾ ഉള്ള സ്നേഹമല്ലാതെ വിളിച്ചിട്ട് എന്നെ ഒന്ന് ഓർക്കണം കേട്ടോ, ഞാനിവിടെയൊക്കെ ഉണ്ട്. വിളിച്ച ദൈവമാണെങ്കിൽ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ഈ കേരളത്തിൽ കവലകളുള്ള കാലത്തോളം എനിക്ക് പ്രസംഗത്തിന് ഒരു മുട്ടും വരുത്തില്ല. പക്ഷെ പ്രസംഗിക്കുന്നെങ്കിൽ സത്യവചനം യഥാർത്ഥമായി പ്രസംഗിക്കണം. അതുകൊണ്ട് വിളിച്ചു പറയാം, അവരെ ആക്രമിക്കാനും അപമാനിക്കാനും കല്ലെറിയുവാനും ജനം ഭാവിച്ചപ്പോൾ ദൈവദാസന്മാർ അത് മനസ്സിലാക്കി. എന്നിട്ട് അവർ പറഞ്ഞു, അക്രമത്തിൻ്റെ മാർഗം നമുക്ക് ഇല്ല, അക്രമത്തിൻ്റെ മാർഗം നമുക്കില്ല. അതുകൊണ്ട് മുട്ടച്ചൽ ദേശത്തോട് അഭിമാനത്തോടെ വിളിച്ചു പറയാം, പ്രാർത്ഥിക്കുന്ന ദൈവ കുഞ്ഞുങ്ങൾ അക്രമത്തിൻ്റെ വക്താക്കളല്ല. ഇല്ല, പ്രാർത്ഥിക്കുന്നവനെ കൊണ്ട് ദേശത്ത് പൊതുസമൂഹത്തിന് പോലീസിനൊന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല. യഥാർത്ഥമായി ദൈവത്തെ വിശ്വസിക്കുന്നവൻ അക്രമത്തിൻ്റെ പരിപാടിയില്ല. പാസ്റ്ററെ, നമ്മൾ അക്രമത്തിൻ്റെ വക്താക്കളല്ലെന്ന് നമ്മളെക്കാൾ നല്ലപോലെ അറിയുന്നവരാരെന്നറിയോ? നാട്ടിലെ പഞ്ചായത്തിലെ പിള്ളേരാ. ശരിയല്ലേ? അതുകൊണ്ടല്ലേ അവർ നമ്മളെ തല്ലാൻ ധൈര്യത്തോടെ. പിന്നെ മനസ്സിലായില്ലേ? ഇന്നാളെ ഒരു പാസ്റ്റർ പറഞ്ഞൊരു അനുഭവം. പിന്നെ ഈ ചാരിറ്റി പ്രവർത്തകരുണ്ടല്ലോ, ഈ പാട്ടുപാടി രോഗിക്ക് വേണ്ടി പണം പിരിക്കുന്ന ആളുകൾ. അങ്ങനെ കുറച്ച് ചെറുപ്പക്കാർ ഒരു കുരിശടിയുടെ അവിടെ ചെന്ന് പിന്നെ യേശുവേ എന്ന് പറഞ്ഞൊരു പാട്ട് പാടി. അപ്പം അതിൻ്റെ അടുത്ത് കേട്ടോണ്ട് നിന്ന കുറച്ച് അണ്ണന്മാർക്ക് ഇഷ്ടപ്പെട്ടില്ല. അവരോടി വന്നിട്ട് ഇവന്മാരെ പിടിച്ച് തല്ലി. അപ്പോൾ ഇവർ 8-10 ഉണ്ടായിരുന്നു. ദേഹം നൊന്നപ്പോൾ ഇവരെല്ലാം കൂടെ തിരിച്ചറിഞ്ഞും പുറഞ്ഞും തല്ലി. അങ്ങനെ അടിച്ച് പോലീസ് വന്നു. പോലീസ് വന്ന് 2 കൂട്ടരെയും കൂടെ സ്റ്റേഷനിൽ കൊണ്ടുപോയി. അപ്പം ഈ പാട്ട് പാടിയവരോട് ചോദിച്ചു, എന്തിനാണ് ആ തല്ലുണ്ടാക്കിയെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, സാറേ, ഞങ്ങൾ ഒരു ക്യാൻസർ രോഗിക്ക് വേണ്ടി പാട്ട് പാടി ഈ ചാരിറ്റി ഇത് ചെയ്യുന്നവരാണ്. അപ്പം ഞങ്ങൾ അമ്പലത്തിൻ്റെ അവിടെ ചെല്ലുമ്പോൾ ഭക്തിഗാനം പാടും, മുസ്ലിം പള്ളിയിൽ അവിടെ ചെന്ന് മാപ്പിളപ്പാട്ട് പാടും, കുരിശടിയുടെ അവിടെ വരുമ്പോൾ യേശുവിൻ്റെ, അങ്ങനെയേ ഉള്ളൂ. ഞങ്ങൾ അവിടെ നിന്ന് യേശുവെ നിന്ന് പാടി തുടങ്ങിയപ്പം ഒരു കാര്യമില്ലാതെ ഇവന്മാർ വന്ന് ഞങ്ങൾ തല്ലി. ഞങ്ങൾ പിന്നെ മനുഷ്യരല്ലേ, ശരീരം നൊന്തപ്പം ഞങ്ങൾ തിരിച്ച് തല്ലിപ്പോയെന്ന്. അപ്പോൾ പോലീസുകാരുടെ ദേഷ്യം വന്നിട്ട് മറ്റവന്മാരോട് ചോദിച്ചു, എന്തിനാടാ അവരവിടെ നിന്ന് പാടിയപ്പം നീയൊക്കെ പോയി തല്ലിയെന്ന് ചോദിച്ചു. ഉടനെ ആ തല്ലിയവൻ പറയാണ്, എൻ്റെ പൊന്നു സാറേ, പാസ്റ്റർമാരാന്ന് ഓർത്ത് തല്ലിപ്പോയാന്ന്. അബദ്ധം പറ്റിയതാ. അബദ്ധം പറ്റി വല്ലതും പിടി കിട്ടിയോ? പാസ്റ്റർമാരായിരുന്നെ തിരിച്ച് കിട്ടത്തില്ലായിരുന്നെന്ന് പ്രതീക്ഷിച്ച് പോയതാ, പണി കിട്ടി. അപ്പം ഞാൻ പറഞ്ഞു വന്നതിൻ്റെ വിഷയം ഇത്രയേ ഉള്ളൂ. നമ്മൾ അക്രമത്തിൻ്റെ ആളുകളല്ലെന്ന് നമ്മളെക്കാളും നല്ലപോലെ അറിയുന്ന ആളുകൾ പഞ്ചായത്തിലെ ജനങ്ങൾ അല്ലേ? അതുകൊണ്ട് വേദപുസ്തകം പറയുന്നത്, ഒരക്രമത്തിന് അവർ ഭാവിച്ചപ്പോൾ അക്രമത്തിൻ്റെ മാർഗം നമുക്കില്ലെന്ന് ദൈവദാസന്മാർ മനസ്സിലാക്കിയിട്ട് അവരെന്ത് ചെയ്തു? വായിച്ചോ? അവരത് ഗ്രഹിച്ച് ലുസ്ത്ര, ദർബ എന്ന ഈ ലുക്കവോന്യ പട്ടണങ്ങളിലേക്കും ചുറ്റുമുള്ള പ്രദേശങ്ങളിലേക്കും ഓടിപ്പോയി. എന്നിട്ട് എന്ത് ചെയ്തു? അവിടെ ചെന്ന് കപ്പലണ്ടി കച്ചവടം നടത്തിയെന്നാണോ? എന്നാ മോനെ വായിച്ച്? അവിടെ സുവിശേഷം അറിയിച്ചു പോന്നു. ഒന്നുകൂടെ പറഞ്ഞേ, അവിടെ ചെന്ന് സുവിശേഷം അറിയിച്ചെന്ന്. അപ്പൊ പരിശുദ്ധാത്മാവ് അകത്തുള്ള അഭിഷിക്തന്മാരുടെ ലക്ഷണം, അവരെ എവിടെ കൊണ്ടിട്ടാലും അവർ സുവിശേഷം പറഞ്ഞുകൊണ്ടേയിരിക്കും. ആമേൻ. പണങ്ങത്തില്ല, ഒരു സത്യം പറയട്ടെ, പരിശുദ്ധാത്മാവ് അകത്തുള്ള അഭിഷിക്തന്മാരെ ഏത് പ്രദേശത്ത് ഉഗാണ്ടെ കൊണ്ടിട്ടാലും അവരെന്ത് ചെയ്യും? സുവിശേഷം പറഞ്ഞുകൊണ്ടേയിരിക്കും. ഈ പരിശുദ്ധാത്മാവ് ഇല്ലാത്തവനെ സ്ഥലം മാറ്റിയാലും പോവില്ല.
അട്ട പിടിച്ച് കിടക്കുന്ന പോലെ അവൻ കിടക്കും, പോവുകയല്ല. പാസ്റ്ററെ സ്ഥലം മാറിയതല്ലേ? പിന്നെ എന്നെ ഇവിടെ നിന്ന് ഇറക്കാൻ നോക്കുമെങ്കിൽ നോക്ക്, അട്ട പിടിച്ച് കിടക്കുന്നു. പിന്നെ പോലീസ് വന്ന് ബഹളമായി, ആകെപ്പാടെ നാശകോശമായി എന്ന് പറഞ്ഞാൽ ഇവനെ ഒന്നും ദൈവം വിളിച്ചതല്ല. ഇന്ന് രാത്രി സുവിശേഷ വേലയ്ക്ക് ദൈവമാണ് എന്നെ വിളിച്ചത്. എന്നെ വിളിച്ചതും ശുശ്രൂഷ ഏൽപ്പിച്ചതും ഒരു പ്രസ്ഥാനമല്ല, സംഘടനയല്ല, എൻ്റെ ദൈവമാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ ദൈവദാസന്മാരോട് ഞാൻ പറയട്ടെ, യാമൻ എടുത്തെറിയട്ടെ. എറിയുന്നിടത്ത് പോയി കിടന്നോ, തെരുവിൽ പോയി നിന്നോ, പുസ്തകമായിട്ട് നിന്നോ, മാനിക്കാൻ സ്വർഗത്തിലെ ദൈവമുണ്ട്, കൂടെ കൈപിടിക്കാൻ ദൈവമുണ്ട്. ഇത് ചുമ്മാ ഒരു ആവേശത്തിൽ വേദിയിൽ നിന്ന് തള്ളുന്നതല്ല. 16-17 വർഷമായി തെരുവിൽ നിന്ന് പ്രസംഗിച്ചിട്ട് ഇന്ന് വരെ ഒരു കുടുംബത്തെയും കുഞ്ഞുങ്ങളെയും അവൻ സ്വർഗത്തിലെ ദൈവം അവൻ അഭിമാനത്തോടെ പോറ്റിയ അനുഭവത്തിൽ നിന്നുണ്ടായി പറയുന്നത്. ആമേൻ. അതുകൊണ്ട് ദൈവദാസന്മാരോട് ഞാൻ പറയാം, വേലയ്ക്ക് വിളിച്ച ദൈവമാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ കുലുങ്ങണ്ട, തെരുവിൽ നിന്നോ, ദൈവം നോക്കിക്കോളൂ. സ്തോത്രം. അവരവിടെ സുവിശേഷം അറിയിച്ചു കൊണ്ടിരുന്നു. ഇനി കാതലായ വിഷയത്തിലോട്ട് കയറുക. അങ്ങനെ അവര് ആമേൻ, അടുത്ത വാക്കൊന്ന് വായിച്ചേ. ലുസ്ത്ര എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തി. ലുസ്ത്രയിൽ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായി ഒരിക്കലും നടന്നിട്ടില്ലാതെയും കാലിന് ശക്തിയില്ലാതെയും ഉള്ള ഒരു പുരുഷനുണ്ടായിരുന്നു. ശ്രദ്ധിക്കുക, ലുസ്ത്ര എന്ന് പറഞ്ഞ സ്ഥലത്ത് ആമേൻ ദൈവത്തിൻ്റെ ദാസന്മാർ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഗർഭം മുതൽ പുറത്തു വന്ന കാലം മുതൽ കാലിന് മുടന്തുള്ള വൈകല്യമുള്ളവനായ ഒരു ചെറുപ്പക്കാരൻ അവിടെ പ്രസംഗം കേട്ടുകൊണ്ടിരുന്നു. അവൻ പൗലോസ് സംസാരിക്കുന്നത് കേട്ട്, പൗലോസ് എന്ന് പറയുന്ന ദൈവദാസൻ പ്രസംഗിക്കുന്നത് കേട്ട് അവൻ അവനെ ഉറ്റുനോക്കി. ആ മുടന്തനായ ചെറുപ്പക്കാരൻ ആ ദൈവദാസന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി പ്രസംഗം കേട്ടുകൊണ്ടേയിരിക്കുകയാ. സൗഖ്യം പ്രാപിപ്പാൻ അത് കണ്ടപ്പോൾ ആ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്ന ആ ചെറുപ്പക്കാരന് സൗഖ്യം പ്രാപിപ്പാൻ തക്കവണ്ണം അവന്റെ ഉള്ളിൽ ഒരു വിശ്വാസം വളർന്നു വരുന്നുണ്ട് എന്ന് പ്രസംഗിക്കാൻ നിന്ന, പരിശുദ്ധാത്മാവിൽ പ്രസംഗിക്കാൻ നിന്ന പൗലോസ് ശ്ലീഹായുടെ ഹൃദയത്തിന്റെ അകത്ത് ദൈവം നിയോഗം കൊടുത്തു. ആ കേട്ടുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരനെ കണ്ടോ, അവന്റെ അകത്ത് സൗഖ്യം പ്രാപിക്കാനുള്ള നിലയിൽ ദൈവവുമായിട്ടുള്ള ഒരു ബന്ധം രൂപപ്പെടുന്നുണ്ട്. ഇന്ന് രാത്രി പെന്തക്കോസ്തരായ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, ദൈവമക്കള്, ദൈവത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന ദൈവിക സൗഖ്യം എന്ന് പറയുന്നത് പ്രസംഗിക്കുന്ന പ്രസംഗകന്റെ പോക്കറ്റിൽ നിന്ന് എറിഞ്ഞു കൊടുക്കുന്ന ദാനമല്ല. പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും ദൈവവും തമ്മിലുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ വെളിപ്പെടുന്നതാണ്. ദൈവിക അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും അത് പ്രസംഗകന്റെ കഴിവ് കൊണ്ടല്ല, പ്രസംഗകൻ എറിഞ്ഞു കൊടുക്കുന്നതല്ല, മറിച്ച് ദൈവവും നിങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ വെളിപ്പെടുന്ന ഒന്നാണ്. ഇത് മനസ്സിലാക്കണം. ഇത് വിശ്വാസിക്ക് അറിയാത്തത് കൊണ്ടാണ് ഈ പ്രസംഗിക്കുന്നവന്മാർ നിങ്ങളെ പറ്റിക്കുന്നത്. നാളെ ഒരുത്തം വേദി നിന്നുകൊണ്ട് വിളിച്ച് പറയാ, ആർക്കൊക്കെ വീട് വേണം പറ, വീട് എൻ്റെ പോക്കറ്റിൽ കിടക്കുക, വീട് എന്നാ പിടിച്ചോ എന്നും പറഞ്ഞ് എറിഞ്ഞു കൊടുക്കുന്നു. ഒരു വട്ടൻ. മനസ്സിലാകുന്നുണ്ടോ? വീട് വേണോ? വീട് അവൻ്റെ പോക്കറ്റിൽ ഇരിക്കുകയെന്ന്, വീട്. മനസ്സിലാകുന്നുണ്ടോ? ദൈവദാസന്മാരെ, ഇതൊക്കെ തിരുത്തപ്പെടണ്ടേ? ദൈവിക സൗഖ്യം ഉണ്ട്, ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടും. പക്ഷെ അത് പ്രസംഗകന്റെ കഴിവുകൊണ്ടല്ല സംഭവിക്കുന്നത്. വചനം കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയും ദൈവവും തമ്മിലുള്ള ബന്ധത്തിലാണ് അത് വെളിപ്പെടുന്നത്. ആമേൻ. നിങ്ങൾ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ കേൾക്കുന്ന വചനത്തിലും ദൈവത്തിലും വിശ്വാസം വർദ്ധിക്കുന്നെങ്കിൽ ആ ദൈവം നിങ്ങളോട് കരുണ തോന്നിയിട്ട് നിങ്ങളുടെ രോഗത്തെ സൗഖ്യമാക്കാൻ ആ ദൈവം മതിയായവനാണ്. നിങ്ങളെ വിടുവിക്കാൻ ദൈവം മതിയായവനാണ്. നിങ്ങളെ സൗഖ്യമാക്കാൻ ദൈവം കഴിവുള്ളവനാണ്. അതിൻ്റെ മഹത്വം പ്രസംഗിക്കുന്നവൻ എടുക്കണ്ട, അതിൻ്റെ മഹത്വം ദൈവത്തിനാണ്. സ്തോത്രം. സത്യമല്ലേ ദൈവദാസന്മാരെ? കർത്താവ് അനേകരെ സൗഖ്യമാക്കിയിട്ടില്ലേ? ഇല്ലേ? ദൈവദാസന്മാർ സൗഖ്യമാക്കിയിട്ടില്ലേ? പിന്നെ യെരിഹോവിനടുത്തൂടെ കർത്താവ് നടന്നു പോയപ്പോൾ ഒരു കുരുടൻ അവിടെ നിന്ന് നിലവിളിച്ചു അല്ലേ? കർത്താവ് അവന് നിനക്ക് എന്താ വേണമെന്ന്, കാഴ്ച പ്രാപിക്കണം. ശരി, പ്രാപിച്ചോ? കാഴ്ച കൊടുത്തില്ലേ? കൊടുത്തിട്ട് അവൻ പറഞ്ഞു, പിന്നെ നാളെ ഞാൻ അപ്പുറത്ത് ഗലീലയ്ക്ക് വരുന്നുണ്ട്, അപ്പം നീ അവിടെ അങ്ങ് വരണം. എന്തിനാ? സാക്ഷ്യം പറയണം, ഞാൻ വന്നിട്ടാണ് നിനക്ക് സൗഖ്യം കിട്ടിയെന്ന് പറയണം എന്ന് പറഞ്ഞു. പിറ്റേന്ന് കർത്താവ് ഗലീലയിൽ നിൽക്കുമ്പം പറയും, പുരുഷാരെല്ലാവരും വന്നു, ഒരു പ്രത്യേക കാര്യം പറയാനുണ്ട്. ഞാൻ ഇന്നലെ യെരിഹോ വഴി പോയപ്പോൾ ഒരു കുരുടൻ അവിടെ നിന്ന് നിലവിളിച്ചു. പിന്നെ എല്ലാവരും അവനെ കളിയാക്കി പരിഹസിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ഞാൻ അവനെ എൻ്റെ അടുക്ക് കൊണ്ടുവന്നു, ഞാൻ അവന് സൗഖ്യം കൊടുത്തു. ആ ബ്രദറിന്ന് ഒത്തിരി ദൂരം യാത്ര ചെയ്തു, വളരെ കഷ്ടപ്പെട്ട്, കാളവണ്ടി പോലും കിട്ടാതെ കല്ലും മുള്ളിൽ കൂടെ ഒക്കെ നടന്നാണ് യെരിഹോവിൽ നിന്ന് ഇന്ന് സാക്ഷ്യം പറ ഇവിടെ വന്നിട്ടുള്ളത്. പിന്നെ എന്തേ ആ ബ്രദർ ആ കരങ്ങളടിച്ച് ബ്രദർ വരൂ, പറയൂ ബ്രദർ, എങ്ങനെയുണ്ടായിരുന്നു പറയൂ ബ്രദർ. ഞാൻ വഴിയിലിരുന്ന് പിച്ച തെണ്ടുകാരൻ. പിച്ച തെണ്ടുകാരൻ ഈ മക്കളെ പിച്ച പറയൂ. ഇതുപോലെ നാണം കെട്ട പരിപാടി. ആമേൻ. മനസ്സിലാകുന്നുണ്ടോ?
പിന്നെ പ്രസംഗിക്കാൻ ഇപ്പം പോകുന്നിടത്തെല്ലാം മറ്റോ വണ്ടിക്കൂലിയും കൊടുത്ത് പുറകെ നടക്കുക. ഇവിടെ എവിടെ പ്രശ്നമെന്നറിയാമോ? കർത്താവിനെ നീ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കിയിട്ടില്ല. എന്തെങ്കിലും അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും മിറക്കിൾസും ചെയ്ത് പയ്യെ 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 ദൈവമായവനല്ല കർത്താവ്. അവൻ മഹാദൈവമായതുകൊണ്ടാണ് അവൻ അത്ഭുതം ചെയ്യുന്നത്. അത്ഭുതം ചെയ്തും അടയാളം ചെയ്തും വീര്യപ്രവൃത്തി ചെയ്തും ആളുകളെ മുമ്പിൽ ഒന്ന് വിശ്വസിക്കും, ഞാൻ ഇതൊക്കെ ചെയ്തില്ലേ, ഇനിയെങ്കിലും മനസ്സിലാക്കുക ഞാൻ ദൈവമാ എന്ന് പറയേണ്ട ഗതികേട് ഈ ദൈവത്തിലില്ല. പകരം അവൻ സ്വർഗത്തിൽ ദൈവമായിരുന്നവൻ, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ വേഷത്തിൽ മനുഷ്യനായി ഇറങ്ങി വന്ന സാക്ഷാൽ ദൈവം. അവൻ ദൈവമായതുകൊണ്ട് അത്ഭുതം ചെയ്യുന്നവനാണ്. ആ ദൈവം ഇന്നും അത്ഭുതം പ്രവർത്തിക്കും, അത് ഞങ്ങൾ വിശ്വസിക്കുന്നു. പക്ഷേ ഈ നാടകങ്ങളിൽ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. സ്തോത്രം. അവനെ ഉറ്റുനോക്കി കർത്താവായ യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്ക എന്ന് പറഞ്ഞു. അടുത്ത വാക്ക്, നീ എഴുന്നേറ്റ് കാലൂന്നി നിവർന്നു നിൽക്ക എന്ന് ഉറക്കെ പറഞ്ഞു. അടുത്ത വാക്ക് കേട്ടാ മോനെ, വായിച്ചേ. അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു. ആ വാക്ക് ഒന്ന് നിങ്ങൾ പറഞ്ഞേ. അവൻ കുതിച്ചെഴുന്നേ, അങ്ങനാണോ പുസ്തകത്തിൽ? ആണോ? അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു. ഇന്ന് രാത്രി മനസ്സിലാക്കിക്കോ, അതാണ് ദൈവിക സൗഖ്യം. അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായിരുന്നവനോട് നസ്രന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കാൻ പറഞ്ഞാൽ അവൻ കുതിച്ചു നടക്കുന്നതാണ് ദൈവിക സൗഖ്യം. പക്ഷേ ഈ നാടക കമ്പനിക്കാർ ചെയ്യുന്നത് എങ്ങനെയെന്നറിയാമോ? ബ്രദറെ വിശ്വസിച്ചോ, സൗഖ്യമായിട്ടുണ്ട്, ഗ്രാജുവലി അങ്ങ് നടന്നോളും. ഇൻസ്റ്റാൾമെൻറ്റ്. തൽക്കാലം യേശുക്രിസ്തു ഇൻസ്റ്റാൾമെൻറ്റ് തുടങ്ങിയിട്ടില്ലെന്ന് മുട്ടച്ചലിനോട് വിളംബരം ചെയ്യുന്നു. ആണോ പാസ്റ്റേ? ഇന്നാളൊരു പെണ്ണുമ്പിള്ള പറയാ, എൻ്റെ വയറ്റിൽ 16 മുഴയുണ്ടായിരുന്നു, ഞാൻ ഇങ്ങനെ എണ്ണുമായിരുന്നു, ഞാൻ ഈ ബ്രദറിൻ്റെ TV പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്നപ്പോൾ 8 മുഴ അങ്ങ് പോയി. എന്നാൽ ഈ ബ്രദറിൻ്റെ അടുത്തൊന്ന് പോകണമെന്ന് വിചാരിച്ച് ഞാൻ ഞായറാഴ്ച അവിടെ ചെന്നപ്പോൾ ബാക്കി 8 കൂടെ ഇൻസ്റ്റാൾമെൻറ്റ്. ഇതുപോലെ ബോധമില്ലാത്ത കുറേ പെണ്ണുങ്ങൾ. അതുകൊണ്ട് മനസ്സിലാക്കിക്കോണം, ദൈവിക സൗഖ്യം ഇൻസ്റ്റാൾമെൻ്റ് അല്ല. കർത്താവ് സൗഖ്യമാക്കിയാൽ അത് സാക്ഷാൽ സൗഖ്യമാണ്. പിന്നെ അവിടെ ഒന്നും ചിന്തിക്കണ്ട, ഒന്നും പറയണ്ട. ജീവിക്കുന്ന സാക്ഷികൾ ഇതിൻ്റെ അകത്ത് ഇരിപ്പുണ്ട്. ദൈവം അത്ഭുതകരമായി സൗഖ്യമാക്കി. 2 കിഡ്നിയും വർക്കല്ലെന്ന് മെഡിക്കൽ പറഞ്ഞിട്ട് ഇന്നും അത്ഭുത സാക്ഷിയായി ജീവിക്കുന്ന ഒരു സഹോദരി അടൂരുണ്ട്. എത്ര ഇവിടെ കാണും. അങ്ങനെ അനേകം മിറക്കിളുകൾ ചെയ്യാൻ കഴിവുള്ളവനാണ് ദൈവം. പക്ഷെ ആ ദൈവിക സൗഖ്യത്തെ കച്ചവടമാക്കിക്കൊണ്ട് നടക്കുന്ന കച്ചവട സംഘങ്ങളുമായി പെന്തക്കോസ്ത് സമൂഹത്തിനൊരു ബന്ധവുമില്ലെന്ന് ഞങ്ങൾ പരസ്യമായി വിളംബരം ചെയ്യുക. അത് പറയണം ഭാഷേ, ഇല്ലെങ്കിൽ പൊതുജനം നമ്മളെ അതിലാണ് എണ്ണുന്നത്. മനസ്സിലാവുന്ന സുവിശേഷം വിളംബരം ചെയ്യപ്പെടണമെങ്കിൽ നമ്മളിത് പറയാൻ തയ്യാറാകും. ഞങ്ങൾ സാക്ഷാൽ ദൈവിക സൗഖ്യത്തിൽ വിശ്വസിക്കുന്നു. പക്ഷേ നാടക കമ്പനിക്കാരുമായി ഞങ്ങൾക്ക് ബന്ധമില്ല. അപ്പം നിങ്ങൾ ചോദിക്കും, ദൈവിക സൗഖ്യം എവിടെ നടക്കുന്നു? ഈ കച്ചവട സംഘം മുഴുവൻ കേരളത്തിലായതുകൊണ്ട് ഇവിടെ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്നില്ല. പക്ഷേ ഈ കച്ചവട സംഘം പോകാത്തൊരു സ്ഥലമുണ്ട്, പറയാവോ? ഈ കച്ചവട സംഘം ഉണ്ടല്ലോ, ഈ തങ്കവും താരവും ടിജോയും ഒന്നും പോകാത്ത സ്ഥലമുണ്ട്. എവിടെയെന്നറിയോ? വടക്കേ ഇന്ത്യ, നോർത്ത് ഇന്ത്യ. അവിടെ പോയാൽ ഒന്നും ഇങ്ങോട്ട് കിട്ടത്തില്ല, വല്ലതും അങ്ങോട്ട് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് ഈ ക്ഷുദ്രജീവികളൊന്നും അങ്ങോട്ട് പോവുകയില്ല. എന്നാൽ നിങ്ങൾ വല്ലപ്പോഴും വടക്കേന്ത്യ വേല ചെയ്യുന്ന അഭിഷിക്തന്മാരെടുക്കെ ചുമ്മാ ഒന്ന് പോകണം. കഴിയുമെങ്കിൽ ഈ വരുന്ന വെക്കേഷന് പിള്ളേരെ കൊണ്ടൊന്ന് പോ. കർത്താവിൻ്റെ വേല എന്താണെന്നും ദൈവം ചെയ്യുന്ന പ്രവൃത്തി എന്താണെന്നും അത്ഭുതങ്ങൾ എന്താണെന്നും അടയാളങ്ങൾ എന്താണെന്നും 1-ാം നൂറ്റാണ്ടിൽ നടന്ന പോലത്തെ വീര്യപ്രവൃത്തികൾ എന്താണെന്നും ഇന്നും കൺമുമ്പിൽ വെളിപ്പെട്ട് കാണുന്ന ദൈവപ്രവൃത്തി നോർത്ത് ഇന്ത്യയുടെ ഗ്രാമങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചുമ്മാ പറയുന്നതല്ല, നേരിട്ട് പോയി പല ദൈവപ്രവൃത്തിയും കണ്ടതിൻ്റെ അനുഭവത്തിലാണ് പറയുന്നത്. ആമേൻ. സുബോധമില്ലാതെ ചങ്ങലക്കെട്ട് കിടക്കുന്നവനോ, ആമേൻ, ഒരു ഫ്ലെക്സിലും ബാനറിലും യൂട്യൂബിലും ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഒന്നും ഇല്ലാത്ത, ഒരു അഡ്രസ്സും ഇല്ലാത്ത, പാവപ്പെട്ട അപ്പച്ചൻ ഉപദേശി സ്കൂളിൽ പോലും പോയിട്ടില്ലാത്ത ദൈവദാസന്മാർ ചെന്ന് ഒറ്റ പ്രാർത്ഥനയിൽ ചങ്ങല മാറി സുബോധം ബാധിച്ചിട്ട് അവൻ സൗഖ്യമാകുന്ന കണ്ടിട്ട് ഒരു ഗ്രാമം മുഴുവൻ കർത്താവിൻ്റെ പിന്നാലെ ഒറ്റ ദിവസം 350-400 സ്നാനം ഒറ്റ കടവിൽ നടക്കുകയാണ്. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ദൈവപ്രവൃത്തി വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. ഒരൊറ്റ പ്രവൃത്തിയിൽ 350-400 സ്നാനം നടക്കുക. ചുമ്മാ അതാണ് സംഘി കൂട്ടന്മാർ ദൈവദാസന്മാരെ കത്തിക്കുന്നത്. ആണോ?
പ്രവർത്തി വെളിപ്പെടും. ജനങ്ങൾ, ഗ്രാമങ്ങൾ മുഴുവൻ യേശുവിൻ്റെ പിന്നാലെ ഇറങ്ങുകയെന്ന്. മനസ്സിലാവുന്നുണ്ടോ? ഇത് മനസ്സിലാക്കണം. അതിനാദ്യം എന്ത് ചെയ്യണം? ഇവിടുത്തെ ഈ കച്ചവട സംഘങ്ങളെ പൂട്ടിക്കണം. ദൈവത്തിൻ്റെ പേരിൽ കച്ചവടം നടത്തുന്ന കച്ചവട സംഘങ്ങൾ, കൃപയുള്ള പരിശുദ്ധാത്മാവുള്ള ദൈവദാസന്മാർ പൗലോസ്ലീഹ പറഞ്ഞ പോലെ പറയണം. പൗലോസ്ലീഹ പറഞ്ഞു, ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കും. പറഞ്ഞില്ലേ? പറഞ്ഞു. അതിലെനിക്ക് ഇഷ്ടം തോന്നിയ ഒരു ആണത്വത്തിൻ്റെ വാക്കാണ് അതിലാദ്യത്തെ പോയിന്റ്. എന്താ? ഞാൻ പോയ ശേഷം. ഇല്ലേ പാസ്റ്ററെ? അതിലൊരു തൻ്റെ ഇടത്തിൻ്റെ വാക്കല്ലേ അത്? എന്താ അതിൻ്റെ അർത്ഥം? ഞാൻ ഇരിക്കുന്ന കാലത്തോളം ഓരോ ദൈവദാസന്മാരോട് ഞാൻ പറയുക, നിങ്ങൾ ഓരോരുത്തരും പൗലോസിൻ്റെ ഈ വാചകം ഏറ്റു പറയണം. ഞാൻ ഇവിടുന്ന് സ്ഥലം മാറിയിട്ട് നിങ്ങൾ ആരെ വിളിച്ചത് ഉള്ളിക്കോ ചാടിക്കോ ചെയ്തോ അത് എൻ്റെ വിഷയമല്ല. പക്ഷെ ഞാൻ ഈ സഭയിൽ ചാർജ് ഇരിക്കുന്നിടത്തോളം വചനം വിട്ട് നടക്കുന്ന, മാജിക്ക് കാണിക്കുന്ന, ജനത്തെ പറ്റിക്കുന്ന ഓരോറ്റ കള്ളന്മാരെ ഇതിൻ്റെ അകത്ത് ഞാൻ കയറ്റത്തില്ലെന്ന് ഓരോ ദൈവദാസന്മാരും ഈ പൗലോസ്ലീഹ പറഞ്ഞ പോലെ പറയാൻ തയ്യാറായിരുന്നെങ്കിൽ ഇന്ന് ദൈവസഭകൾ ഈ ദുരിതം അനുഭവിക്കുന്ന ഗതികേട് വരത്തില്ലായിരുന്നു. മനസ്സിലാകുന്നുണ്ടോ? ദൈവദാസന്മാർ പറയണമെന്ന്. അതിനെങ്ങനെയാ ദൈവദാസന്മാർക്ക് ഇത് പറയാൻ ഇപ്പം അനുഭവമുണ്ടോ? സഭ ഭരിക്കുന്നത് കമ്മിറ്റിയല്ലേ? കൊണപ്പെടാത്ത കുറേ ജഡീകന്മാർ കമ്മിറ്റി എന്ന് പറഞ്ഞു, എടാ നിന്നെയൊക്കെ ദൈവം അടിച്ചെടുത്ത് ദൂരെ കളയുന്ന ദിവസങ്ങൾ വരുമെന്ന് ഓർത്തോണം. വേദപുസ്തകം പഠിപ്പിക്കുന്ന സഭ കമ്മിറ്റി ഭരിക്കുന്ന സഭയല്ല, ശുശ്രൂഷകന് കീഴടങ്ങിയിരിക്കുന്ന സഭയാണ്. വേദപുസ്തകത്തിൽ ലേഖനത്തിൽ പൗലോസ്ലീഹ പറയുന്നു, നന്നായി ഭരിക്കുന്ന മൂപ്പന്മാരെന്ന് എഴുതിയിരിക്കുന്നു അല്ലേ? അപ്പം മൂപ്പൻ ആരായിരിക്കണം? നന്നായി ഭരിക്കുന്നവൻ. അടുത്ത ലേഖനത്തിൽ പറയുക, നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിക്കണം. രണ്ടും കൂടെ ഒന്ന് വായിച്ചേ. നന്നായി ഭരിക്കുന്ന മൂപ്പൻ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിക്കണം. രണ്ടും കൂടെ ചേർത്ത് വായിച്ചാൽ സഭ ശുശ്രൂഷകന് കീഴടങ്ങിയിരിക്കണം. അതാ സഭ. ശുശ്രൂഷകൻ്റെ മണ്ടയ്ക്ക് കയറുന്നതല്ല. അതിനൊക്കെ TPMകാരെ കണ്ടുപഠിക്കണം. ഇല്ലയോ ചാ? ഉള്ളത് പറയണം. നല്ലതെന്ന് തന്നെ പറയണ്ടേ? അതിനൊക്കെ TPMകാരെ കണ്ടുപഠിക്കണം. TPM ഇല്ലേ? ഇവിടെ അവിടെ പോയി നോക്കണം. ഡോക്ടറാട്ടെ, എഞ്ചിനീയർ ആട്ടെ, ജഡ്ജി ആട്ടെ, വക്കീലാട്ടെ, ആരാലും സഭയിൽ ചെന്നാലുണ്ടല്ലോ ആ ശുശ്രൂഷകന് കീഴടങ്ങി അവിടെ ഐ ആം ഡോക്ടറാണെങ്കിൽ വല്ല ക്ലിനിക്കിലും പോയിടൂ, മര്യാദയ്ക്ക് അവിടെ ഇരിക്കാൻ പറയും. മനസ്സിലായോ? ആന്ന് നിങ്ങൾ ഈ TPMൻ്റെ കൺവെൻഷനൊക്കെ കഴിയുമ്പോൾ ചുമ്മാ അതിൻ്റെ ഇടയ്ക്കൂടെ ഒന്ന് നടന്നു നോക്കണം. കൺവെൻഷൻ, അവർ വലിയ കൺവെൻഷൻ, അത് കഴിയുമ്പോൾ ഒന്ന് നടക്കണം. അവിടെ കാണുന്ന കാഴ്ച എന്ന് പറയും, ഇലയെടുക്കുന്ന ഡോക്ടർ, പാത്രം കഴുകുന്ന എഞ്ചിനീയർ, മനസ്സിലാകുന്നു, ബാത്റൂം ക്ലീനിങ്, എല്ലാം അവർ അഡ്രസ്സുള്ളവരാണ് ചെയ്യുന്നത്. ചുമ്മാ കളിയല്ല, അത് കർത്താവിൻ്റെ വേലയാന്നുള്ള ചിന്തയാണ്. മനസ്സിലായോ? നമ്മുടെ IPC വേജ് കഞ്ഞി വെക്കാനും പാത്രം കഴുകാനും കണ്ണുന്തി പല്ലും തള്ളി കോങ്കണ്ണി കറുത്ത് 4 എണ്ണത്തെ വെച്ചിട്ടുണ്ട്. അവർ വേണം ഇതെല്ലാം ചെയ്യാം. മറ്റവർക്ക് ഇതൊന്നും നോക്കിയാല. ഞാൻ ഏതാണ്ട് ഇല്ലാത്ത പറഞ്ഞാണ്. കാലങ്ങളായി ഇതെല്ലാം കാണാൻ തുടങ്ങിയിട്ടൊരു പരിധിയില്ലേ? മാനസാന്തരം ഇതിൻ്റെ അകത്ത് നടക്കണം. ആമേൻ. അതുകൊണ്ട് പറയാം, നോക്ക. ആമേൻ. പൗലോസ്ലീഹ പറഞ്ഞു, യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കാൻ പറഞ്ഞപ്പോൾ ജീവനുള്ള ദൈവത്തിന്റെ പ്രവൃത്തി അവനിൽ വെളിപ്പെട്ടു. അത്ഭുത സൗഖ്യം വെളിപ്പെട്ടു. ഇന്ന് രാത്രി വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ശബ്ദപരിധിയിലിരിക്കുന്ന ആരെങ്കിലും ഹൃദയത്തിൽ ദൈവവുമായിട്ടൊരു ബന്ധം ഇന്ന് രാത്രി ഉടലെടുക്കാൻ തയ്യാറാകുന്നെങ്കിൽ, നിങ്ങളുടെ വിശ്വാസം ഇന്ന് രാത്രി ഒന്ന് വർദ്ധിക്കാൻ തയ്യാറാകുന്നെങ്കിൽ, ഈ ദൈവത്തിന് സകലവും സാധ്യമാണ്, അവനാൽ അസാധ്യമായത് ഒന്നുമില്ലെന്ന് ഇന്ന് രാത്രി വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ, ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടും. അതിന് പ്രസംഗിച്ച ഷമീറിനൊരു പങ്കുമില്ല. മഹത്വം ദൈവത്തിന്. സ്തോത്രം. അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു. അടുത്ത ചിന്ത മുട്ടച്ചൽ ദേശത്തോടാ. ഇനി പറയുന്ന ദേശത്തോടാ. കേട്ടോ? അടുത്ത വാക്ക് വായിച്ചോ? പൗലോസ് ചെയ്തത് ഈ പ്രവൃത്തി പുരുഷാരം കണ്ടിട്ട്, നാട്ടിലുള്ള ആളുകൾ ഈ അത്ഭുതം കണ്ടിട്ട്, ദേവന്മാർ മനുഷ്യരുമാരുടെ രൂപത്തിൽ നമ്മുടെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുന്നു എന്ന് ലുക്കോവോനിയ ഭാഷയിൽ നിലവിളിച്ചു പറഞ്ഞു. ഇതാണ് ഒരു കുഴപ്പം. ഇതാ ഇവിടുത്തെ കുഴപ്പം. ഒരത്ഭുത അടയാളം നടന്ന ഉടനെ നാട്ടുകാരെല്ലാം കൂടി ഓടിക്കൂടിയിട്ട് പറഞ്ഞു, ദേവന്മാർ മനുഷ്യന്മാരെ പോലെ നമ്മുടെ അടുക്ക വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് ഈ മനുഷ്യന്മാരെ പിടിച്ച് ആൾ ദൈവങ്ങളാക്കാൻ നോക്കി. ഇതാണ് ഈ നാട്ടിൻ്റെ കുഴപ്പം. മനുഷ്യരെ പിടിച്ച് ആൾ ദൈവങ്ങളാക്കുക. ഇപ്പം കേരളത്തിൽ ആൾ ദൈവങ്ങളെ തട്ടിയിട്ട് നടക്കാൻ മേല. മുക്കിന് ഒരാഴ്ച ഒരെണ്ണം വട്ടിയൂർക്കാവിൽ നിന്ന് വരുന്നു, പിന്നെ ഒരെണ്ണം പേരൂർക്കടയിൽ നിന്ന് വരുന്നു. മുക്കിന് ആൾ ദൈവങ്ങൾ ഇങ്ങനെ എഴുന്നേറ്റുകൊണ്ടേയിരിക്കുക. ആൾ ദൈവങ്ങളെ തട്ടിയിട്ട് നടക്കാൻ മേല. 3 മാസം മുമ്പ് ഞാൻ പത്രത്തിൽ കണ്ടു, കേരളത്തിൽ അറിയപ്പെടുന്ന ഒരാൾ ദൈവത്തിന് പനിയാണ്, പ്രാർത്ഥിക്കണമെന്ന്.
എന്നിട്ടും മനസ്സിലാകാത്ത മണ്ടൻ മലയാളി. മനസ്സിലാകുന്നുണ്ടോ? മനുഷ്യന്മാരെ പിടിച്ച് ആൾ ദൈവങ്ങളാക്കുക എന്നാ പരിപാടിയാണ്? എലിക്കോസുകാർ വലിയ ചിരിയൊന്നും ചിരിക്കണ്ട. ആൾ ദൈവങ്ങൾ നമ്മുടെ ഇടയിലും ഇല്ലേ? എൻ്റെ ദൈവദാസന്മാരെ, ഇതേപോലെ കൺവെൻഷൻ വേദികളിലൊക്കെ ഞാൻ പ്രസംഗനൊക്കെ പോയി ഞാൻ കണ്ടിട്ടുണ്ട്. ട്രാക്റ്റ് കൊടുത്ത് സുവിശേഷം പറഞ്ഞ് ഉപവസിച്ച് പ്രാർത്ഥിച്ച് കൺവെൻഷൻ നടത്തി ആത്മാക്കളെ നേടി കഷ്ടപ്പെട്ട് വേല ചെയ്യുന്ന പാവപ്പെട്ട ദൈവദാസന്മാർ അവർ വേദിയിലോട്ട് കയറി വരുമ്പോൾ പിന്നെ ഇല്ല ATM കാർഡ് വരയ്ക്കുമല്ലോ, അതുപോലെ സ്വാതന്ത്ര്യം ലോണ്ട് ലവിടെ ലപ്പുറത്ത് അവിടെ പോയിരിക്കുക. എന്നിട്ട് മോസ്റ്റ് റൈറ്റ് റവ വരുന്നു. റവ വരുമ്പോഴത്തേക്ക് എല്ലാവരും ദൈവം വന്ന പോലെ എടാ, ഈ റവ ആകെ കൂടെ ചെയ്യുന്നത് കുഞ്ഞിൻ്റെ പ്രതിഷ്ഠ, സഭയുടെ ഉദ്ഘാടനം, പിന്നെ ചെറുക്കൻ്റെ കല്യാണം, പിന്നെ ശവമടക്ക്, ഈ റവ ചെയ്യുന്നത്. പാവപ്പെട്ട ദൈവദാസൻ ആത്മാക്കളെ നേടി ഓടി നടന്ന അടിയുപിടിയും കൊണ്ട് സുവിശേഷം പറഞ്ഞ് ആത്മാക്കളെ നേടി നടക്കുന്ന പാവപ്പെട്ട ദൈവദാസന്മാർക്ക് കൊടുക്കാത്ത മാന്യത ഈ റവയും മൈദായും ഒക്കെ കയറി വരുമ്പോൾ ഇവരെ പിടിച്ച് ആൾ ദൈവങ്ങളാക്കുന്ന പരിപാടി അവസാനിപ്പിക്കണമെന്നാണ് പറഞ്ഞത്. താല്പര്യമില്ലെങ്കിൽ ഇനി വിളിക്കണ്ട കേട്ടോ സംഘാടകരോട്. അതുകൊണ്ട് മനസ്സിലാക്കിക്കോണം, ഇതിൻ്റെ അകത്തും വേണ്ട ആൾ ദൈവങ്ങൾ വേണ്ട. ഇവിടെ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ നിങ്ങൾ എന്നെ ബഹുമാനിക്കുന്നു, സന്തോഷം. ഞാനിവിടെ ഇരിക്കുമ്പോൾ ഈ ഇരിക്കുന്ന ദൈവദാസന്മാരും ഞാനും തമ്മിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു വിലയേ ഉള്ളൂ. കർത്താവിൻ്റെ ദാസൻ, ദൈവത്തിൻ്റെ വേലക്കാരൻ. അതിൻ്റെ അപ്പുറത്ത് ഇതിൻ്റെ അകത്ത് കൂടിയവരുമില്ല കുറഞ്ഞതുമില്ല. ദൈവസന്നിധിയിൽ, കർത്താവിൻ്റെ സന്നിധിയിൽ ദൈവവേല ചെയ്യുന്ന ദൈവദാസന്മാർക്കെല്ലാം ഒറ്റ വാല്യൂ ഉള്ളൂ, ഒറ്റ വാല്യൂ ഉണ്ടാകാൻ പാടുള്ളൂ. അതുകൊണ്ട് ഈ സംഘടനയ്ക്കകത്ത് ആൾ ദൈവങ്ങൾ ഉണ്ടാകരുത്. ഇവിടുത്തെ പിന്നെ നാട്ടിലെ MLA കാണാൻ എളുപ്പമാണ്, പക്ഷേ സംഘടനയുടെ നേതാവിനെ കണ്ട് കൊച്ചിൻ്റെ കല്യാണക്കാരി ഒന്ന് പറയണമെങ്കിൽ ടോക്കൺ എടുക്കണം. അതുകൊണ്ട് വേണ്ട, നമ്മുടെ ഇടയിലും ആൾ ദൈവങ്ങൾ വേണ്ട. ഇവിടെ ജനം ഓടിക്കൂടി ദൈവദാസന്മാരെ പിടിച്ച് ആൾ ദൈവങ്ങളാക്കാൻ ശ്രമിച്ചിട്ട് പറഞ്ഞു വിടാ, ഓടി വാടാ, നാരായണ ഗോപാല, മമ്മൂട്ടി, എല്ലാവരും ഓടി വാടാ, ദേവന്മാർ മനുഷ്യന്മാരെ പോലെ നമ്മുടെ അടുക്ക വന്നിരിക്കുന്നതാന്ന് പറഞ്ഞുകൊണ്ട് പൗലോസിനും ബർന്നബാസിനും പുതിയ പേര് വങ്ങിട്ടു. പേരിടാൻ നമ്മളല്ലേ മിടുക്കന്മാര്, പേരിട്ടു. എന്താ പേരിട്ട? വായിച്ചേ. ബർന്നബാസിനെ നോക്കി ഇന്ദ്രനെന്നും, പൗലോസ് മുഖ്യ പ്രസംഗനായാൽ അവന് ബുധനെന്നും പേര് വിളിച്ചു. പേരിട്ട് അടുത്തത് പട്ടണത്തിന് മുമ്പിലുള്ള ഇന്ദ്രക്ഷേത്രത്തിലെ പുരോഹിതൻ കാളകളെയും പൂമാലകളെയും കൊണ്ടുവന്ന് ഗോപുരത്തിങ്കൽ കൊണ്ടുവന്ന് പുരുഷാരത്തോടുകൂടെ ഭാവിച്ചു. എന്നെ കേൾക്കുന്ന ദൈവ കുഞ്ഞുങ്ങളൊന്ന് ശ്രദ്ധിച്ചോ. വലിയ പൂമാലകളൊക്കെ കൊണ്ടുവന്ന് ദൈവത്തിന്റെ ദാസന്മാരെ സ്വീകരിക്കാനായി തുനിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് അകത്തുള്ള പൗലോസ്ലീഹ വസ്ത്രം വലിച്ചു കീറിയെന്ന് എഴുതിയിരിക്കുന്നത്. വസ്ത്രം വലിച്ചു കീറിയിട്ട് ചോദിച്ചാൽ നിങ്ങൾ എന്താ ഈ കാട്ടുന്നത്? കണ്ടോ? ഇന്നത്തെ ന്യൂ ജനറേഷൻ ഉപദേശിമാരുടെ അടുത്താണ് പൂമാലയും കൊണ്ടുവരുന്നല്ലോ. അവർ വസ്ത്രം കീറുവോ? ഇടല്ലേ ഇപ്പോൾ ഇടല്ലേ. ഒരു മിനിറ്റ്, സെൽഫി. ഇവിടെ ആത്മാവുള്ളവനെ തിരിച്ചറിയേണ്ടത്. മനസ്സിലാകുന്നുണ്ടോ? തന്നെത്താൻ മഹത്വം എടുക്കുന്നവൻ എതിരാളി, തന്നെത്താൻ ഉയർത്തുന്നവൻ എതിരാളി. മഹത്വം ദൈവത്തിന് കൊടുത്തുകൊണ്ട് വസ്ത്രം കീറിക്കൊണ്ട് ദൈവദാസന്മാർ പറഞ്ഞു, നിങ്ങൾ എന്തൊക്കെ ഈ കാട്ടിക്കൂട്ടുന്നത്? അവിടെയാണ് അവർ വിളിച്ചു പറഞ്ഞ കുറിവാക്യം. മനുഷ്യന്മാരെ, നിങ്ങൾ ഈ ചെയ്യുന്നത് എന്താണ്? ഞങ്ങൾ നിങ്ങളെപ്പോലുള്ള വെറും മനുഷ്യന്മാരാണ്. ഇന്ന് രാത്രി മുട്ടച്ചൽ ദേശത്തോടും പറയാം, ഞങ്ങൾ നിങ്ങളെപ്പോലുള്ള വെറും മനുഷ്യന്മാരാണ്. ഞങ്ങൾ ദേവന്മാരല്ല, ഞങ്ങൾക്ക് പ്രത്യേകതയില്ല. പകരം ഇന്ന് രാത്രി നിങ്ങൾ ഈ വ്യർത്ഥ കാര്യങ്ങളെ വിട്ടിട്ട്, മനുഷ്യന്മാരെ പിടിച്ച് ആൾ ദൈവങ്ങളാക്കുന്ന മണ്ടത്തരം വിട്ടിട്ട്, ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലത്തെ ഉണ്ടാക്കിയ ജീവനുള്ള ദൈവത്തിലേക്ക് തിരിയണം എന്നുള്ള സുവിശേഷം ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. ആമേൻ. വേഗത്തിൽ ഓടിപ്പോട്ടെ. എന്തൊക്കെയാ പാസ്റ്ററെ ഈ വിട്ടുകളയേണ്ട കാര്യം, വ്യർത്ഥമായ കാര്യം എന്താ? അതൊന്ന് പറഞ്ഞു തന്നാലല്ലേ അത് ഞങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നും മനസ്സിലാക്കിയിട്ട് വിട്ടുകളയാൻ പറ്റൂ. ഒന്ന് പറഞ്ഞു കൊടുത്തേ കുഞ്ഞെ. പൗലോസ് ചോദിക്കുക, എന്താ പൗലോസ് വ്യർത്ഥമായ കാര്യങ്ങൾ, എന്താ ഈ വിട്ടുകളയേണ്ട കാര്യം ഒന്ന് പറയാമോ? പറയാം. റോമാലേഖനം 1-ാം അധ്യായം 21, 22, 23 വാക്യങ്ങൾ ഒന്ന് വായിച്ചാട്ടെ.
അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്ന് ഓർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. കണ്ടോ, മനുഷ്യൻ വ്യർത്ഥമായി ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് പറയുന്നത്. ആരാ വ്യർത്ഥമായത് ചെയ്യുന്നത്? അവർ ദൈവത്തെ അറിഞ്ഞിട്ടും. കണ്ടോ, ഒരു ദൈവമുണ്ടെന്നറിഞ്ഞിട്ടും. കേട്ടോ മുട്ടച്ചെല്ലുകാരെ, കേട്ടോ, സകലത്തെയും സൃഷ്ടിച്ചൊരു സൃഷ്ടാവുണ്ട്, ഒരു പടച്ചവനുണ്ട്, ഒരു ഈശ്വരനുണ്ട്, ഒരു ദൈവമുണ്ട് എന്ന് ഇരുകാലി മനുഷ്യന്മാരറിഞ്ഞിട്ടും ആ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം ദൈവത്തിന് കൊടുത്തില്ലെന്ന്. ഒരു ദൈവമുണ്ട്, ഒരു സൃഷ്ടാവുണ്ട്. 2024 ഞാനിത് ഉച്ചഭാഷയിലൂടെ വിളിച്ചു പറയുമ്പോൾ കവലകളിൽ നിൽക്കുന്ന ന്യൂ ജനറേഷൻ പിള്ളേർ ചിലപ്പോൾ ചിരിക്കും. കാര്യം എന്താ? ദൈവമില്ലെന്ന് പറയുന്ന ഒരു തലമുറയിലാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത്. ദൈവമില്ലെന്ന് പറയുന്നു. ചില പിള്ളേർ പറയുന്നു ഡിങ്കനാണ് ദൈവമെന്ന്. ഡിങ്കനെ അറിയത്തില്ലേ? നിക്കറ് പുറത്തിട്ടൊരു ചുണ്ടലി, അതാണ് ദൈവമെന്ന്. ഏടാ മണ്ടന്മാരെ, ചിലർ പറയുന്നു ഇതൊന്നും സൃഷ്ടിപ്പ് നടത്താൻ ദൈവമൊന്നുമില്ല, ഇതൊക്കെ തന്നെ ഉണ്ടായതാണ്. എടാ മണ്ടൻ മനുഷ്യ, ഒരു മൊട്ടുസൂചി തന്നെ ഉണ്ടാവുമോ? സാരി കുത്തുന്നൊരു സേഫ്റ്റി പിന്ന് തന്നെ ഉണ്ടാവുമോ? പാസ്റ്ററെ, ഉണ്ടാക്കാൻ ഒരാൾ വേണം, വേണ്ടേ? സകലത്തെയും സൃഷ്ടിച്ചൊരു ദൈവമുണ്ട്. കരമനയിൽ നിന്ന് നെയ്യാറ്റിൻകരയിലേക്ക് വരുന്ന റോഡ് എന്നാ മനോഹരം, 6 വരിപ്പാത ഹൈവേ വിശാലമാക്കിയിട്ടിരിക്കുന്നു. നല്ല സിഗ്നൽ സംവിധാനം. ഇങ്ങോട്ട് വരുന്ന വണ്ടിയെ പേടിക്കേണ്ട, ഒരു സൈഡിൽ കൂടെ അങ്ങോട്ട് ഓടിച്ചങ്ങ് പോയാൽ മതി. ഞാൻ അങ്ങനെ ഒരു മീറ്റിങ്ങിന് കഴിഞ്ഞ ദിവസം നെയ്യാറ്റിൻകര പോയി. കരമനയിൽ നിന്ന് ഇങ്ങനെ വിട്ടുപോകുമ്പോൾ നല്ല മനോഹരമായ റോഡ് ഇങ്ങനെ കിടക്കുക അല്ലേ, സിഗ്നൽ സംവിധാനം നല്ല പാളീനായി കിടക്കുക. എന്നിട്ട് പോലും വഴിയരികിൽ പല വണ്ടികൾ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിച്ചു കിടക്കുന്നു. ഇത്രയും സംവിധാനങ്ങളുണ്ടായിട്ട് രണ്ടെണ്ണം അവിടെ ഇടിച്ചു കിടക്കുമ്പോഴാണ് തല ഉയർത്തി ആകാശമണ്ഡലങ്ങളിലേക്കൊന്ന് നോക്കണം. ആകാശമണ്ഡലങ്ങളിൽ, സൗരയൂഥങ്ങളിൽ, ഭ്രമണപഥങ്ങളിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഒറ്റ ഗ്രഹത്തിന് ഡ്രൈവർ ഉണ്ടോ? ഡെയിലി 2 എണ്ണം വെച്ച് ഇടിച്ചുകൊണ്ടിരിക്കുവാണോ? ആണോ? ഇതിനെയൊക്കെ കൃത്യമായ ആനുപാതികത്തിൽ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സർവശക്തന്റെ കരമുണ്ടെന്ന് രാവും പകലും ഉറങ്ങാത്ത വയങ്ങാത്ത കണ്ണു ചുമ്മാതെ ഈ പ്രപഞ്ചത്തെ അനാദി മുതൽ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സർവശക്തന്റെ കരം ഇതിന്റെ പിറകിലുണ്ട്. അവനാണ് സൃഷ്ടിച്ചവൻ, അവനാണ് ജീവനുള്ള ദൈവം. മനസ്സിലാവുന്നുണ്ടോ? മനുഷ്യൻ ദൈവത്തെ അറിഞ്ഞിട്ടും, ഒരു സൃഷ്ടാവുണ്ട്, ഒരു ദൈവമുണ്ടെന്ന് അറിഞ്ഞിട്ടും ആ ദൈവത്തിന് മഹത്വം കൊടുക്കാതെ മനുഷ്യൻ വ്യർത്ഥമായത് ചെയ്തെന്ന്. എന്താ വ്യർത്ഥമായത്? അടുത്ത വാക്ക്, അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. മനുഷ്യന്റെ ഹൃദയത്തിന്റെ അകത്ത് ഒരു ഇരുട്ട് പ്രവേശിച്ചു. മുട്ടച്ചല് കേട്ട്, മനുഷ്യന്റെ ഹൃദയത്തിന്റെ അകത്ത് ഒരു ഇരുട്ട് പ്രവേശിച്ചു. മറക്കരുത്, പിന്നാലെ പറയാം. ഇരുട്ടകത്ത് കയറിയപ്പോൾ എന്ത് സംഭവിച്ചെന്ന് ആദ്യം കേക്ക്. ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായി പോയി. ഇരുട്ടകത്ത് കയറിയപ്പോൾ മനുഷ്യന്റെ ഉള്ളിൽ ഒരു ചിന്ത, എനിക്കെല്ലാം അറിയാം, എന്നെ ആരും പഠിപ്പിക്കണ്ടെന്ന്. ചില ആളുകൾ പറയത്തില്ലേ, പണ്ട് ഞാൻ പാലോട് ഒരു കത്തോലിക്ക അച്ചായനോട് സുവിശേഷം പറഞ്ഞു ചെന്നപ്പോൾ പുള്ളി പറയാം, എൻ്റെ മോനെ എനിക്ക് വയസ്സ് 55 ആയടാ. ഞാൻ ചോദിച്ചു, അതെന്നാ മനസ്സിലായില്ല. 55 വർഷമായിട്ട് ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുന്ന എൻ്റെ അടുത്താണോ ഇന്നലെ ഇങ്ങോട്ട് വന്ന മോൻ യേശുവിനെ കുറിച്ച് ഉണ്ടോ? എനിക്കെല്ലാം അറിയാമെന്ന് പുള്ളിയുടെ ചിന്ത. ഞാൻ പറഞ്ഞു, ആട്ടെ അച്ഛാ, ദൈവം അനുഗ്രഹിക്കട്ടെ, ഞാനെന്നാ അങ്ങ് പ്രാർത്ഥിച്ചങ്ങ് പോവുക. പ്രാർത്ഥിച്ചു, അതിന് കുഴപ്പമൊന്നുമില്ല. എഴുന്നേറ്റ് നിന്നപ്പം കൗതുകത്തിന് ചുമ്മാ ചോദിച്ചു, അച്ഛാ 55 വർഷമായെന്നല്ലേ ക്രിസ്ത്യാനിയായിട്ട്? പിന്നെ 55, കഴിഞ്ഞ മാസം 55. പിന്നെ ഈ യേശുവിൻ്റെ പേരെന്താന്ന് ചോദിച്ചു. ചുമ്മാ യേശുവിൻ്റെ പേരെന്താന്ന് ചോദിച്ചപ്പോൾ പുള്ളി തെക്കും വടക്കും നോക്കി വെച്ച് പറയാ, യേശുവിൻ്റെ പേര് യേശു, ഇപ്പം വേറെന്തൊരു പേരിരിക്കണം യേശുവിനെന്ന്. യേശുവിൻ്റെ പേര് യേശു, ഇപ്പം വേറെന്തൊരു പേരിരിക്കണം യേശുവിനെന്ന്. വേറെ പേരുകളുണ്ടപ്പി ചോദിക്കുകയാണ്. എടാ മണ്ടൻ ക്രിസ്ത്യാനി, 55 വർഷമായിട്ട് ക്രിസ്ത്യാനിയായിരുന്നു. സൺഡേ ക്ലാസ്സിലെ കുഞ്ഞിനോട് ചോദിച്ചാൽ പറയുന്ന കാര്യമാണ് യേശുവിൻ്റെ പേരെന്താന്ന്. നിങ്ങളും ചിലർ കണ്ണും തെള്ളിയിരിക്കുന്നു, വേറെ പേരുണ്ടോന്ന്. പ്രവാചകൻ വിളിച്ചു പറഞ്ഞു, ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കപ്പെടും. മനസ്സിലായോ? പല ആളുകളുടെ ചിന്ത, എനിക്കെല്ലാം അറിയാം, എന്നെ ആരും പഠിപ്പിക്കണ്ടെന്നാ. എന്നാൽ മനസ്സിലാക്കേണ്ടതൊട്ടും മനസ്സിലാക്കിയിട്ടില്ല. മനുഷ്യൻ്റെ ചിന്ത അങ്ങനെ, എനിക്കെല്ലാം അറിയാം. ഇന്നും അങ്ങനല്ലേ? നിങ്ങളെ ഇവിടെ ഈ പരിസരത്ത് ഒരു അച്ചായന് ക്യാൻസർ വന്നെന്നിരിക്കട്ടെ, ഉദാഹരണം ക്യാൻസർ വന്നെന്നിരിക്കട്ടെ.
നിങ്ങൾ ഒരമ്മാമ്മ ചെന്നിട്ട് പറയുക, അച്ഛാ ചാക്കോച്ചാ ക്യാൻസർ ആണെന്ന് അറിഞ്ഞല്ലോ. ആന്നടി, അറിയാൻ ഇച്ചിരി വൈകിപ്പോയടി. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ. എന്താ? നമ്മുടെ മുട്ടച്ചൽ മറ്റേ അവിടെ പിന്നെ ആ കൂടാരമില്ലയോ എവിടെ, മറ്റേ പ്രാർത്ഥന നടക്കുക, വെന്തി കോസോ കോസ് അവിടെ 40 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നടക്കുക. ദൈവദാസന്മാരൊക്കെ ഒത്തിരി പേര് വരുന്നുണ്ട്, രോഗികളൊക്കെ സൗഖ്യമാകുന്നുണ്ടെന്നൊക്കെ കേട്ടെ. ഞാൻ ഒന്ന് അങ്ങോട്ട് പോന്നോ? എവിടെ? കോസിലോ? ഞാനോ? എൻ്റെ പള്ളി ഏതാണെന്ന് നിനക്കറിയാമോ? എൻ്റെ കുടുംബ കല്ലറ ഏതാണെന്ന് അറിയാമോ? പെന്തിക്കോസ്, പുന്തുക്കോസ്. അതിനേക്കാളും നല്ലത് ക്യാൻസർ വന്ന് ചാകുന്നതാന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ ആട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ചാക്കോച്ചൻ്റെ ഒരു കൂട്ടുകാരൻ വന്നിട്ട് പറഞ്ഞു, ചാക്കോച്ച ഗുഡ് ന്യൂസ്. എന്താ? വയനാട്ടിൽ ഒരു വൈദ്യൻ, കേളു വൈദ്യൻ, എല്ലാ രോഗവും മാറ്റുമെന്ന്. കാട്ടുമൂപ്പൻ ആണോ? പിന്നെ എന്നാൽ പോയാലോ? പിന്നെന്താ, എടുക്കടാ വണ്ടി, വിടടാ വയനാട്. അവിടെ ചെന്ന് കേളു വൈദ്യൻ നോക്കി വെച്ച് പറഞ്ഞു, എൻ്റെ കയ്യിൽ നിൽക്കുന്നത് അല്ല കടുപ്പമാ. ഒരു കാര്യം ചെയ്യും, ഇവിടുന്ന് നേരെ മൈസൂർ വഴി കർണാടകയിലേക്ക് വിട്ടു. അവിടെ വേറൊരു വൈദ്യനുണ്ട്. നമ്മൾ എടുക്കടാ വണ്ടി, വിടടാ. കർണാടക വിട്ടപ്പോൾ അയാൾ നോക്കി വെച്ച് പറഞ്ഞു, സാറേ ഇച്ചിരി കടുപ്പമാ, ഒരു കാര്യം ചെയ്യും, വണ്ടി സൈഡിൽ ഒതുക്കിയിട്ട് അടുത്ത ഫ്ലൈറ്റ് എടുത്ത് ഡൽഹിക്ക് വിട്ടോ. അവിടെ കേന്ദ്രമന്ത്രിമാരെ ചികിത്സിക്കുന്ന പുതിയൊരു വിങ് ഉണ്ട്, ക്യാൻസർ വിഭാഗം ഉണ്ട്. എന്നാൽ ഒതുക്കടാ വണ്ടി, എടുക്കടാ ഫ്ലൈറ്റ്. നേരെ വിട്ടു ഡൽഹി ചെന്നു. അവിടെ അവർ നോക്കി വെച്ച് പറഞ്ഞു, സംഗതി ഇച്ചിരി മൂത്തുപോയി, ഒരു കാര്യം ചെയ്യും, മലേഷ്യക്ക് വിടാൻ പറഞ്ഞു. അടുത്ത ഫ്ലൈറ്റ് എടുത്ത് നേരെ വിട്ടു മലേഷ്യ ചെന്നപ്പോൾ അവിടുത്തെ ഡോക്ടർമാരെല്ലാം കൂടെ ഒന്നിച്ച് നോക്കിയിട്ട് പറഞ്ഞു, ഇനി ഉലകത്തിൽ എവിടെ കൊണ്ടുപോയാലും ഒന്നും ചെയ്യാനില്ല സാറേ, നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ. പുള്ളി അവസാനം കറങ്ങി തിരിഞ്ഞ് വീണ്ടും മുട്ടച്ചൽ വന്നു. അപ്പോൾ ഇല്ല മറ്റേ അമ്മച്ചി എന്നിട്ട് പറഞ്ഞു, ചാക്കോച്ച അവിടെ ഇനി 3 ദിവസവും കൂടെ ഉള്ളൂ പ്രാർത്ഥന തീരാൻ, ഒന്ന് അങ്ങോട്ട് പോന്നോ? എന്നാൽ പിന്നെ ഒന്ന് അങ്ങോട്ട്. ഇതാണ് മനുഷ്യൻ അല്ലേ? സകല പണിയും നോക്കി നടക്കത്തില്ലെങ്കിൽ മാത്രം ഉപദേശിമാരെ തപ്പി നടക്കുക, പ്രാർത്ഥിക്കട്ടെ. ഇതല്ലേ മനുഷ്യൻ? ഞാൻ പറഞ്ഞതുള്ളതല്ലേ? അവനെ കൊണ്ടാവുന്ന പണി 58 നോക്കി ഒക്കത്തില്ലെങ്കിൽ മാത്രം അവൻ നോക്കുന്ന ഒന്നാണ് ദൈവം. മനസ്സിലാക്കിക്കോണം. അപ്പോൾ ഈ പാപം, ഈ ഇരുട്ട് മനുഷ്യൻ്റെ അകത്ത് കയറിയപ്പോൾ ജ്ഞാനികളെന്ന് പറഞ്ഞുകൊണ്ട് മൂഢരായിപ്പോയി. അടുത്ത വാക്ക് ശ്രദ്ധിച്ചേ. അക്ഷയനായ സൃഷ്ടാവിന്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമായി മാറ്റിക്കളഞ്ഞു. മനുഷ്യൻ സൃഷ്ടാവിനെ മറന്നുപോയി. സൃഷ്ടാവിന് കൊടുക്കേണ്ട മഹത്വം സൃഷ്ടിക്ക് കൊടുത്തു. അതാണ് മനുഷ്യൻ ചെയ്ത വ്യർത്ഥമായ കാര്യം. ഇന്ന് രാത്രി മുട്ടച്ചൽ ദേശത്തോട് ഞങ്ങൾ വിളംബരം ചെയ്യുന്നു, മനുഷ്യ നീ സൃഷ്ടിയല്ല, ഇന്ന് രാത്രി സൃഷ്ടാവിനെ അറിയണം. സൃഷ്ടാവിന് കൊടുക്കേണ്ട മഹത്വം പങ്കുവച്ചു. ആർക്കൊക്കെ പങ്കുവെച്ചെന്നാ വായിച്ചേ? ആർക്കൊക്കെ പങ്കുവെച്ചു? പറ. മനുഷ്യന് മഹത്വം കൊടുത്തു. അപ്പൊ ഇവിടെ ആൾ ദൈവങ്ങൾ ഉണ്ടായി. അടുത്തത് പക്ഷിക്ക് മഹത്വം കൊടുത്തു. അടുത്തത് നാൽക്കാലിക്ക് മഹത്വം കൊടുത്തു. അടുത്തത് ഇഴജാതിക്ക് മഹത്വം കൊടുത്തു. ഇവിടെ പാരമ്പര്യം പറയുന്ന ക്രിസ്ത്യാനി 4നെയും കൂടെ ഒന്നിച്ച് ഒരു കണ്ണാടി കൂട്ടിലാക്കി ജംഗ്ഷനിൽ വെച്ച് മഹത്വം കൊടുക്കുക. കണ്ടിട്ടില്ലേ? നിങ്ങൾ കണ്ടിട്ടില്ലേ? നാൽക്കാലി ആരാ? കുതിര. മേലെ മനുഷ്യൻ, കീഴെ ഇഴജാതി. അപ്പം നിങ്ങൾ ചോദിക്കും പക്ഷിയോ എന്ന്. വീട്ടിൽ ചെന്ന പടത്തെ ഒന്നുകൂടെ നോക്കിയാൽ മതി. ഇഴജാതിക്ക് 2 ചിറക് വരച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? വർഗീസണ്ണൻ്റെ കാര്യമോ പറഞ്ഞു? മനസ്സിലാകുന്നുണ്ടോ? എടാ ക്രിസ്ത്യാനി, നീ ഇന്ന് രാത്രി മാനസാന്തരപ്പെട്ടോണം. സൃഷ്ടാവായ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം പങ്കുവെച്ചിട്ട് അക്ഷയനായ ദൈവത്തിൻ്റെ തേജസ്സിനെ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, മൃഗജാതി, ഇടജാതി എന്നിവയുടെ രൂപസാദൃശ്യമാക്കി മനുഷ്യൻ മാറ്റിക്കളഞ്ഞു. മനുഷ്യൻ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം മനുഷ്യന് കൊടുത്തു. ആൾ ദൈവങ്ങൾ ഉണ്ടായി വന്നു. മനുഷ്യൻ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം പക്ഷിക്ക് കൊടുത്തു. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം നാൽക്കാലിക്ക് കൊടുത്തു. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം ഇടജാതിക്ക് കൊടുത്തു. ഈ ഇടജാതി ഇന്ന് വരെ ഒരുത്തനെ കടിച്ചിട്ട് ആൾ മാറിപ്പോയി, അറിയാതെ പറ്റിയാന്ന് പറഞ്ഞ ചരിത്രം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇന്ന് വരെ ഇല്ല. എന്നാലും അതിനെയും പിടിച്ച് മഹത്വം കൊടുക്കുക. എന്നാൽ ഈ ദൈവം ഭക്തനെ കാണാൻ വീട്ടിൽ വന്നാലോ, അടിയൻ്റെ വീട്ടിൽ വരാൻ അടിയൻ എന്തുള്ളൂ എന്നാണോ വാവാ സുരേഷിനെ വിളിക്കുക? എടാ നിനക്കെന്ന് നേരം വെളുക്കും. അതുകൊണ്ട് ഇന്ന് രാത്രി മണ്ടത്തരങ്ങളെ വിട്ടിട്ട്, വ്യർത്ഥമാകുന്ന മണ്ടത്തരങ്ങളെ വിട്ടിട്ട്, ഇന്ന് രാത്രി ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലത്തെയും നിർമ്മിച്ച ജീവനുള്ള ദൈവത്തിങ്കലേക്ക് മടങ്ങി വാ. മുട്ടച്ചൽ ദേശത്തോട് 1-ാം ദിനം ഞങ്ങൾ വിളംബരം ചെയ്യുന്നു. ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലത്തെ ഉണ്ടാക്കിയ ജീവനുള്ള ഒരു ദൈവമുണ്ട്. ഇന്ന് രാത്രി ദേശമേ ജീവനുള്ള ദൈവത്തിങ്കലേക്ക് തിരിയുവീൻ. അതാണ് സുവിശേഷം. അത് പറയാനാണ് സുവിശേഷം. സ്തോത്രം.
പാസ്റ്ററെ അത് പറയാനുള്ള ആംബിയർ ഇല്ലെങ്കിൽ വല്ല തൊഴിലുറപ്പിനും പോകാൻ പറഞ്ഞോണം. സ്തോത്രം. മനസ്സിലാകുന്നുണ്ടോ? അതാ ദൈവദാസന്മാരുടെ ഉള്ളിലുണ്ടായിരുന്ന പരിശുദ്ധാത്മാവ്. അവർ സാമാന്യം പഠിപ്പില്ലാത്ത മനുഷ്യരാണെങ്കിലും അവരുടെ ധൈര്യം കണ്ടിട്ടെന്നാ അല്ലേ? അങ്ങനാ എഴുതിയിരിക്കുന്ന. അങ്ങനാ യഹൂദന്മാരെ പേടിച്ച് കഥകടച്ച് വാതിലടച്ച് അകത്തിരുന്നവർ പരിശുദ്ധാത്മാവ് അകത്തോട്ട് വന്നപ്പോൾ സധൈര്യം പുറത്തിറങ്ങി നിൽക്കുക കർത്താവിൻ്റെ വചനവുമായി. ഇവിടെ പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പറയുന്ന പലരും പള്ളിക്കകത്ത് കഥ കടച്ചിട്ടിട്ട് പ്രകടനം, ശക്തി പ്രകടനം. പുറത്തിറങ്ങി നിന്നാൽ മുട്ടുപറയ്ക്കും. നിൻ്റെ മേലുള്ള വേറെ ഏതോ ആത്മാവാ. സ്തോത്രം. പിന്നെ ആനക്കൊന്നുമില്ലല്ലോ. നാട്ടുകാരെ പറഞ്ഞാൽ വലിയ സന്തോഷമാണ്, ഞങ്ങളെ പറയരുതെന്ന്. നോക്ക്, അക്ഷയനായ ദൈവത്തിൻ്റെ തേജസ്സിനെ ക്ഷയമുള്ള മനുഷ്യനോടും പക്ഷിയോടും നാൽക്കാലിയോടും ഇഴജാതിയോടും രൂപസാദൃശ്യമായി മനുഷ്യൻ മാറ്റിക്കളഞ്ഞു. സൃഷ്ടാവിനെ മറന്നുപോയ മനുഷ്യൻ സൃഷ്ടിക്ക് മഹത്വം കൊടുത്തു. ഇനിയും ഡിഗ്രി ഒന്നും വേണ്ട. ഇവിടെ ഇരിക്കുന്ന കുഞ്ഞിന് മനസ്സിലാകുന്ന പോലെ ഒരു ചോദ്യം ഞാൻ ചോദിക്കാം. മക്കളെ പറയടാ, മനുഷ്യനെ സൃഷ്ടിച്ചത് ആര്? അവർ പറഞ്ഞു. ഉറക്കെ പറ മോനെ, ദൈവം അല്ലേ? നിങ്ങളോട് തന്നെ ചോദിക്കാം, ഇന്ന് ദൈവത്തെ സൃഷ്ടിക്കുന്ന ആര്? മനുഷ്യ. കണ്ടോ മിടുക്കൻ? കണ്ടോ? പിള്ളേർക്ക് വരെ കാര്യം മനസ്സിലായിട്ടും നിന്റെ തലയിൽ ഇത് കയറിയല്ല. എടാ, സകലത്തെയും സൃഷ്ടിച്ച ദൈവത്തെക്കുറിച്ചാണ് പറയുന്നത്. നിന്നെ ഉണ്ടാക്കിയ ദൈവത്തെക്കുറിച്ചാണ് പ്രസംഗിക്കുന്നത്, നീ ഉണ്ടാക്കിയതിനെ കുറിച്ചല്ല. മനസ്സിലാകുന്നുണ്ടോ? മൂക്കി ശ്വാസമുള്ള ഈ പേട്ട് മനുഷ്യൻ സകലത്തെയും സൃഷ്ടിച്ച ദൈവത്തെ സൃഷ്ടിക്കുക. എങ്ങനെ വേണം? ഇരിക്കുന്ന വേണം, നടക്കുന്ന വേണം, കിടക്കുന്ന വേണം, ബ്ലാക്ക് ആൻഡ് വൈറ്റ് വേണം, കളർ വേണോ, ലിപ്സ്റ്റിക് ഇട്ട വേണോ, ഇടാത്ത വേണോ? ഇന്ന് രാത്രി മാനസാന്തരപ്പെടണം. മേപ്പോട്ട് വലിക്കുന്ന ശ്വാസം കീപ്പോട്ട് വിടാൻ കഴിയാതെ പോയാൽ വാഴപ്പിണ്ടി പോലെ കിടക്കുന്ന പേട്ട് മനുഷ്യന്റെ കൽപ്പനകൾക്ക് അനുസരിച്ച് താളം തുള്ളുന്നവനല്ല പ്രപഞ്ചത്തെ നിർമ്മിച്ച ഈശ്വരൻ, സകലത്തെയും സൃഷ്ടിച്ച സൃഷ്ടാവ്, സകലത്തെയും പടച്ചുണ്ടാക്കിയ പടച്ചവൻ മനുഷ്യന്റെ കൽപ്പനകൾക്കനുസരിച്ച് താളം തുള്ളുന്നവനല്ല. മൂക്കി ശ്വാസമുള്ള പേട്ട് മനുഷ്യന്റെ കൽപ്പന അനുസരിച്ച്, അവന്റെ ഇഷ്ടം ഓർഡർ അനുസരിച്ച് ഇരിക്കാനും എഴുന്നേക്കാനും നടക്കാനും കിടക്കാനും അടക്കാനും തുറക്കാനും നിന്റെ കീഴെ പണിയെടുക്കുന്ന ബംഗാളിയല്ല ദൈവം. നിന്റെ കീഴെ പണിയെടുക്കുന്ന ബംഗാളിയോട് പറഞ്ഞാൽ അവൻ കേൾക്കും, സരി സേട്ടാ, അങ്ങനെ ചെയ്യാം സേട്ടാ. അതുപോലെ അനുസരിക്കുന്നവനല്ല സൃഷ്ടാവ്. മൂക്കി ശ്വാസമുള്ള പേട്ട് മനുഷ്യന്റെ കൽപ്പനയ്ക്ക് അനുസരിച്ച് താളം ചവിട്ടുന്നവനല്ല പ്രപഞ്ചത്തെ നിർമ്മിച്ച സർവശക്തനായ സൃഷ്ടാവ്. അതുകൊണ്ട് ഇന്ന് രാത്രി മനുഷ്യ, നീ സൃഷ്ടാവിനെ അറിയണം. അതിനാണ് ഈ യോഗം. ദൈവത്തെ അറിയണം. മൂക്കി ശ്വാസമുള്ള പേട്ട് മനുഷ്യൻ. പാസ്റ്റർമാരോട് ഞാൻ പറയാം, ചില ന്യൂ ജനറേഷൻ കീടങ്ങൾ സ്റ്റേജിൽ കയറി നിന്നിട്ട് പറയുക, ആത്മാവ് ഇപ്പോൾ തന്നെ ശക്തിയോടെ ഇവൻ പറയുമ്പോൾ കയറാനും ഇറങ്ങാനും ഇവൻ്റെ വേലക്കാരനാണോ പരിശുദ്ധാത്മാവ്? ഇതൊക്കെ ദൈവാസന്മാരും കൂടെ മനസ്സിലാക്കിക്കോണം. തൃത്വത്തിൽ മൂന്നാളത്വങ്ങളും ഏറ്റക്കുറച്ചിലുകളില്ലാത്ത ദൈവമല്ലേ? അല്ലേ? പിതാവ് എന്ന് കേൾക്കുമ്പോൾ എത്ര ഭയവും ബഹുമാനവും നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് വരുന്നു. അതിലൊരു തരിമ്പ് പോലും കുറയാതെ പുത്രൻ എന്ന് കേൾക്കുമ്പോഴുണ്ടാകണം, പരിശുദ്ധാത്മാവെന്ന് കേൾക്കുമ്പോഴുണ്ടാകണ്ടേ ഭാഷേ? വേണ്ടേ? പക്ഷെ പകരം സംഭവിക്കുന്നത് എന്താ? യഹോവയായ ദൈവം, കർത്താവായ യേശു. അത് കുഴപ്പമില്ല, നമ്മുടെ സ്വന്തം കർത്താവ്. പരിശുദ്ധാത്മാവ് വേലക്കാരൻ. അതുകൊണ്ടാണ് ഈ ബോധമില്ലാത്ത പെണ്ണുങ്ങൾ വരെ പരിശുദ്ധാത്മാവിൻ്റെ പേര്. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴേടി ആത്മാവ് എന്നെ ഒരു കാഴ്ച കാണിച്ചു. എന്നാടി? ഒരാന തിരിഞ്ഞു നിൽക്കുക, പിന്നെ ഓലമടൽ താഴോട്ട് വീഴുക. നാളൊരു പെണ്ണുമ്പിള്ള പറഞ്ഞു, പാസ്റ്ററേ ഞാനൊരു കാഴ്ച കാണുന്നു. പാസ്റ്റർ ചോദിച്ചു, എന്നാ അമ്മാമേ? ചക്ക പഴുത്തിരിക്കുകയെന്ന്. പിന്നെ പാസ്റ്റർ പറഞ്ഞു, എന്നാ പൂളമ്മാമേ തിന്നേച്ച് ബാക്കി പ്രാർത്ഥിക്കാമെന്ന്. പിന്നെ അല്ലാതെ ഇതിനൊക്കെ എന്ത് പറയാനാ? ഒരു കാര്യം മനസ്സിലാക്കിക്കോണം. നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ ഇത് കുഞ്ഞുകളിയല്ല. ഞാൻ ഇവിടെ ഇരിക്കുന്ന എൻ്റെ സ്നേഹിതനോട് ചോദിക്കുക, ഷെലിം പാസ്റ്ററെ, പാസ്റ്റർ പറയാത്തൊരു കാര്യം ശ്രദ്ധിക്കണം, ഗൗരവമുള്ള വിഷയമാണ്. പാസ്റ്റർ പറയാത്തൊരു കാര്യം പാസ്റ്റർ പറഞ്ഞു എന്ന് വിശ്വാസികൾ നാട്ടുകാരോട് പറഞ്ഞ് പ്രചരിപ്പിച്ചാൽ പാസ്റ്റർ ചങ്ക് വേദനിക്കുമോ? ഞാൻ എൻ്റെ മനസ്സെ പോലും അറിഞ്ഞതല്ല. നിങ്ങൾ സഹോദരിമാരെ, നിങ്ങൾ പറയാത്തൊരു കാര്യം നിങ്ങൾ പറഞ്ഞെന്ന് തൊഴിലുറപ്പുകാർ പറഞ്ഞ് ഭരിച്ചാൽ നിങ്ങൾ തൊഴിലുറപ്പിൻ്റെ ഇടയിൽ എൻ്റെ മനസ്സിൽ പോലും അറിഞ്ഞു അല്ലടി സൂസമ്മേ പറയത്തില്ലേ? പറയും. പറയാത്ത കാര്യം പറഞ്ഞെന്ന് പറഞ്ഞാൽ ചങ്ക് വേദനിക്കും. ഇതുപോലെ പരിശുദ്ധാത്മാവ് ഇടപെടാത്ത കാര്യം, പരിശുദ്ധാത്മാവ് പറയാത്ത കാര്യം വേദി കയറി നിന്ന് ആത്മാവ് ഇടപെടുന്നു, ആത്മാവ് കാണിക്കുന്നു. ആത്മാവ് എന്നോട് പറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ ഓർത്തോണം, ആടി ദൈവം നിന്നെ വിടത്തില്ല, നിന്നെ ആടിച്ചെടുത്ത് ദൈവം ദൂരെ കളയും. പരിശുദ്ധാത്മാവിൻ്റെ പേരിൽ വ്യാജം പറയുമ്പോൾ ദൈവാത്മാവ് ദുഃഖിക്കുകയാണ്. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചാൽ ഈ ലോകത്തിലും വരുവാനുള്ള ലോകത്തിലും മാപ്പില്ലാത്ത കുറ്റം.
അതൊന്നും ആരും പറയത്തില്ല. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഓ, അത് അന്യഭാഷ കളിയാക്കിയാല. ഓ, അത്രയേ ഉള്ളൂ. അങ്ങനെ പഠിച്ചു വെച്ചേക്കുക. അതുകൊണ്ട് ദൈവാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. സ്തോത്രം. മനസ്സിലാക്കിക്കോണം. ദൈവം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ കൽപ്പനകൾക്കനുസരിച്ച് താളം തുള്ളുന്നവനല്ല ദൈവം. ആമേൻ. പിന്നെ ആരാ ദൈവം? ആമേൻ. അതുകൊണ്ട് അപ്പോസ്തലപ്രവൃത്തി 17:24 ദൈവത്തെക്കുറിച്ച് വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു. വായിച്ചേ 17:24. ഉറക്കെ വായിച്ചുകൂടെ. ദൈവം ആരാന്നറിയണം. ലോകവും അതിലുള്ളതൊക്കെ ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകുന്നുണ്ട്. അപ്പൊ നോക്ക്, ദൈവം ആരാണ് എന്നുള്ളത് സംബന്ധിച്ച് ദൈവത്തിന്റെ വചനം വ്യക്തമായി വിളിച്ചു പറയുക. ഈ പ്രപഞ്ചത്തെ നിർമ്മിച്ച ദൈവം, ലോകവും അതിലുള്ളതൊക്കെ ഉണ്ടാക്കിയ ദൈവം. നീ ഉണ്ടാക്കിയതല്ല, നിന്നെയും ഈ പ്രപഞ്ചത്തിൽ കാണുന്ന സകലത്തെയും ഉണ്ടാക്കിയ ദൈവം, സ്വർഗത്തിനും ഭൂമിക്കും നാഥൻ. അപ്പൊ ദൈവം എന്ന് പറഞ്ഞാൽ ആരാ? ഏതെങ്കിലും ഒരു പഞ്ചായത്ത് ഒതുങ്ങുന്ന പുള്ളിയാണോ പാസ്റ്ററെ? ഏതെങ്കിലും ഒരു വില്ലേജ് ഒതുക്കാൻ പറ്റുന്നവനാണോ? ഏതെങ്കിലും ഒരു ജില്ലക്കകത്ത് ഒതുങ്ങുന്നവനാണോ ദൈവം? ആണോ? ദൈവം പറയാ, ഞാൻ ഇനി കുറച്ചു കാലം കൊല്ലം ജില്ലയെ കാണേണ്ടവരെല്ലാം കൊല്ലത്തോട്ട് വായോ? ആണോ? അല്ല. ദൈവം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ജില്ലക്കകത്ത് ഒതുങ്ങുന്നവനല്ല, ഏതെങ്കിലും ഒരു പഞ്ചായത്തിൽ ഒതുക്കാൻ പറ്റുന്നവനല്ല, ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ ഒതുക്കാൻ പറ്റുന്നവനല്ല. സ്വർഗത്തിനും ഭൂമിക്കും നാഥൻ, സകലത്തെയും നിയന്ത്രിക്കുന്നവൻ, സർവശക്തൻ. ആ സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവം. അടുത്ത വാക്ക് വായിക്കുന്നു, മനുഷ്യന്റെ കൈപ്പണിയായ കെട്ടിടങ്ങളിൽ വാസം ചെയ്യുന്നില്ല. മനസ്സിലായോ? അപ്പൊ ദൈവത്തെ കാണാൻ ഞങ്ങൾ എന്ത് ചെയ്യണം പാസ്റ്ററെ? ദൈവത്തെ കാണാൻ ഞങ്ങൾ എവിടെ പോകണം? മനുഷ്യനുണ്ടാക്കിയ ഒരു കെട്ടിടങ്ങളിലും ദൈവം വസിക്കുന്നില്ല. ഇനി അത് മനസ്സിലാക്കണമെങ്കിൽ ഒരു ചെറിയ ഉദാഹരണം പറയാം. 2018 പ്രളയം വന്നോ? പറ, വേഗം പറ. വന്നു. പാരമ്പര്യം പറയുന്ന ക്രിസ്ത്യാനിയുടെ വീട്ടിലിരിക്കുന്ന യേശുവും ഗീവർഗീസും ഉൾപ്പെടെ ഒഴുകി പോയോ? ഉള്ളത് പറ. പോയി. ചാക്കോച്ചൻ പുറത്തിറങ്ങി നോക്കിയപ്പോൾ യേശു തെക്കോട്ടും വർഗീസ് വടക്കോട്ടും ഒഴുകുന്നു. മേപ്പോട്ട് നോക്കിയപ്പോൾ രക്ഷിപ്പാൻ ഹെലികോപ്റ്റർ താഴോട്ട് വരുന്നു. ഉടനെ പുള്ളി ഒറ്റ നിലവിളി, ഹെലികോപ്റ്ററേ വേഗം വന്നിട്ട് വർഗീസിനെ രക്ഷിക്കണമെന്നാണോ എന്നെ രക്ഷിക്കണമെന്നാണോ? സത്യമേ പറയോ? എന്നെ രക്ഷിക്കണമെന്നാണ് വിളിച്ചത് അല്ലേ? ഹെലികോപ്റ്റർ പാഞ്ഞു വന്നു, ചാക്കോച്ചനെ തൂക്കിയെടുത്ത് ദുരിതാശ്വാസ ക്യാമ്പിൽ കൊണ്ടുപോയി രക്ഷിച്ചു. സത്യതല്ലേ? സത്യത. 2 ആഴ്ച കഴിഞ്ഞ് വെള്ളമൊക്കെ ഇറങ്ങിയപ്പോൾ ചാക്കോച്ചൻ തിരിച്ച് വീട്ടിൽ വന്നു നോക്കിയപ്പോൾ ഇതിൽ ഒഴുകിപ്പോയ വർഗീസ് അവിടെ ചെളി പിടിച്ച് കിടപ്പുണ്ട്. പുള്ളി ഓടിച്ചെന്ന് അതിനെ തുടച്ചെടുത്ത് ഷോക്കേഴ്സിൽ കൊണ്ട് വെച്ചാൽ അതിനോട് പറയാ, എന്നെ രക്ഷിക്കണേ എന്ന്. എടാ, നിനക്ക് എന്ന് നേരം വെളുക്കും ഇവിടെ? മിണ്ടുന്നില്ല. സ്തോത്രം. മനുഷ്യനിർമ്മിതമായ കെട്ടിടങ്ങളിൽ കുടിയിരിക്കുന്നവനല്ല ദൈവം. പിന്നെ ദൈവം എവിടെ വസിക്കുന്നു? ദൈവം എവിടെയാ വസിക്കാൻ ആശിക്കുന്നത്? വിശുദ്ധ തിരുവെടുത്ത് പറയുന്നു, ദൈവം വസിക്കാൻ ആശിക്കുന്നത് മനുഷ്യ നിന്റെ ഹൃദയമാകുന്ന മന്ദിരത്തിലാണ്. ഇന്ന് രാത്രി നീ ദൈവത്തെ തപ്പി എവിടെ പോകണം? 1 കിലോമീറ്റർ നടക്കണ്ട, ഒരു മലയിലും കയറണ്ട, പരുമലയിലും കുരിശുമലയിലും മുട്ടയിലെ തൊലിയും കളഞ്ഞ് നീ ഇഴഞ്ഞഴഞ്ഞ് പോകണ്ട, ദൈവത്തെ അന്വേഷിച്ച് നീ ഒരിടത്തും പോകണ്ട. ആമേൻ. ഈ ഉലക ചരിത്രത്തിൻ്റെ അകത്ത് ആമേൻ നീ എന്നെ തപ്പി ഞാനിരിക്കുന്നിടത്ത് വരണ്ട. പകരം 2 or 3 പേർ എൻ്റെ നാമത്തിൽ കൂടി വന്നാൽ അങ്ങോട്ട് ഞാൻ വന്നോളാം എന്ന് പറഞ്ഞൊരു ദൈവമുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന യേശുക്രിസ്തുവല്ലാതെ മറ്റൊരുത്തനും അങ്ങനെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി ജീവനുള്ള ദൈവത്തെ തപ്പി നീ ഒരിടത്തും പോകണ്ട. പകരം ഇന്ന് രാത്രി ഇരിക്കുന്ന ഇടക്ക് നിൽക്കുന്ന ഇരിക്കുന്ന ഇരിപ്പിൽ നിന്റെ ഹൃദയത്തിന്റെ വാതിൽ ഇന്ന് രാത്രി ജീവനുള്ള ദൈവത്തിനായി തുറക്കപ്പെട്ട് ജീവിക്കുന്ന ദൈവമേ, എൻ്റെ ഹൃദയത്തിന്റെ അകത്ത് കടന്നു വരണമെന്ന് ഇന്ന് രാത്രി ഇരിക്കുന്ന ഇരിപ്പിൽ നിൽക്കുന്ന നിപ്പിൽ ആര് ദൈവത്തോട് നിലവിളിക്കാൻ തയ്യാറാകും? ഇന്ന് രാത്രി ആമേൻ ദേശത്തോട് പറയട്ടെ, ഒരു നാണയത്തൊട്ട് കൊടുക്കേണ്ട, 1 കിലോമീറ്റർ നടക്കേണ്ട, ഒരു മെഴുകുതിരി കത്തിക്കേണ്ട, സൗജന്യമായി ഇന്ന് രാത്രി നിന്റെ ഹൃദയത്തിന്റെ അകത്ത് കടന്നു വരുവാൻ സർവശക്തനായ ദൈവം മതിയായവനത്രേ. എന്തുകൊണ്ട് ഇത് സാധിക്കുന്നില്ല? ആ ഒരൊറ്റ പോയിന്റും കൂടെ പറഞ്ഞ് പ്രസംഗത്തിന് വിരാമമിടാം. എന്തുകൊണ്ട് മനുഷ്യന്മാർക്ക് ഇത് കഴിയുന്നില്ല? ഉത്തരം, മനുഷ്യന്റെ ഹൃദയത്തിന്റെ അകത്തൊരു ഇരുട്ട് പ്രവേശിച്ചു എന്ന് ഞാൻ പറഞ്ഞു. എന്താണ് ആ ഇരുട്ട്? ആ ഇരുട്ടാണ് പാപം. മനുഷ്യന്റെ ഹൃദയത്തിന്റെ അകത്ത് കുടിയിരിക്കുന്ന പാപമെന്ന ഇരുട്ടാണ് ജീവനുള്ള ദൈവത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റിയിരിക്കുന്നത്. ഈ പാപം ഏദൻ പൂങ്കാവനത്തിൽ നിന്ന് മനുഷ്യൻ്റെ അകത്ത് കയറി. എൻ്റെ പ്രിയ സഹോദരങ്ങൾ, വഞ്ചിക്കപ്പെടാതിരിക്കാൻ ഞാൻ 1-2 സത്യം പറയാൻ നിങ്ങൾ പിണങ്ങാതിരിക്കുമെങ്കിൽ, ഈ പാപം മനുഷ്യൻ്റെ അകത്ത് കയറാൻ കാരണമായതിനെക്കുറിച്ച് പൗലോസ് ശ്ലീഹ കൊരിന്ത്യർക്ക് ലേഖനം എഴുതിയപ്പോൾ ഇങ്ങനെയാ പറഞ്ഞത്. അല്ലേ ദേവദാസന്മാരെ,
ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏകപുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. അടുത്ത വാചകം നിങ്ങൾ മറക്കരുത്. എന്നാൽ സർപ്പം ഹൗവയെ ഉപായത്താൽ ചതിച്ചത് പോലെ. അപ്പം മനുഷ്യനെ ഈ പിശാച് ചതിച്ചത് എങ്ങനെയാണെന്നാണ് എഴുതി വച്ചിരിക്കുന്നത്? നിങ്ങൾ പറഞ്ഞേ, ഉപായത്താൽ എന്നാണ് അല്ലേ? ഈ ഉപായം എന്താണെന്ന് നിങ്ങൾക്കറിയണ്ടേ? അറിയണമെങ്കിൽ നിങ്ങൾ ഉൽപ്പത്തി വായിക്കണം. എന്താണ് ഉപായം? എൻ്റെ പ്രിയ സഹോദരങ്ങൾ, 2024 വഞ്ചിക്കപ്പെടാതിരിക്കാൻ ഞാൻ സത്യം തുറന്നു പറയുമ്പോൾ നിങ്ങൾ പിണങ്ങരുത്. അവിടെ പ്രയോഗിച്ച ഉപായം എന്തായിരുന്നു എന്ന ചോദ്യത്തിന് ബൈബിൾ വായിക്കുന്ന സകലർക്കും കിട്ടുന്ന ഒറ്റ ഉത്തരമേ ഉള്ളൂ. മനുഷ്യനെ പിശാച് വഞ്ചിച്ചത്, ചതിച്ചത്, ദൈവത്തിൽ നിന്ന് അകറ്റിയത്, അത്ഭുതം കാണിച്ച്, അടയാളം കാണിച്ച്, മിറക്കിൾ കാണിച്ച് ഒന്നുമല്ല. പിന്നെ എന്താണെന്ന് ചോദിച്ചാൽ, ജഡത്തെ സന്തോഷിപ്പിക്കുന്ന ദൂത് പറഞ്ഞു. കണ്ണു തുറക്കണം. ജഡത്തെ സന്തോഷിപ്പിക്കുന്ന ദൂത് പറഞ്ഞു. ജഡത്തെ സന്തോഷിപ്പിക്കുന്നതൊന്നും ദൈവത്തിൻ്റെ ആത്മാവിലുള്ള ദൂതല്ല. പരിശുദ്ധാത്മാവ് നിങ്ങളോട് ദൂത് പറഞ്ഞാൽ ജഡത്തെ സന്തോഷിപ്പിക്കുന്നത് പറയില്ല. ആത്മാവിൻ്റെ രക്ഷയെക്കുറിച്ചുള്ളതേ ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയുള്ളൂ. പക്ഷെ ഉൽപ്പത്തിയിൽ സംഭവിച്ചത് ജഡത്തെ സന്തോഷിപ്പിക്കുന്ന ദൂത്. എന്തൊക്കെയാ പറഞ്ഞതെന്ന് ഞാനൊന്ന് ആവർത്തിക്കട്ടെ, ഒന്ന് ശ്രദ്ധിച്ചേ. ആമേൻ. ഈ ഹവ്വായോട് ഇവൻ പറഞ്ഞ ദൂത് ഒന്ന്, നിങ്ങൾ മരിക്കയില്ല നിശ്ചയം. കേട്ടെ? ആ പഴയ പാമ്പിൻ്റെ പുതിയ കുഞ്ഞുങ്ങൾ ഇന്ന് അതിനിച്ചിരി സോപ്പ് വരട്ടിയിട്ട് എങ്ങനെ പറയുമെന്നറിയാമോ? ഓ അമ്മാമേ, 90 എന്നൊരു സംഖ്യ എന്നെ കാണിക്കുന്നു. 90. എന്നാ 90? അമ്മാമ്മ 90 വയസ്സ് വരെ ജീവിക്കുന്നു. സന്തോഷമായില്ലേ? സന്തോഷമായില്ലേ? 90 വയസ്സ്. ദൂത്, ജഡത്തെ സന്തോഷിപ്പിക്കുന്ന ദൂത്. എന്നാൽ പരിശുദ്ധാത്മാവ് അകത്തുള്ള പൗലോസ് പറയുകയാണ്, കൂടാരമാകുന്ന ഈ ഭൗമ ഭവനം ഒന്ന് പൊളിഞ്ഞു പോയെങ്കിൽ, ഒന്ന് അഴിഞ്ഞു പോയെങ്കിൽ, എനിക്ക് വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ഇരിക്കാൻ എൻ്റെ അകം അത്യന്തം കാക്ഷിക്കുന്നു. അത് അത്യുത്തമമാണ്. എനിക്ക് എന്ന് ഈ ഭവനം പൊളിയുമെന്ന് ഞാൻ കാത്തിരിക്കുന്നു. എനിക്ക് എൻ്റെ കർത്താവിൻ്റെ അടുക്കലെത്തണം. പരിശുദ്ധാത്മാവ് അകത്തുള്ളവൻ്റെ ചിന്ത ഈ കൂടാരം എങ്ങനെ പൊളിയുമെന്നാണ്. ഇതെങ്ങനെ പൊളിച്ചിട്ട് ദൈവത്തിൻ്റെ അടുക്കൽ ചെല്ലാമെന്നാണ്. മാൻ നീർത്തോടിനായി കാക്ഷിക്കുന്നത് പോലെ ദൈവമേ, എൻ്റെ ആത്മാവ് നിന്നോട് കാക്ഷിക്കുന്നു എന്നാണ് ഭക്തന് പറയാനുള്ളത്. ദൈവത്തിൻ്റെ ആത്മാവിന് പറയാനുള്ളത് ജഡത്തെ സന്തോഷിപ്പിക്കുന്ന ദൂതല്ല. മനസ്സിലായോ വ്യത്യാസം? രണ്ടാമത് പറഞ്ഞ ദൂത് എന്താണെന്നറിയാമോ? മാമേ, നിങ്ങളുടെ കണ്ണ്, മാമേ നിങ്ങളുടെ കണ്ണ്, കണ്ണ് ഇങ്ങനല്ലേ ഇപ്പൊ പറയുന്നത്? പഴയ പാമ്പിന്റെ പുതിയ വേർഷൻ. കണ്ണ്, കണ്ണ്. ഇപ്പം ഈ ദൂത് പറയുമ്പോഴൊക്കെ ഇപ്പം വിക്ക് വരിക. വിക്കനായിരുന്ന മോശയെ ദൈവം പിടിച്ചപ്പോൾ അവൻ്റെ വിക്ക് മാറി. ഇവന്മാരെല്ലാം ദൂത് പറയുമ്പോൾ വിക്ക് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ബി 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 ബാബു, രാ 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 രാജൻ, വിക്ക് വരിക. എന്നാ മിണ്ടാത്ത? യേശു പിന്നെ കാട്ടത്തിയുടെ ചുവട്ടിലെത്തിയിട്ട് നോക്കിയിട്ട് യേശു പറഞ്ഞു, ഇവിടെ ഏതോ ഒരു മരത്തിൽ ആരോ എന്നെ കാണാൻ ഇരിപ്പുണ്ടെന്ന് ആത്മാവ് കാണിക്കുന്നു. ഏതെങ്കിലും മരത്തിലുണ്ടോ? ഉണ്ടോ? സാ സാ സാ. എൻ്റെ പൊന്നു ഭാഷ, ഈ കൃമികളൊക്കെ എങ്ങനെ വന്ന് കയറിയെന്ന് ഞാൻ ആലോചിക്കുന്നത്. പരിശുദ്ധാത്മാവിന് ഇത് വല്ല മറവോ? നിൻ്റെ വീട്ടിൽ അങ്ങോട്ട് കയറുന്ന സൈഡിൽ ഒരു മാവില്ല? മാവുണ്ട്. അതിൻ്റെ അപ്പുറത്തൊരു തെങ്ങില്ല? തെങ്ങുണ്ട്. അകത്തോട്ട് കയറുമ്പോൾ 2 കസേരയുണ്ട്. എന്നിട്ട് ചോദിക്കും, എന്താ നിൻ്റെ പേര്? അതറിയത്തില്ല. സത്യത്തിൽ ഇവർ ദൈവത്തെ വെറും കളിയാക്കുകയല്ലേ ചെയ്യുന്നത്. പേരറിയുകയല്ല. നിങ്ങളുടെ വീട്ടിൽ എത്ര അംഗമുണ്ട്? 4 പേര്. അതറിയുകയല്ല. നീ എന്ത് ജോലി ചെയ്യുന്നു? അതറിയുകയല്ല. പകരം മാവും അറിയാം, തേങ്ങ അറിയാം. കാര്യം പോയി അന്വേഷിച്ചിട്ട് വന്ന കിങ്കരന്മാർ വഴി പറഞ്ഞു കൊടുത്ത അടയാളങ്ങളായി പറയുന്നത്. വേണ്ട, പിണങ്ങി ഇവർ. സ്തോത്രം. ദൈവമക്കളെ, ജഡത്തെ സന്തോഷിപ്പിക്കുന്ന ദൂതും പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ അടുക്ക വന്നാൽ നിങ്ങൾ വഞ്ചിക്കപ്പെടരുത്. ആമേൻ. നിന്നെ കുവൈറ്റിലേക്ക് അയക്കുകയാണ്. ഞാനിപ്പം നിൻ്റെ പാസ്പോർട്ടിൽ വിസ അടിക്കുക. നീ കുവൈറ്റിൽ ചെന്നപ്പോൾ അവിടെ മമ്മദ് കുട്ടിയുണ്ട്, നാരായണനുണ്ട്, തോമസ് ഉണ്ട്. ഇവരൊക്കെ ആരടിച്ചിട്ട് വന്നതാ? ഇവൻ്റെ പറച്ചിൽ കേട്ടാൽ തോന്നും കുവൈറ്റിൽ ആദ്യമായിട്ട് ഇവൻ അടിച്ചവനാ പോയേക്കുന്നതെന്ന്.
അതുകൊണ്ട് വിഷയം വിടാം. ഒരു കാര്യം ദൈവമക്കൾ തിരിച്ചറിഞ്ഞാൽ ഇനിയുള്ള കാലം വഞ്ചിക്കപ്പെടാതിരിക്കാം. ജഡത്തെ സന്തോഷിപ്പിക്കുന്ന ദൂതും പറഞ്ഞുകൊണ്ട് നിൻ്റെ അടുക്കൽ വന്നു. നിൻ്റെ കുഞ്ഞ് പഠിച്ച് നിൻ്റെ കുഞ്ഞിൻ്റെ കഴിവ് ഉപയോഗിച്ച് ദൈവത്തിൻ്റെ കൃപയാൽ അത് പഠിച്ച് അതിനൊരു നല്ല ജോലിയായി, അത് ഇൻ്റർവ്യൂവിന് പോയി, അതിന് ദൈവം കൊടുത്ത കഴിവ് കൊണ്ട് ആ ഇൻ്റർവ്യൂ പാസ്സായി, ആ കുഞ്ഞ് ദൈവത്തിൻ്റെ കൃപയാൽ ഒരു ജോലിക്ക് പോയെങ്കിൽ അതിൻ്റെ മഹത്വം ഇവിടെ ഒരുത്തനും എടുക്കണ്ട. മനസ്സിലായോ? പ്രാർത്ഥിക്കാമെന്ന് മകളെ ഒരു വെള്ള കോട്ടും സിറിഞ്ചും എന്നെ കാണിക്കുന്നു. എന്തായി? എന്താന്ന് പറ. നേഴ്സ്. പാസ്റ്ററെ എന്നാൽ പിന്നെ അത് എവിടാന്നും കൂടെ. ബി എന്താ? ബാംഗ്ലൂർ. പഠിക്കാം. ഈ പെണ്ണാണെങ്കിൽ സൂചി കണ്ടാൽ തല ഇറങ്ങി വീഴുന്ന പെണ്ണ്. ഇപ്പോൾ പെണ്ണ് പറഞ്ഞു, മമ്മി എനിക്ക് നേഴ്സൊന്നും എടി ദൈവാത്മാവിനോട് നീ മറുതലിക്കുന്നു. അപ്പം ഉണ്ടാവും പൊക്കോണം. അവസാനം പറഞ്ഞു വിട്ടു. 4 വർഷം പെങ്കൊച്ചിൻ്റെ പോയി പഠിച്ച് 8 നില പൊട്ടിയപ്പോഴത്തേക്ക് പ്രവാചകനെ വിളിച്ചു, പാസ്റ്ററല്ലേ ദൂത് പറഞ്ഞത് കൊച്ചിന് ദൈവാത്മാവ് നേഴ്സ്? അതുകൊണ്ട് അവൾ തോറ്റു. അതെങ്ങനെ തോക്കാതിരിക്കും? കേരളം വിട്ട് കഴിഞ്ഞപ്പോൾ അവളുടെ ആത്മീയം പോയില്ലേ? അപ്പോൾ കുഴപ്പം ആരുടെയാ? ഇതെല്ലാം കേട്ടോണം. മനസ്സിലാകുന്നുണ്ടോ? അല്ല ജയിച്ചു ഫസ്റ്റ് ക്ലാസ്സിൽ ആദ്യത്തെ ശമ്പളം ഇഞ്ഞ് കൊണ്ടുപോകാം. ഞാനാ ദൂത് പറഞ്ഞ്. അപ്പം ജയിച്ചാലും പുള്ളി രക്ഷപ്പെട്ടു, തോറ്റാലും പുള്ളി രക്ഷപ്പെട്ടു. നിന്റെ ജഡത്തെ സന്തോഷിപ്പിക്കുന്ന ദൂതും പറഞ്ഞുകൊണ്ട് വരാതെ ഇന്ന് രാത്രി നീ പ്രാർത്ഥിക്കുക, കർത്താവേ കാഹളനാദത്തിങ്കിൽ എടുക്കപ്പെടാൻ തടസ്സമായിട്ട് എൻ്റെ ജീവിതത്തിൽ ഒളിഞ്ഞും മറഞ്ഞുമിരിക്കുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, എൻ്റെ രഹസ്യഭാവങ്ങളുണ്ടെങ്കിൽ, എൻ്റെ അകൃത്യങ്ങളുണ്ടെങ്കിൽ, എൻ്റെ കുറവുകളുണ്ടെങ്കിൽ അവിടുത്തെ പ്രവാചകന്മാരെ അയച്ച് എൻ്റെ കുറവുകൾ എനിക്ക് ബോധ്യം വരുത്തി കാഹളനാദത്തിങ്കിൽ കൈവിടപ്പെടാതിരിപ്പാൻ, നരകത്തിൻ്റെ പടുകുടിയിൽ ഞാൻ പതിക്കാതിരിപ്പാൻ, ഒരു സമൂഹത്തെയും കുടുംബത്തെയും ബന്ധുക്കളെയും വെറുപ്പിച്ച് ഇറങ്ങിത്തിരിച്ച് ഞാൻ അവസാന നിമിഷം കൈവിടപ്പെട്ടു പോകാതിരിക്കാൻ എന്നെ സഹായിക്കണം. എൻ്റെ കുറവുകളെ വെളിപ്പെടുത്തുവാൻ അവിടുത്തെ ദാസന്മാരെ അയക്കണം. പ്രാർത്ഥിക്ക്. ജഡത്തെ സന്തോഷിപ്പിക്കുന്ന ദൂതല്ല. നീ മരിക്കയില്ലെന്ന് പറഞ്ഞു, നിന്റെ കണ്ണു തുറക്കുമെന്ന് പറഞ്ഞു. അടുത്തൊരു ദൂത് ഇച്ചിരും കൂടെ കയറ്റി പറഞ്ഞു. എന്താണെന്നറിയാമോ? നിങ്ങൾ ദൈവത്തെ പോലെ ഇത് കേട്ടപ്പോൾ അമ്മച്ചിക്ക് രോമാഞ്ചം. ദൈവത്തെ പോലെ അമ്മച്ചി വിചാരിച്ചില്ല കരുനാപ്പള്ളിയിൽ അമ്മച്ചിയെ പോലെ. ജഡത്തെ സന്തോഷിപ്പിക്കുന്ന ദൂത് ഇന്ന് രാത്രി ഉപായത്താൽ വീഴാതിരിക്കേണ്ടതിന് പറയുക. മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളഞ്ഞത് പാപമാണ്. ഈ പാപമെന്ന് പറയുന്ന ഇരുട്ട് മനുഷ്യൻ്റെ അകത്ത് കയറി. അതുകൊണ്ട് ആ ഉപദേശമാര് കവലകളിലും തെരുക്കോണുകളിലും വിളിച്ചു പറയുന്നത്, മനുഷ്യ നിന്റെ അകത്ത് പാപമിരിക്കുന്നു. ഇത് കേൾക്കുമ്പോൾ പിള്ളേർ ചിരിച്ചിട്ട് ചുമ്മാ യുവമാർക്ക് വേറെ ജോലിയൊന്നുമില്ല, മനുഷ്യൻ പാപിയാ. ചുമ്മാ പറയുന്ന പാപിയൊന്നുമല്ല. മനുഷ്യൻ പാപി അല്ലെന്ന് പറയുന്നവരാരെങ്കിലും ഇന്ന് രാത്രി ശബ്ദപരിധിയിൽ എന്നെ കേൾക്കുന്നെങ്കിൽ ഇന്ന് രാത്രി കടയടച്ച് പോകുമ്പോൾ കടയ്ക്ക് പൂട്ടിടാതിരുന്നാൽ മതി. നാളെ രാവിലെ അറിയാം മുട്ടച്ചലി പാപി ഉണ്ടോ ഇല്ലയോ എന്ന്. കടയ്ക്ക് പൂട്ടിട്ടാൽ പൂട്ട് പിടിച്ച് ഒന്ന് കുലുക്കി, പിന്നൊന്നുകൂടെ കുലുക്കി, പിന്നൊന്നുകൂടെ കുലുക്കി വെച്ചാൽ വീട്ടിൽ പോകുന്നത്. എന്നിട്ട് ഉറക്കമില്ലാതെ വന്നപ്പോൾ CCTV വെച്ചിട്ടാണ് പുള്ളി ഉറങ്ങിയത്. ആരെ പേടിച്ചാ? മനുഷ്യന്മാരെ പേടിച്ച്. ഇവിടെ സഹോദരിമാരോട് ചോദിക്കുക, രാത്രി കഥ കടച്ച് കൊളുത്തിട്ട് ഓടാമ്പലം പിടിച്ചിട്ടേച്ച് ഇപ്പോൾ കഥകൻ്റെ പുറകെ ചട്ടിയും കലവും വാരി വെച്ചാൽ ഇതുങ്ങൾ ഉറങ്ങുന്നത്. ആരെ പേടിച്ച്? പുലി ഇറങ്ങുമെന്ന് പേടിച്ചാണോ? ആണോ? പറ. പിന്നെ പറ. കുറുവാ സംഘം അല്ലേ? മനുഷ്യന്മാരാ അവര്. മനുഷ്യനെ ഭയപ്പെട്ട് ജീവിക്കുന്ന കാലം. എൻ്റെ ചങ്ക് കൂട്ടുകാരനാണ് ചങ്ക്. ഞങ്ങൾ ഒരു പാത്രത്തിൽ ഒരുമിച്ചുണ്ട്, ഒന്നിച്ച് കിടന്ന്, ഒന്നിച്ച് വളർന്നു എന്നൊക്കെ പറയുന്ന ചങ്ക് ഒരു കുപ്പി മദ്യം പൊട്ടിച്ച് അടി തുടങ്ങി. കുപ്പി കാലിയായപ്പോൾ ചങ്കിൻ്റെ കഴുത്തറുത്തു. വായിച്ചില്ലേ? എന്തേ? മനുഷ്യനെ ഭയപ്പെട്ട് ജീവിക്കുന്ന കാലം. ഏത് മനുഷ്യൻ എപ്പോൾ എന്ത് പ്രവർത്തിക്കുമെന്ന് ആർക്കും പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയാത്ത കാലം. 10 മാസം വയറ്റിൽ ചുമന്ന പെറ്റ തള്ളയുടെ കഴുത്തിങ്ങനെ അറുത്തു മാറ്റാൻ 15കാരനും മടിയില്ലാത്ത കാലം. മനുഷ്യൻ്റെ അകത്ത് പാപമെന്ന് പറയുന്ന ഇരുട്ട് കുടിയിരിക്കുന്നു. അതുകൊണ്ട് വേദപുസ്തകം പറയുന്ന ഒരു വ്യത്യാസവുമില്ല. സർവ്വ മനുഷ്യരും പാപത്തിലായി, ഏകനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ പ്രവേശിച്ചു. മനുഷ്യൻ പാപിയാണ്. ഇവിടെ ഒരു ചോദ്യം. ഇവിടെ ഉപദേശി താങ്കളെപ്പോലുള്ളവർ പറയുന്നു മനുഷ്യൻ പാപിയാന്ന്. ആയിക്കോട്ടെ. അതിന് നിങ്ങൾ ക്രിസ്ത്യാനികളങ്ങ് ആയാൽ പോരെ? നിങ്ങൾ ക്രിസ്ത്യാനികളങ്ങ് പാപി ആയിക്കോ. ഞങ്ങൾ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും കൂടെ ചേർത്ത് പാപി എന്ന് വിളിക്കാൻ കാരണം എന്താ? നല്ല ചോദ്യ. ആദമോവയും പാപം ചെയ്തതിൻ്റെ പേര് ബാക്കിയുള്ള മനുഷ്യരെല്ലാം എങ്ങനെ പാപിയാകുമെന്ന് നല്ല ചോദ്യ. എയ്ഡ്സ് രോഗിയായ ഒരു അപ്പനും അമ്മയ്ക്കും ജനിക്കുന്ന കുഞ്ഞാരാ? എയ്ഡ്സ് രോഗി. ചോരക്കുഞ്ഞ് ചെയ്ത തെറ്റെന്താ? പറ. ചോരക്കുഞ്ഞ് വ്യഭിചാരം ചെയ്തോ? ഇല്ല. ബ്ലഡ് സ്വീകരിച്ചോ? ഇല്ല. ചോരക്കുഞ്ഞ് കട്ടിലേക്ക് കിടന്ന എയ്ഡ്സ് രോഗിയുടെ ബ്ലേഡ് എടുത്ത് വെച്ച് ഷേവ് ചെയ്തോ? ഇല്ല. പിന്നെ അങ്ങനെ കുഞ്ഞ് രോഗിയായി അപ്പനും അമ്മയും വഴിവിട്ട് ജീവിച്ചതിൻ്റെ ഫലം ഒരു തെറ്റും ചെയ്യാത്ത കുഞ്ഞനുഭവിക്കുന്നു. മെഡിക്കൽ സമ്മതിക്കുന്നു, സയൻസ് സമ്മതിക്കുന്നു, ഡിഗ്രി സമ്മതിക്കുന്നു, പണക്കമില്ല. അങ്ങനെയെങ്കിൽ ആദാമ്യ പാപം എങ്ങനെ വന്നു?
യേശു വന്നതിന് അവർക്ക് ഉത്തരമുണ്ട്, രക്തത്തിലൂടെ വന്നു. ആദാമ്യ പാപ എങ്ങനെ സകല മനുഷ്യരിലും വന്നു, ഉത്തരം പുസ്തകത്തിലുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 17:26 ഉറക്കെ വായിച്ചു കൊടുത്തേ. 26 ഉറക്കെ വായിര്. 26 എങ്ങനെ വന്നു വായിച്ചാട്ടെ. ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയെ ഒക്കെ ഉളവാക്കി. ഒന്ന് ശ്രദ്ധിച്ചു കേട്ടോ, അവിടെ 2 പദം, ഒന്ന് അവൻ, 2 ഒരുത്തൻ. ഇത് രണ്ടും ഒന്ന് തിരുത്താൻ പോകും, ഒന്ന് മാറ്റി വായിക്കാൻ പോവുക. അവൻ എന്നുള്ളിടത്ത് ദൈവമെന്നും ഒരുത്തൻ എന്നുള്ളിടത്ത് ആദമെന്നും ചേർത്തൊന്ന് വായിച്ചേ കുഞ്ഞേ. ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ ദൈവം ഒരു ആദമിൽ നിന്ന് മനുഷ്യജാതിയെ ഒക്കെ ഉളവാക്കി. ഇപ്പൊ തലക്കറിയോ? ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ ദൈവം ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയെ ഉളവാക്കി. ഹിന്ദുവിനെ സൃഷ്ടിച്ചെന്നല്ല, മുസൽമാനെ സൃഷ്ടിച്ചെന്നല്ല, ക്രിസ്ത്യാനിയെ സൃഷ്ടിച്ചെന്നല്ല, മനുഷ്യജാതിയെ സൃഷ്ടിച്ചു. ആരിൽ നിന്ന്? ഒരുത്തനിൽ നിന്ന്. എന്തിന്? ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ. അപ്പൊ ദൈവം എന്ന് പറഞ്ഞാൽ ഒരു പഞ്ചായത്തിലോ വില്ലേജിലോ ഒതുങ്ങുന്നവനല്ല, ഭൂതലത്തിലെങ്ങും കുടിയിരിക്കുന്നവനാണ്. എവിടെ കുടിയിരിക്കും? നേരത്തെ പറഞ്ഞു, മനുഷ്യന്റെ ഹൃദയമാകുന്ന മന്ദിരത്തിൽ. അപ്പൊ ഭൂതലത്തിലെങ്ങും ദൈവം കുടിയിരിക്കണമെങ്കിൽ ഭൂതലത്തിലെങ്ങും ആര് വേണം? മനുഷ്യൻ വേണം. അവൻ്റെ ഹൃദയത്തിലാണ് ദൈവം വസിക്കുന്നത്. അപ്പൊ ഭൂതലത്തിലെങ്ങും ദൈവം കുടിയിരിക്കേണ്ടതിന് ഭൂതലത്തിലെങ്ങും മനുഷ്യൻ വേണം. ആ മനുഷ്യന്മാരെ ഒറ്റ രക്തത്തിൽ നിന്ന് സൃഷ്ടിച്ചു, ആദാമ്യ രക്തത്തിൽ നിന്ന്. എത്ര മനോഹരം! ഒന്നുകൂടെ ലളിതമായി മുട്ടച്ചലിനോട് പറഞ്ഞാൽ, കാവി ഉടുത്തവനെയും തൊപ്പിയിട്ടവനെയും ചരട് കെട്ടിയവനെയും കൊന്തയിട്ടവനെയും ഒറ്റ രക്തത്തിൽ നിന്ന് സൃഷ്ടിച്ച ഒറ്റ ദൈവം. അതാണ് ഞങ്ങളുടെ പുസ്തകം പഠിപ്പിക്കുന്നത്. ഇവിടുത്തെ കാവി ഉടുത്തവനും തൊപ്പിയിട്ടവനും കൊന്തയിട്ടവനും ഒരു രക്തമാണെന്ന് പഠിപ്പിക്കുന്ന ഈ പുസ്തകത്തെ അല്ലാതെ ഞങ്ങൾ ഏത് പുസ്തകത്തെയാണോ പ്രസംഗിക്കേണ്ടത്? പറ. ഒറ്റ രക്തം. അയ്യോ, ചുമ്മാ വെറുതെ തള്ളിയതല്ല. നാളെ രാവിലെ 4 ബോട്ടിലെടുക്ക്, 4 മൃഗങ്ങളുടെ രക്തം, ആട്, ആന, പോത്ത്, പശു. അടുത്ത മെഡിക്കൽ ലാബിലേക്ക് കൊടുക്ക്. മിടുക്കി പിമ്പിളേർ സ്റ്റിക്കർ ഒട്ടിച്ച് 10 മിനിറ്റ് വെളിയിലോട്ട് വെക്കും. ഇത് ആട്, ഇത് ആന, ഇത് പോത്ത്, ഇത് പശു, അല്ലേ? കണ്ടുപിടിക്കാനുള്ള സംവിധാനം ലാബിലുണ്ട്. വീണ്ടും 4 ബോട്ടിലെടുക്ക്. ഒന്നിൽ ഇവിടുത്തെ അടുത്തുള്ള അമ്പലത്തിലെ പൂജാരിയുടെ രക്തം, മറ്റൊന്നിൽ അടുത്ത കത്തോലിക്ക പള്ളിയിലെ അച്ഛൻ്റെ രക്തം, ഇനി ഒന്നിൽ ജമാഅത്ത് പള്ളിയിലെ മുസ്ലിയാരുടെ രക്തം, ഇനി ഒന്നിൽ ഞങ്ങളുടെ പാസ്റ്റർ സത്യദാസിൻ്റെ രക്തം എടുക്കുക. അതേ ലാബിലേക്ക് കൊടുക്കുക. ഏതെങ്കിലും പിള്ളേർ സ്റ്റിക്കർ ഒട്ടിച്ച് തരുമോ? മാറിപ്പോവല്ലേ, മൂലയിരിക്കുന്ന മുസ്ലിയാർ, സൈഡിലിരിക്കുന്ന പൂജാരി, അതുകൊണ്ട് അറ്റത്തിരിക്കുന്നു പള്ളിയിലച്ഛൻ. തരുവോടോ? പറ, തരുവോ? ABCD ഗ്രൂപ്പൊക്കെ തിരിച്ചെന്നിരിക്കും. അതവിടെ നിൽക്കട്ടെ. പിള്ളേർ ഇറങ്ങി വന്നിട്ട് പറയുന്നത് മനുഷ്യൻ്റെ സമയം മെനക്കെടുത്തരുത്, ഇതെല്ലാം മനുഷ്യൻ്റെ രക്തം, ഒറ്റ രക്തത്തിൻ്റെ ഉടമ, അല്ലേ? ഉണ്ടല്ലേ? രക്തം കൊടുക്കുമ്പോൾ ഇവിടെ ആർക്കും മസിലൊന്നും ഇല്ലല്ലോ, ഉണ്ടോ? കൊന്തയും കുരിശും കഴുത്തിലിട്ട ചെറുക്കൻ പാഞ്ഞു പോയി ടിപ്പറിൻ്റെ അടിയിലോട്ട് ചെന്ന് കയറി പൊക്കിയെടുത്ത് മെഡിക്കൽ കോളേജിൽ കൊണ്ട് ചെന്നു, തല പൊട്ടി. ഡോക്ടർ പറഞ്ഞു, ഇപ്പോൾ ഒരു കുപ്പി ബ്ലഡ് അടച്ചാൽ കൊച്ചിനെ രക്ഷിക്കാം. ക്രിസ്ത്യാനി ചെക്കൻ്റെ, ക്രിസ്ത്യാനി അമ്മ, ക്രിസ്ത്യാനി ദൈവത്തോട് കരയുക, എൻ്റെ കർത്താവേ, എൻ്റെ കുഞ്ഞിന് ആര് ബ്ലഡ് കൊടുക്കും? തൊട്ടടുത്ത ബെഡിൽ അമ്മയ്ക്ക് കൂട്ടിരിക്കാമെന്ന കാബി കൊടുത്ത RSSകാരൻ പറഞ്ഞു, അമ്മ കരയണ്ട, ഞാൻ തരാം ബ്ലഡ്. വേണ്ട, നീ BJP അല്ലേ, നീ ഇന്ന് വരെ ഒരു തള്ള പറഞ്ഞിട്ടുണ്ടോ? പറ, ഉണ്ടോ? ഇല്ല. മനസ്സിലാകുന്നുണ്ടോ? അമ്പലത്തിലെ പൂജാരിയുടെ കിഡ്നി അടിച്ചു പോയി. ഒരു കിഡ്നിക്ക് വേണ്ടി പരസ്യം ചെയ്തു. പരസ്യം കണ്ടുവന്ന ജമാഅത്ത് പള്ളിയിലെ മുസ്ലിയാരുടെ കിഡ്നി എനിക്ക് വേണ്ടാന്ന് പൂജാരി പറഞ്ഞിട്ടുണ്ടോ? പിന്നെ എന്തിനാ ഈ മനുഷ്യന്മാർ തമ്മിലടിക്കുന്നത്? കാവി ഉടുത്തവനും തൊപ്പിയിട്ടവനും കൊന്ത എല്ലാം ഒറ്റ രക്തം, അല്ലേ? എന്നിട്ട് തമ്മിലടിക്കുക. എന്തിനാ മനുഷ്യൻ തമ്മിലടിക്കുന്നത്? ഇത് എൻ്റെ സഹോദരനാണെന്നും ഇവൻ എൻ്റെ കൂടപ്പിറപ്പാണെന്നും ഇവനെ എന്നെയും സൃഷ്ടിച്ച ദൈവം ഒന്നാണെന്നുമുള്ള തിരിച്ചറിവ് തലച്ചോറിൻ്റെ അകത്ത് ഇല്ലാത്തത് കൊണ്ടാണ് ആമെ തമ്മിത്തല്ലാനും കയ്യും കാലും വെട്ടിയെറിയാനും കൊന്നുകളയാനും മടിയില്ലാത്ത ഒരു തലമുറ ഇവിടെ എഴുന്നേൽക്കാൻ കാരണം ഈ തിരിച്ചറിവ് അവൻ്റെ തലച്ചോറിൻ്റെ അകത്ത് ഇല്ല. കാരണം അവൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് പാപമെന്ന ഇരുട്ട് കുടിയിരിക്കുന്നു. മനസ്സിലാകുന്നുണ്ടോ? ആമേൻ. പക്ഷെ ഈ പുസ്തകം പഠിപ്പിക്കുന്ന സുവിശേഷം മനുഷ്യന്റെ അകത്തേക്ക് പ്രവേശിച്ചപ്പോൾ ഞങ്ങളുടെ പേരും മതവും സർട്ടിഫിക്കറ്റും ഒന്നും മാറിയില്ല. പകരം കാവി ഉടുത്തവനെയും തൊപ്പിയിട്ടവനെയും കൊന്തയിട്ടവനെയും ഇങ്ങനെ തോളെ പിടിച്ചിട്ട് ബ്രദർ സഹോദര എന്ന് വിളിക്കാൻ കഴിയുന്ന ഒരു തലച്ചോറിൻ്റെ ഉടമയാക്കിയാണ് സുവിശേഷം മാറ്റിയത്. ആരുടെയും മതവും പേരും സർട്ടിഫിക്കറ്റും മാറ്റുന്ന സന്ദേശമല്ല സുവിശേഷം. സകല മനുഷ്യരെ ഒന്നുപോലെ കാണാൻ, സകല മനുഷ്യരെ ഒന്നുപോലെ ചേർത്ത് പിടിക്കാൻ, സകല മനുഷ്യരെ സഹോദര എന്ന് വിളിക്കാൻ കഴിയുന്ന ഒരു തലച്ചോറിൻ്റെ ഉടമയായിട്ടാണ് മനുഷ്യൻ മാറേണ്ടത്. അതാണ് സുവിശേഷം ലോകത്തിന് വരുത്തുന്ന മാറ്റം. അതുകൊണ്ടാണ് ഞങ്ങളെ നോക്കി ചില നാട്ടുകാർ പറയും, യവന്മാർ നാണവും മാനും ഇല്ലാത്തവന്മാരുടെ ആര് ഈ പാസ്റ്റർമാർ തന്നെ യവന്മാരെ അടിച്ചാലും ഇടിച്ചാലും ചവിട്ടി തേച്ചാലും പിന്നെയും വലിഞ്ഞു കയറി നാണവും മാനും ഇല്ല. സത്യമല്ലേ? നാണം ഇല്ലാത്തവന്മാരല്ലേ നമ്മളെ?
അല്ലേ പക്ഷേ ആണെന്ന് നാണോ മാനോ ഇല്ലാത്തവന്മാരാ. എന്താ നീ അടിച്ചാലും ഇടിച്ചാലും ചവിട്ടി തേച്ചാലും പിന്നെയും വലിഞ്ഞു കയറി പ്രാർത്ഥിക്കട്ടെന്ന് വരാൻ കാരണം എന്തെന്നറിയാമോ? നീ എൻ്റെ കൂടപ്പുറപ്പാന്നുള്ള തിരിച്ചറിവ് ഈ പുസ്തകം തന്നതുകൊണ്ട്, നീ എൻ്റെ രക്തമാണെന്നുള്ള തിരിച്ചറിവ് ഈ പുസ്തകം തന്നതുകൊണ്ട്, നീ എൻ്റെ സഹോദരനാണെന്നുള്ള തിരിച്ചറിവ് ഈ പുസ്തകം തന്നതുകൊണ്ട്, നീ കള്ളു കുടിച്ച് നടക്കുന്ന കാണുമ്പോൾ, കഞ്ചാവ് പിടിച്ച് നടക്കുന്ന കാണുമ്പോൾ, നിന്റെ കുടുംബം തകർന്നു പോകുന്ന കാണുമ്പോൾ, നീ തുണിയില്ലാതെ ഓടെ കിടക്കുന്ന കാണുമ്പോൾ ഹൃദയത്തിൻ്റെ അകത്തൊരു വേദന വരുന്നത് കൊണ്ട്, എൻ്റെ സഹോദരനാണെന്നുള്ള ചിന്ത ദൈവം തന്നതുകൊണ്ട് നാണമില്ലാതെ പിന്നെയും വലിഞ്ഞു കയറി വരുന്നത്. പ്രാർത്ഥിക്കട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു തലച്ചോറിൻ്റെ ഉടമയായിട്ടാണ് മനുഷ്യൻ മാറേണ്ടത്. അതിന് ആദ്യം സംഭവിക്കേണ്ടത് നിന്റെ അകത്ത് കുടിയിരിക്കുന്ന പാപമെന്ന ഇരുട്ട് പുറത്തു പോകണം. എങ്ങനെ പുറത്തു പോകും? പാപമെന്ന ഇരുട്ട് മനുഷ്യൻ്റെ അകത്ത് കയറിയ കാലം മുതൽ ഈ പാപത്തിൽ നിന്നൊരു മോക്ഷം തേടി മനുഷ്യൻ അലയാൻ തുടങ്ങി. മോക്ഷം തേടി മനുഷ്യൻ നിലവിളിച്ചു. അസതോമാം സദ്ഗമയ എന്നും തമസോമാം ജ്യോതിർഗമയ എന്നും മൃത്യോമാം അമൃതം ഗമയ എന്നും മനുഷ്യൻ നിലവിളിച്ചു, രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്താ അർത്ഥം? അസത്തിൽ നിന്ന് സത്തിലേക്ക് നയിക്കൂ ഭഗവൻ. തമസോമാം ജ്യോതിർഗമയ എന്താ? ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കൂ ഭഗവൻ. മൃത്യോമാം അമൃതം ഗമയ എന്താ? മരണത്തിൽ നിന്ന് ജീവനിലേക്ക് നയിക്കൂ ഭഗവൻ. പ്രാർത്ഥനയുടെ സൂക്തങ്ങൾ പിതാക്കന്മാർ കുറിച്ചിട്ടു. ഇസ്ലാമിക സൗരങ്ങളോട് ചോദിച്ചാൽ അവർ പറയും, ഖുറാന് സമീപമായി അവർ സ്നേഹിക്കുന്ന സ്വഹീഹായ ഹദീസുകൾ രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രവാചകന്റെ പ്രാർത്ഥനാ സൂക്തം ഇങ്ങനെ വിളിച്ചു പറയുന്നു: റബ്ബുൽ ആലമീനായ തമ്പുരാനെ, നീ എൻ്റെ പാപത്തെ മഞ്ഞവെള്ളം കൊണ്ട് കഴുകുന്നില്ലെങ്കിൽ ഇഹത്തിലും പരത്തിലും എനിക്ക് യാതൊരു നന്മയും ലഭിക്കില്ലല്ലോ റബ്ബേ. പ്രവാചകന്റെ പ്രാർത്ഥനാ സൂക്തം. ക്രിസ്ത്യാനിയോട് ചോദിച്ചാൽ പറയും, പൗലോസ് വിളിച്ചു പറഞ്ഞു, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, പാപത്തിനടിമയായ ശരീരത്തിൽ നിന്ന് എന്നെ ആര് രക്ഷിക്കും? സകല വേദങ്ങളും ഒന്നിച്ചൊരുപോലെ പറഞ്ഞു മനുഷ്യൻ പാപിയാണ്. പാപമെന്ന് പറഞ്ഞ ഇരുട്ടവനകത്ത് കുടിയേറി ഈ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കും ഭഗവാനെ എന്ന് മനുഷ്യൻ നിലവിളിച്ചു. കിട്ടിയില്ല. വെളിച്ചം തേടി അവൻ അലഞ്ഞു, കിട്ടിയില്ല. മോക്ഷം തേടി അവൻ അലഞ്ഞു, കിട്ടിയില്ല. നേർച്ച കാഴ്ചകൾ നടത്തി, കിട്ടിയില്ല. തീർത്ഥയാത്രകൾ നടത്തി, കിട്ടിയില്ല. പുണ്യകർമ്മ ക്രിയാദികൾ നടത്തി, കിട്ടിയില്ല. എന്തിനധികം പറയുന്നു, മോക്ഷം തേടി പത്തനംതിട്ട ഇലന്തൂരിൽ ഒരു മനുഷ്യനെ വെട്ടിനുറുക്കി കൊന്ന് നരബലി നടത്തി നോക്കി. കിട്ടിയോ മോക്ഷം? കിട്ടിയോ? കിട്ടിയില്ല. അകത്ത് കിടന്ന് ഉണ്ട തിന്നുക. ഇപ്പൊ ഉണ്ടയില്ല, ചപ്പാത്തിയാന്ന്. കിട്ടിയില്ല. മോക്ഷം തേടി മനുഷ്യനാവുന്ന പണി 58 നടത്തി ഇന്നും മനുഷ്യൻ മോക്ഷം തേടി അലഞ്ഞുകൊണ്ടിരിക്കുന്നു. ഓടി കാറുള്ളവനും ഓടി പോകുന്നവനും ഒരുപോലെ മോക്ഷം തേടി അലഞ്ഞുകൊണ്ടിരിക്കുക. 2 മാസം മുമ്പ് എൻ്റെ ഒരു കൂട്ടുകാരനെ കണ്ടു. അവനോട് ചോദിച്ചു, യാത്ര കഴിഞ്ഞ് മോക്ഷം തേടി യാത്ര പോയിട്ട് വരിക. ചോദിച്ചു, അളിയ എങ്ങനെയുണ്ട് അളിയ? സന്തോഷം. യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി യാത്രയായിരുന്നു അളിയ. മോക്ഷം കിട്ടിയോ? അറിയത്തില്ല അളിയ, അടുത്ത വർഷം പോകണമെന്ന്. മോക്ഷം തേടി അലയുക മനുഷ്യൻ. മോക്ഷം എവിടെ കിട്ടും? അന്വേഷിക്കുക. മോക്ഷം തേടി അലഞ്ഞു, കിട്ടിയില്ല. നേർച്ച കാഴ്ച, തീർത്ഥയാത്ര, പുണ്യകർമ്മ ക്രിയാദികൾ സകലവും നടത്തി മോക്ഷം കിട്ടാതെ ദൈവത്തോട് നിലവിളിച്ചപ്പോൾ മുട്ടച്ചലിനോട് അഭിമാനത്തോടെ സന്തോഷത്തോടെ വിളംബരം ചെയ്യട്ടെ, സകല മനുഷ്യൻ്റെയും നിലവിളിക്ക് മറുപടിയായി ഇന്നേക്ക് 2000 വർഷങ്ങൾക്കപ്പുറത്ത് സാക്ഷാൽ ദൈവം വേഷത്തിൽ മനുഷ്യനായി ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് പാലസ്തീൻ്റെ പച്ചമണ്ണിൽ കാലമർത്തിച്ച വിട്ട് നിന്ന് ലോകത്തോട് ഇങ്ങനെ വിളംബരം ചെയ്തു: ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, എന്നിൽ വസിക്കുന്നവരാരും ഇരുട്ടിൽ സഞ്ചരിക്കുകയില്ല. ഇന്ന് രാത്രി മുട്ടച്ചലിനോട് പറയട്ടെ, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണെന്ന് അവകാശത്തോടെ അധികാരത്തോടെ ലോകത്തോട് പ്രസ്താവിച്ച, ലോകം കണ്ട ഒരേ ഒരു പ്രസംഗകൻ, ലോകം കണ്ട ഒരേ ഒരു പ്രവാചകൻ, ലോകം കണ്ട ഒരേ ഒരു മഹാഗുരു, ലോകം കണ്ട ഒരേ ഒരു ദൈവം, അവനത്രയും ഇന്ന് രാത്രിയിൽ ഷമീർ അബ്ദുൽ സലാം പ്രസംഗിക്കുന്ന നാസ്രയത്തുകാരനായ യേശു ക്രിസ്തു. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ വിളംബരം ചെയ്യട്ടെ, മറ്റൊരുത്തനിലും രക്ഷയില്ല, മറ്റൊരുത്തനിലും രക്ഷയില്ല. മാനവജാതിക്ക് പാപത്തിന്റെ പടുകുടിയിൽ നിന്ന്, ഇരുട്ടിന്റെ പിടിയിൽ നിന്ന്, തിന്മയുടെ പിടിയിൽ നിന്ന് മോക്ഷം പ്രാപിപ്പാൻ, രക്ഷ പ്രാപിപ്പാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശുക്രിസ്തു എന്ന ഏകനാമമല്ലാതെ പോരാ, ഏക സത്യ സുവിശേഷമല്ലാതെ പോരാ, ഏക സത്യ നിത്യ ദൈവമല്ലാതെ മറ്റൊരു രക്ഷാ മാർഗം ഈ കൃതിയിൽ ഇല്ലവേ ഇല്ല. അത് പറയാനാ യോഗം വെച്ച്. അതുകൊണ്ട് മുട്ടച്ചൽ ദേശത്തോട് ഞങ്ങൾ വിളംബരം ചെയ്യുന്നു, മറ്റൊരുത്തനിലും രക്ഷയില്ല. മനുഷ്യന് പാപത്തിന്റെ പടുകുഴിയിൽ നിന്ന് മോക്ഷം പ്രാപിപ്പാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏകനാമം യേശുക്രിസ്തു. ഇന്ന് രാത്രി ഇരിക്കുന്നിരിപ്പിൽ നിൽക്കുന്ന നിപ്പിൽ ശബ്ദപരിധിയിൽ ഇരിക്കുന്ന മനുഷ്യ, വ്യർത്ഥമായ കാര്യങ്ങളെ വിട്ടുകളഞ്ഞ്, മണ്ടത്തരങ്ങളെ വിട്ടുകളഞ്ഞ്, വിഗ്രഹങ്ങളെ വിട്ടൊഴിഞ്ഞ്, ആൾ ദൈവങ്ങളെ വിട്ടൊഴിഞ്ഞ്, ആകാശത്തെയും ഭൂമിയെയും സമുദ്രത്തെയും അവയിലുള്ള സകലത്തെയും ഉണ്ടാക്കിയ ജീവനുള്ള ദൈവത്തിങ്കലേക്ക് തിരിയുവീൻ എന്നുള്ള സുവിശേഷം ഞങ്ങൾ ഈ പ്രാരംഭ ദിനം മുട്ടച്ചൽ ദേശത്ത് വിളംബരം ചെയ്യുകയാണ്. നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിൽ എഴുന്നേൽക്കാം.
ലോകത്തിൻ്റെ വെളിച്ചമായി ലോകത്തിലേക്ക് ഇറങ്ങി വന്ന കർത്താവായ യേശുക്രിസ്തുവിനെ ഇന്ന് രാത്രി നിൽക്കുന്ന നിപ്പിൽ ഹൃദയത്തിൻ്റെ കവാടം തുറന്നുകൊണ്ട് ഒരു നാണയത്തൊട്ട് കൊടുക്കാതെ, ഒരു കിലോമീറ്റർ നടക്കാതെ, ഒരു മെഴുകുതിരി കത്തിക്കാതെ സൗജന്യമായി ഇന്ന് രാത്രി ഹൃദയവാതിൽ യേശുവിനായി തുറന്നുകൊണ്ട്, കർത്താവേ ആമേൻ, എൻ്റെ ഹൃദയത്തിൻ്റെ അകത്തേക്ക് അങ്ങ് കടന്നു വരണം. എൻ്റെ ഹൃദയക്കൂടിൽ കുടിയിരിക്കുന്ന പാപമെന്ന ഇരുട്ടിനെ പടിയടച്ച് പുറത്താക്കിക്കൊണ്ട് വെളിച്ചത്തിലേക്ക് എന്നെ നയിക്കണമെന്ന് ഇന്ന് രാത്രി ഏറ്റുപറയുന്ന ഏതൊരു വ്യക്തിക്കും സൗജന്യമായി ലഭിക്കുന്ന പാപമോചനം ഇന്ന് രാത്രി ഹൃദയത്തിനകത്ത് ഏറ്റുവാങ്ങുവാൻ എത്ര പേർ തയ്യാറാകും? എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ലോക സംഭവങ്ങൾ മുഴുവൻ കർത്താവിൻ്റെ മടങ്ങി വരവിനെ വിളിച്ചറിയിക്കുന്നു. ഇനിയും അല്പകാലം കഴിയുമ്പോൾ വാനമേഘ കാഹളനാദം മുഴക്കിക്കൊണ്ട് ആ യേശു ക്രിസ്തു വീണ്ടും മടങ്ങി വരും. രാപ്പകലില്ലാത്ത, കണ്ണുനീരില്ലാത്ത, വിലാപമില്ലാത്ത, നെടുവീർപ്പില്ലാത്ത, ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഒന്നുമില്ലാത്ത ആ നിത്യഭവനമൊരുക്കി നിന്നെ കൊണ്ടുപോകാൻ യേശു വരാറായി. ഇന്ന് രാത്രി ആ കാഹളം ധ്വനിച്ചാൽ, ഇന്ന് രാത്രി ആ യേശു വന്നാൽ എനിക്കും ആ കർത്താവിനോട് കൂടെ പോകണം. അല്ല ഞാനും പോകുമെന്ന് ഇന്ന് രാത്രി ഹൃദയത്തിനകത്ത് തീരുമാനമുള്ളവരെല്ലാം കരങ്ങളെ ചേർത്തടിച്ച് ശക്തിയോട്, ദൈവത്തിന് മഹത്വം കൊടുത്ത ശക്തിയോട്, യെസ് ഹല്ലേലൂയ, ആ പ്രത്യാശയുള്ളവരെല്ലാം ചേർന്ന് ആനന്ദത്തോടെ ദൈവത്തിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. സകല ഭാരങ്ങളും മറന്ന്, സകല വേദനകളും മറന്ന് ഇന്ന് രാത്രി ആനന്ദത്തോടെ ദൈവത്തെ ആരാധിക്കും. Should be a bigger tuna, or in the